ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള +2 ഈ മോഡൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്, ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ ഈ ബോർഡ് എക്സാമിനേഷൻ വരാൻ പോകുന്ന വരാൻ ചാൻസ് ഉള്ള ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫിസിക്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ആദ്യത്തെ പോയിന്റ്? ഏതാണ്? ഓക്കെ, ചാർജ്. വാട്ട് ഈസ് ചാർജ്? സെക്കൻഡ് വൺ, മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ആൻഡ് തേർഡ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് കുളംസ് ലോ. പിന്നീട് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. നെക്സ്റ്റ് വരുന്നത് ആക്സിലേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ ത്രൂ ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ് ഡൈപോൾ മൊമെന്റ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സിൽ ലൈൻ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. നെക്സ്റ്റ് വരുന്നത് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് എ ടോർക്ക്. നെക്സ്റ്റ് വരുന്നത് പറയൂ, വർക്ക് ഡൺ ഡ്യൂ ടു ഡൈപോൾ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ഏതാണ്? ഗോസ് തിയറം. എന്താണ് ഗോസ് തിയറം? നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് തിയറം. അതിലേതൊക്കെ വരുന്നുണ്ട്? ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് ഷീറ്റ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ കണ്ടക്ടിങ് ഷെൽ. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അതിലേറ്റവും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ 1 coulomb ഓഫ് ചാർജ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഹിയർ ചാർജ് ഈസ് ഗിവൺ. സോ വാട്ട് ഈസ് ചാർജ്? ചാർജ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. കറക്റ്റ് അല്ലേ? ഓക്കെ, ചാർജ് Q is equal to plus or minus NE. ഇതൊരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു Q by E. Here Q is given. What is charge? Here Q is equal to 1 coulomb. So N is equal to 1 divided by E. What is charge of electron? നിങ്ങൾക്കറിയാം 1.6 into 10 raised to minus 19 coulomb. So number of electron is equal to 1 by 1.6 into 10 raised to minus 19, that is equal to 6.25 into 10 raised to 18. So number of electron is equal to 6.25 into 10 raised to 18. Okay, clear right now? Now next question like go. Question number 2, give any 3 properties of charges. Properties of charges. First one, നിങ്ങൾ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. ഏതാണ്? Okay, 2 types of charges, one positive charge and 2 negative charge. So there are 2 types of charge, one is positive and another is negative charge. Property 1. Property 2, quantization of charge. What is quantization of charge? The quantity of charge Q is equal to plus or minus NE, where N is equal to 1, 2, 3, etc. and it's an integer number. So property 2, charge is quantized. Property 1, 2 types of charge, positive charge and negative charge. And property 2, charge is quantized. Then the quantity of charge is equal to, yes, plus or minus N. Next one, property 3, charge is conserved. Charge remains constant. In an isolated system, charge remains constant. That is, charge is conserved. These are the main 3 properties of charges. Okay, yes. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, define Coulomb's law. On which factors does the electrostatic force between 2 charges depends and how? Question number B, if the medium between the 2 charges is replaced by water, what change you accept in the electrostatic force and why? So A, define Coulomb's law. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. Coulomb's law, the force between 2 charges is directly proportional to product of the charges and inversely proportional to square of the distance between them. F proportional to Q1 Q2 by
r square. So F is equal to a constant into Q1, Q2 by r square. Correct? That is, F is equal to that constant 1 by 4 epsilon 0 epsilon r Q1, Q2 by r square. Coulomb's law, the force between two charges is directly proportional to the product of the charges and inversely proportional to square of the distance between them. So F is equal to 1 by 4 pi epsilon 0 epsilon r Q1, Q2 by r square. Now, question is define Coulomb's law. Define. Next one, on which factors does the electrostatic force between two charges depends? So charge depends the charges, quantity of charges, and distance, and the medium. Can you epsilon r? What is epsilon r? Relative permittivity of the medium. So Coulomb force depends medium and quantity of charge and distance. Next question is B. If the air medium between the two charges is replaced by water. Air medium same charge, charges, particle distance insert water insert medium change. What is force in a medium? Force in medium is equal to force in air by epsilon r. Force in medium is equal to force in air by epsilon r. So force in medium is inversely proportional to relative permittivity. So force decreases. For medium insert medium means water insert then the force decrease. What is the value of what is epsilon r for water? That is equal to 81. Epsilon r is equal to 81. Therefore, force in medium is equal to force in air by 81. Or the 81 times decreasable. Okay. For a medium, charge insert force decreasable. Okay, yes. Okay, next question number 4. Two equal and opposite charge plus q and minus q are separated by a small distance 2a. Name this arrangement. This is a simple question. Two equal and opposite charge plus q and minus q separated by a small distance. So two charges separated by a small distance constitute a dipole, electric dipole. Then this system is called electric dipole. Okay, and this arrangement is called electric dipole. Define its moment. That means electric dipole moment. Electric dipole moment P is equal to 1 of the charge into distance between them. Here distance between them is 2a. But distance on 2a. So distance between them is 2a. So dipole moment P is equal to q into 2a. 1 of the charge into distance. Next question, what is its direction? What is the direction of the dipole moment? Yes, direction of the dipole moment is negative to positive. Direction of the dipole moment is negative to positive. C. What is the net charge enclosed by Gaussian surface? Gauss theorem. What is Gauss theorem? The total flux linked with the body phi is equal to surface integral vector E dot ds is equal to q by epsilon r. So phi is equal to surface integral E dot ds, that is equal to q by epsilon 0. E electric field, ds elementary part of the area, q is the enclosed charge. Note q is the enclosed charge by epsilon 0. So flux is equal to E dot ds is equal to q by epsilon 0. This is Gauss theorem. The question is, what is the net charge enclosed by the Gaussian surface? So E dot ds is equal to q by epsilon 0. So here q is the net charge. Q is the net charge. Okay. Question number 5. Consider a conducting spherical shell of radius r uniformly charged with a charge plus q by using Gauss theorem. Find the electric field intensity at point P. 1. Outside the spherical shell. 2. Inside the spherical shell. And 3. On the surface of the shell.
എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ യൂണിഫോംലി ചാർജ്ഡ് വിത്ത് എ ചാർജ് പ്ലസ് ക്യൂ ബൈ യൂസിങ് ഗോസ് തിയറം ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി ഷെൽ, ഇൻസൈഡ് ദി ഷെൽ, ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ഒരു കോൺഫിഗറേഷനാണ്. എന്താണ്? ഒരു സ്പെറിക്കൽ ഷെല്ലാണ്, ഒരു ചാർജ്ഡ് ബോഡിയാണ്. അപ്പോൾ നമ്മളൊരു ചാർജ്ഡ് ബോഡിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗോസ് തിയറം അപ്ലൈ ചെയ്യും. വാട്ട് ഈസ് ഗോസ് ലോ? സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ നമ്മളുടെ ചാർജ്ഡ് ബോഡി എന്താണ്? ഇറ്റ്സ് എ കണ്ടക്ടിങ് ഷെൽ. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ ഡ്രോ ചെയ്യുന്നു. ഞാൻ ഇതിലേക്ക് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ചാർജ് എവിടെയുണ്ടാവും? ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ ദി സർഫസ് ഓഫ് ദി കണ്ടക്ടിങ് ഷെൽ. ഒരു കണ്ടക്ടിങ് ഷെല്ലിൽ ചാർജ് ഉണ്ടാവുക എവിടെയാണ്? ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ചാർജ് എവിടെയുണ്ടാവും? ചാർജ് ഈസ് ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. കറക്റ്റ് ആണല്ലോ? ദെൻ ടോട്ടൽ ചാർജ് ഓഫ് ദി ഷെൽ ഈസ് ഈക്വൽ ടു ക്യൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്? എവിടെയാണ്? ഔട്ട്സൈഡ് ദി ഷെൽ. എനിക്ക് വേണ്ടത് ഈ ഒരു പോയിന്റിലാണ്. ഷെല്ലിൻ്റെ ഒരു ഔട്ട്സൈഡ് പാർട്ടാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ഞാൻ സെൻട്രൽ നിന്നും ഈ ഡിസ്റ്റൻസ് ഞാൻ ആർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഷെല്ലിൻ്റെ സെൻട്രൽ നിന്നും ആ ഡിസ്റ്റൻസ് ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗോസ് തിയറം അപ്ലൈ ചെയ്യും. വാട്ട് ഈസ് ഗോസ് ലോ? സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് ഡി എസ്. എന്താണ് ആ ഡി എസ്? ഈ ചാർജ്ഡ് ബോഡി കൊണ്ട്, അതായത് നമ്മളെ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ആ ഏരിയയാണ് എന്ത്? ഗോസിയൻ സർഫസ്. ആ ഗോസിയൻ സർഫസിൻ്റെ എലിമെൻ്ററി പാർട്ടാണ് നമ്മൾ പറയുന്നത് ഡി എസ്. എന്തായിരുന്നു ഇ ഡോട്ട് ഡി എസ്? എന്താണെന്ന് പറഞ്ഞു? എനിക്ക് പി എന്നുള്ള പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പം ആ പോയിന്റിനെ കവർ ചെയ്തുകൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ഗോസിയൻ സർഫസ്, ഒരു ഇമാജിനറി സർഫസ് ഞാൻ കൺസിഡർ ചെയ്യും. ഇവിടുത്തെ സ്പിയറാണ്. അപ്പോൾ ഈ സ്പിയർ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉണ്ടാവും? അതിന് ചുറ്റുമുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളൊരു ഇമാജിനറി സർഫസ്, ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം എന്തായിരിക്കും? ഒരു സ്പിയർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇതിന് ചുറ്റും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. കറക്റ്റ് ആണല്ലോ? അപ്പോൾ നമുക്കത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ദാറ്റ് ഇമാജിനറി ഏരിയ ഈസ് കൺസിഡേർഡ് ആസ് എ ഗോസിയൻ സർഫസ്, ദാറ്റ് ഇസ് എ സ്പിയർ. ആർ റേഡിയസിലുള്ള ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായിട്ടോ? നമ്മൾ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിലാണ്. ഇതിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആർ ആയിട്ട് പറയുന്നു. അതാണ് നമ്മുടെ ഒറിജിനൽ സ്പെറിക്കൽ ഷെൽ. ആ ഷെൽ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ആ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും. ഇതൊരു ഷെല്ലാണ്. ആ ഷെല്ല് കൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്ന സ്ഥലം മറ്റൊരു എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് എ ഗോസിയൻ സർഫസ്. അതിൻ്റെ ഒരു എലിമെൻ്ററി പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരാ? ഡി എസ്. ഓക്കെ, ഇതാണ് ഡി എസ്. അപ്പോൾ ഡി എസ് എന്നുള്ള ആ എലിമെൻ്ററി പാർട്ടിൻ്റെ പ്രൊജക്ഷൻ, അതിൻ്റെ വ്യൂ എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും? ഇതാണ് ഞാനൊരു എലിമെൻ്ററി പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ദിസ് എ സ്പിയർ, ഇതാണ് എലിമെൻ്ററി പാർട്ട്, ഇതിൻ്റെ വ്യൂ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ്. സോ ഡയറക്ഷൻ ഓഫ് ഡി എസ്, വെക്ടർ ഡി എസ്, ഈ ഡയറക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജാണ് ഞാൻ ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ദെൻ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്? യെസ്, ഔട്ട്വേർഡ് അല്ലേ? ഈ ഡി എസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ഡയറക്ഷനാണ്. സോ ഡയറക്ഷൻ ഓഫ് ഡി എസ് ഔട്ട്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്. കാരണം എന്താണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനും ഔട്ട് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഔട്ടാണ്. ഡി എസ് എന്നുള്ള പോയിന്റിലും എന്താണ്? ഔട്ടാണ്. സോ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡി എസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡി എസ് cos 0, because E and ds are in same direction. That is surface integral E ds. That is equal to Q by epsilon 0. So E is uniform, then E into integral ds is equal to Q by epsilon 0. But ds എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത ഇമാജിനറി സ്പിയർ, ഇമാജിനറി സ്പിയറിൻ്റെ റേഡിയസ് സ്മോളർ ആണ്. അതിൻ്റെ ഒരു എലിമെൻ്ററി പാർട്ടാണ് ഡി എസ്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും, മീൻസ് ആ ഡി എസിന് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു സ്പിയർ നമുക്ക് കിട്ടും, ഏരിയ ഓഫ് ദി സ്പിയർ കിട്ടും. ഏത് റേഡിയസിൽ? ആർ റേഡിയസിൽ. സോ ഇൻറ്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു
integral ds is equal to 4 pi r square. So E into 4 pi r square is equal to q by epsilon 0. Therefore, E is equal to q by 4 pi r square epsilon 0. That is, E is equal to 1 by 4 pi epsilon 0 q by r square. Okay, അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഔട്ട്സൈഡ് ദി സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q by r square. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടെത്തേണ്ട ഔട്ട്സൈഡിൽ നിന്നൊരു പോയിന്റ് ആണ്. അപ്പോൾ ഔട്ട്സൈഡിൽ നിന്നുള്ള പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. അതിനെ ട്രേസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇമാജിനറി ഏരിയ ഡ്രോൺ ചെയ്തു. ദാറ്റ്സ് എ സ്പിയർ. ആ സ്പിയറിൻ്റെ റേഡിയസ് സ്മോളർ ആണ്. That sphere is called, that area is called Gaussian surface. അപ്പോൾ അതിൻ്റെ ഏരിയ നമ്മൾക്കറിയാം, അതിൻ്റെ ഏരിയ എത്രയാണ്, 4 pi small r square. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഇ ഡി എസ് cos 0 because E and ds are in same direction. So integral E ds is equal to q by epsilon 0. E into integral ds is equal to q by epsilon 0. അപ്പോൾ ഡി എസ് എന്ന് പറയുന്നത് ആ സ്മോളർ റേഡിയസ് ഉള്ള സ്പിയറിൻ്റെ ഒരു എലിമെൻ്ററി പാർട്ടാണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ കിട്ടും. അതിൻ്റെ ഏരിയ എത്രയാണ്, E into 4 pi r square. That is equal to q by epsilon 0. So E is equal to q by 4 pi epsilon 0 r square outside the sphere. ഇനി നമുക്ക് കാണേണ്ടത് എവിടെയാണ്, ഇൻസൈഡ് ദി സ്പെറിക്കൽ ഷെൽ. ഇപ്പം ഞാനൊരു സ്പെറിക്കൽ ഷെൽ ഡ്രോ ചെയ്തു, ഒന്നുകൂടെ ഡ്രോ ചെയ്യുന്നു. അതിൽ പ്ലസ് ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. Okay, R be the radius of the shell. ഇനി എനിക്ക് കണ്ടത് എവിടെയാണ്, ഇൻസൈഡിലാണ്. ഈ ഒരു പോയിന്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ പോയിന്റ് ട്രേസ് ചെയ്തുകൊണ്ട് ഒരു ഗോസിയൻ സർഫസ് ഡ്രോ ചെയ്യാം. ശരിയാണല്ലോ. ഈ പോയിന്റ് ട്രേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗോസിയൻ സർഫസ് ഇവിടെ ഡ്രോ ചെയ്തു. നോക്കൂ, ഒരു ഗോസിയൻ സർഫസ് ഇവിടെ ഡ്രോ ചെയ്തു. അപ്പോൾ ആ ഗോസിയൻ സർഫസിനകത്ത് ആരില്ല, എൻക്ലോസ്ഡ് ചാർജ് ഇല്ല. ചാർജ് എവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ചാർജ് റിസൈഡ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പം എനിക്ക് ഇൻസൈഡിലാണ് കാണുന്നത്. ഇൻസൈഡിൽ ഒരു പോയിന്റ്, ഈ പോയിന്റിലാണ് കണ്ടെത്തുന്നത്. ആ പോയിന്റ് ട്രേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗോസിയൻ സർഫസ് ഡ്രോ ചെയ്തു. ആ ഗോസിയൻ സർഫസിൽ ആരില്ല, എൻക്ലോസ്ഡ് ചാർജ് ഇല്ല. സോ ഇൻസൈഡ് സ്പെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് നോ ചാർജ് എൻക്ലോസ് ഇൻ ഇറ്റ്. ഓക്കെ, മനസ്സിലായി. അപ്പം ഞാൻ ഗോസ് തിയറത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അവിടെ ക്യൂ എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ചാർജ് ആണ്. ഏത് പോയിന്റാണ് കണ്ടെത്തുന്നത്, ആ പോയിന്റ് ട്രേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗോസിയൻ സർഫസ് ഡ്രോ ചെയ്തു. ആ ഗോസിയൻ സർഫസിനകത്ത് ആരില്ല, എൻക്ലോസ്ഡ് ചാർജ് ഇല്ല. ചാർജ് എവിടെയും ആ ഷെല്ലിൻ്റെ ഔട്ട്സൈഡിലാണ് ഉണ്ടാവുക. സോ ഇൻസൈഡ് ദി സ്പെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. ഇനി നമുക്ക് കണ്ടത് എവിടെയാണ്, അതിൻ്റെ ബൗണ്ടറിയിലാണ്. വീണ്ടും ഞാൻ കണ്ടക്റ്റിംഗ് ഷെൽ ഡ്രോ ചെയ്തു. ചാർജ് പ്ലസ് ക്യൂ. ആർ ബി ദ റേഡിയസ്. എനിക്ക് കണ്ടെത്തേണ്ടത് ഓൺ ദി സർഫസിലാണ്, ഇവിടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ പോയിന്റ് കൺസിഡർ ട്രേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗോസിയൻ സർഫസ് ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് R ആണ്. അതിൽ എൻക്ലോസ് ചെയ്ത ചാർജ് Q ആണ്. കറക്റ്റ് ആണല്ലോ. അതിൽ എൻക്ലോസ് ചെയ്യപ്പെട്ട ചാർജ് Q ആണ്. ഞാനിവിടെ ഗോസ് തിയറി എഴുതുന്നു. സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ E ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. സോ ഞാനൊരു എലിമെൻ്ററി പാർട്ട് കൺസിഡർ ചെയ്യുന്നു ഡി എസ്. അപ്പം ഞാൻ ഡ്രോ ചെയ്ത് ഗോസിയൻ സർഫസിൻ്റെ ഒരു എലിമെൻ്ററി പാർട്ട് ഇവിടെ ഡ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി എസ്. ആ ഡി എസിൻ്റെ പ്രൊജക്ഷൻ എങ്ങോട്ടാണ്, ഔട്ട്സൈഡ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്. So E and ds are in same direction. So surface integral E ds cos 0 is equal to q by epsilon 0. That is, surface integral E ds is equal to q by epsilon 0. That is, E into integral ds is equal to q by epsilon 0. ഇത് നമുക്കറിയാം, കണ്ട് ഡി എസിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡി എസ് ആരുടെ എലിമെൻ്ററി പാർട്ടാണ്. ഞാൻ ഇപ്പോൾ ആർ ഓൺ ദി സർഫസിലാണ്. ആർ റേഡിയസിൽ, ക്യാപിറ്റൽ ആർ റേഡിയസിലുള്ള
ആ സ്പിയറിൻ്റെ എലിമെൻ്ററി പാർട്ടാണ് ആര്? ഡി എസ്. സോ ഏരിയ ഓഫ് ദി എലിമെൻ്ററി പാർട്ട് ഈസ് എത്രയാണ്? 4 pi r square. So E into 4 pi r square is equal to Q by epsilon 0. Therefore E is equal to 1 by 4 pi r square Q by epsilon 0. That is E is equal to 1 by 4 pi epsilon 0 Q by r square. So on the surface, electric field is equal to 1 by 4 pi epsilon 0 Q by r square. അപ്പോൾ 3 പോയിന്റ് ആണ്. Outside the shell, electric field is equal to 1 by 4 pi epsilon 0 Q by small r square. Inside, electric field is equal to 0 because no charge enclosed in it. And on the surface, electric field is equal to 1 by 4 pi epsilon 0 Q by r square. Okay. Next one, question number 6. Figure shows 3 point charges, plus 2q, minus q and plus 3q. And 2 charges plus 2q and minus q are enclosed within the surface. What is the electric flux due to this configuration through the surface? Yes. What is electric flux? Electric flux phi is equal to E dot ds or Q by epsilon 0. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ഫീൽഡാണ് തന്നിട്ടുള്ളതെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ചാർജാണ് തന്നിട്ടുള്ളതെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. കറക്റ്റ് അല്ലേ? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ക്യൂ ഈസ് എൻക്ലോസ് ചാർജ്. എൻക്ലോസ് ചാർജസ് ആണ് എന്ത്? ക്യൂ. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അവിടെ പറയുന്ന ക്യൂ എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ചാർജ് ആണ്. സോ ഹിയർ എൻക്ലോസ്ഡ് ചാർജ്, ടോട്ടൽ എൻക്ലോസ്ഡ് ചാർജ് ഈസ് പ്ലസ് 2q പ്ലസ് മൈനസ് ക്യൂ ആണ്. ശരിയല്ലേ? ഇതിനകത്തുള്ളത് പ്ലസ് 2q ആണ്, ഇവിടെ ഉള്ളത് മൈനസ് ക്യൂ ആണ്. സോ പ്ലസ് 2q മൈനസ് q, ദാറ്റ് ഈസ് ഈക്വൽ ടു q. സോ എൻക്ലോസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ടു q. ദർഫോർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. അപ്പോൾ ഫ്ലക്സ് കാണാൻ പറയുമ്പോൾ നമ്മൾ എൻക്ലോസ്ഡ് ചാർജിനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എൻക്ലോസ്ഡ് ചാർജ് പ്ലസ് 2q ആൻഡ് മൈനസ് q ആണ്. പ്ലസ് 3q ഔട്ട്സൈഡിലാണ്. സോ ഇൻസൈഡ് ടോട്ടൽ ചാർജ് പ്ലസ് 2q ആൻഡ് മൈനസ് q, ദാറ്റ് ഈസ് ഈക്വൽ ടു q. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ചാപ്റ്റർ 2, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. Explain the properties of equipotential surfaces. It's very, very important. What are the properties of equipotential surfaces? Think of your first point. What are the properties of equipotential surfaces? Point 1. Property 1. Work done to move a charge from one point to another point on an equipotential surface is 0. Work done to move a charge from one point to another point on an equipotential surface is 0. ഒരു ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ എൻ ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. Property 2. Electric field always perpendicular to equipotential surface. Electric field always perpendicular to equipotential surfaces. Property 3. Equipotential surfaces never intersect each other. Equipotential surfaces ഒരിക്കലും intersect ചെയ്യില്ല. അപ്പോൾ 3 പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ equipotential surface is 0. Point 2. Electric field is perpendicular to equipotential surface. And point 3. Equipotential surfaces never intersect each other. Okay. Next one, question number 8. The electric field lines of a positive charge is as shown in figure. Give the sign of potential difference Vp minus Vq. What is the shape of equipotential surface near the charge? അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്, പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 2 വേർഡ് കാണും. ഇവിടെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ എന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നിങ്ങൾ എവിടെ കാണുന്നു? ഇവിടെ റിലേഷൻ നിങ്ങൾക്കറിയാം. E is equal to minus dV by dr.
electric field is equal to minus dV by dr. V is the potential, ഈ electric field or distance. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണാം അല്ലേ? എന്താണ് ഇവിടുത്തെ നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ പോകും തോറും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടും. പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ പി എന്നുള്ള പോയിന്റ്, ഇവിടെ ക്യൂ എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് ക്യൂ ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ പോകും തോറും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എവിടെയായിരിക്കും ഹൈ പൊട്ടൻഷ്യൽ? പി എന്നുള്ള പോയിന്റിലായിരിക്കും പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോകും തോറും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന് അടുത്താണ്. സോ ഹിയർ വി പി ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കും, വി ക്യു ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ വി പി മൈനസ് വി ക്യു, ഹൈ മൈനസ് ലോ, അതിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ശരിയാണല്ലോ, വി പി ആണ് കൂടുതൽ, വി ക്യു കുറവാണ്. സോ വി പി മൈനസ് വി ക്യു ഈസ് പോസിറ്റീവ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബി, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിയർ ദി ചാർജ്? ഇവിടെ ഒരു പോയിന്റ് ചാർജ് ആണ്. ദെൻ ദ ഷേപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് സ്പെറിക്കൽ. ഈക്വൽ പൊട്ടൻഷ്യൽ ആണ് വേണ്ടത്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്? വി ഈസ് ഈക്വൽ ടു 1/4πε0 Q by R ആണ്. ഈക്വൽ പൊട്ടൻഷ്യൽ കിട്ടണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എടുക്കുന്നു, അപ്പോൾ അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കണം, അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കണം, അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കണം, അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കണം, അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം, അപ്പോഴേ പൊട്ടൻഷ്യൽ ഈക്വൽ. അപ്പോൾ നമുക്ക് അതെന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദ ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിയർ ദി ചാർജ് ഈസ് സ്പെറിക്കൽ. ഓക്കെ, next one, question number 9. Derive the expression for capacity of a parallel plate capacitor in terms of a plate area and their separation. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ട്. Obtain an expression for the energy stored in a capacitor and what does the area of the shaded portion of the graph represent? Question number 9, അതിൽ എ എന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. Derive the expression for the capacity of a parallel plate capacitor in terms of a plate area and their separation. അപ്പോൾ നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഇവിടെ ഞാനൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു. ഷുവറായിട്ടും ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കണം, മറ്റൊരു പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കണം. ടു ഐഡൻറ്റിക്കൽ പ്ലേറ്റ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ചാർജ്, നെക്സ്റ്റ് വൺ നെഗറ്റീവ് ചാർജ്. ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്, ഇതിൽ ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ആണ്, ഐഡൻറ്റിക്കൽ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ ഡെൻസിറ്റി എന്തായിരിക്കും? സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം. ഇയാൾ ഡെൻസിറ്റി ഞാൻ പ്ലസ് സിഗ്മ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇയാൾ ഷുവറായിട്ടും ഇയാൾ ഡെൻസിറ്റി മൈനസ് സിഗ്മ. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ് ഈസ് ഡി ആൻഡ് എ ബി ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് നമ്മൾ വെക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്, ഇതിൻ്റെ ഏരിയ എ ആണ്. ഇതാണ് സെക്കൻഡ് പ്ലേറ്റ്, ഇതിൻ്റെ ഏരിയ സെയിം ആയിരിക്കണം, ഐഡൻറ്റിക്കൽ പ്ലേറ്റ് ആണ്. ഇയാളുടെ ചാർജ് പോസിറ്റീവ് ആയിരിക്കണം, ഇയാളുടെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ അതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ് ഈസ് ഡി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടെത്തണം. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സോ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ ഷുവറായിട്ട് നമ്മളിവിടെ ക്യൂ കണ്ടെത്തണം, പിന്നീട് വി കണ്ടെത്തണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചാർജ് കണ്ടെത്തണം, പിന്നീട് വി കണ്ടെത്തണം. ചാർജ് ഡെൻസിറ്റി കേസിലാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സിഗ്മ ബി ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. ദെൻ വാട്ട് ഈസ് സിഗ്മ? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ഓക്കെ, ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ. ഇക്വേഷൻ നമ്പർ 1. എനിക്ക് ചാർജ് കണ്ടെത്താൻ പറ്റി. ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അടുത്ത എനിക്ക് കണ്ടെത്തുന്ന പൊട്ടൻഷ്യലാണ്, വി എം. പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ അതിനു മുന്നേ ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടു ചാർജ് പ്ലേറ്റ്സ് സെപ്പറേറ്റ് സം ഡിസ്റ്റൻസ്. ഒരാൾ പോസിറ്റീവാണ്, ഒരാൾ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ ഷുവറായിട്ടും ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് മാത്രമേ ഉണ്ടാവും. ദാറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് യൂണിഫോം.
ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലേറ്റിനകത്ത് മാത്രമേ ഉണ്ടാവും. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് പോസിറ്റീവും ഒരു പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡിൽ മാത്രമേ ഉണ്ടാവും. ദാറ്റ് ഈസ് യൂണിഫോം. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, പറയൂ എത്രയാണ്? ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. രണ്ട് പ്ലേറ്റുകളുണ്ട്, ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആണ്, ഒരു പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അകത്ത് മാത്രമേ ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് കണ്ടെത്തേണ്ടത് പൊട്ടൻഷ്യലാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ? ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് പൊട്ടൻഷ്യലാണ്. ദെൻ electric field is equal to V by D. Is equal to V by D or is equal to dV by dr or is equal to V by D. Potential by distance is equal to electric field. So potential is equal to electric field into distance, E into D. V is equal to E into D. So here V is equal to E into D. That is equal to sigma by epsilon 0 into D. അപ്പോൾ ഞാൻ പൊട്ടൻഷ്യൽ കണ്ടെത്തി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇത് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. C is equal to Q by V. C is equal to Q by V. ആദ്യം Q കണ്ടെത്തണം. അപ്പോൾ Q ഡയറക്റ്റായിട്ട് നമ്മൾക്ക് തരുന്നില്ല, കാരണം അതിൽ ഡെൻസിറ്റിൻ്റെ കേസിലാണ് ഉള്ളത്. ഏത് ഡെൻസിറ്റിയാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദി ഷീറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു Q by A be the area of the sheet. ഓക്കെ, so therefore Q is equal to sigma A. അപ്പോൾ നമ്മളവിടെ ചാർജ് കണ്ടെത്തി. ഓക്കെ, Q is equal to sigma A. നെക്സ്റ്റ് കണ്ടെത്തുന്നത് പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഷീറ്റ് വരും, ഒരു ഷീറ്റ് പോസിറ്റീവ് ഒരു ഷീറ്റ് നെഗറ്റീവ് ആണ്. നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുക ഇലക്ട്രിക് ഫീൽഡാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ഷീറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടെത്താൻ എളുപ്പമാണ്. Relationship between electric field and potential is equal to V by D. So V is equal to E into D. Therefore V is equal to E into D. That is equal to sigma by epsilon 0 into D. അപ്പോൾ എനിക്ക് ചാർജ് കിട്ടി, പൊട്ടൻഷ്യൽ കിട്ടി. എനിക്ക് കപ്പാസിറ്റൻസ് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. C is equal to Q by V. So here C is equal to Q by V. That is C is equal to Q. Q is sigma A and V is sigma by epsilon 0 into D. Sigma cancel ചെയ്തു പോകുന്നു. Then C is equal to epsilon 0 A by D. C is equal to epsilon 0 A by D. Epsilon 0 ടോപ്പിലേക്ക് വരുന്നു. C is equal to epsilon 0 A by D. So capacitance C is equal to epsilon 0 A by D. Okay. B. Obtain an expression for energy stored in capacitor. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടെത്തേണ്ടത് നെക്സ്റ്റ് വൺ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. What is energy? Energy means work. What is work done due to potential? Or what is potential? Potential V is equal to work by charge. So work done is equal to V into Q. So small work dW is equal to V dQ. ഞാൻ ആ കപ്പാസിറ്ററിലേക്ക് ഒരു സ്മോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Then small work dW is equal to V dQ. So what is V in case of capacitance? Capacitance is equal to Q by V. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. VC is equal to Q by V. Then V is equal to Q by C. So here dW is equal to Q by C into dQ. Therefore total work done is equal to integral Q by C into dQ. C constant ആണ്. C നമ്മൾ പുറത്തെടുക്കുന്നു. W is equal to 1 by C into integral Q dQ. What is the integration of Q? That is equal to Q square by 2C. Sorry, Q square by 2. So W is equal to 1 by C into Q square by 2. So work done W is equal to Q square by 2C. This work stored as electrical energy. So energy stored in capacitor U is equal to
Q square by 2C. Equation number 1. U is equal to Q square by 2C. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? കേസ് ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ കേസിൽ എന്താണ് എനർജി എന്നുള്ളതാണ്. ഹിയർ C is equal to Q by V, then Q is equal to CV. C is equal to Q by V and Q is equal to CV. Therefore, energy is equal to CV all square by 2C. That is equal to C square V square by 2C. ഒരു C square കട്ട് ചെയ്യുന്നു C. Therefore, energy is equal to half CV square. Energy stored in capacity is equal to half CV square. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഒരു സ്മോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ സ്മോൾ വർക്ക് dW is equal to VdQ. ഞാൻ കൊടുത്തു. ദെൻ വാട്ട് ഈസ് C? C is equal to Q by V. Then V is equal to Q by C. ഞാനിവിടെ V യെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then dW is equal to Q by C into dQ. dW is equal to Q by C into dQ. So total work done is equal to integral Q by C dQ. C constant ആണ് പുറത്തെടുത്തു. 1 by C into integral Q dQ. Then what is the integration of Q? Q square by 2. Therefore work done is equal to 1 by C into Q square by 2. So work done is equal to Q square by 2C. This work stored as electrical energy. So electric energy U is equal to Q square by 2C. Then C is equal to Q by V. Then Q is equal to CV. ഞാനിവിടെ Qനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then U is equal to CV square by 2C. That is equal to C square V square by 2C. That is U is equal to half CV square. So energy stored in capacitor U is equal to half CV square. Question number C. What does the area of the shaded portion of the graph represent? C എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇതാണ് ചോദിച്ചത്. What is the area of the shaded portion? Area of the graph. നിങ്ങൾക്കൊരു ഏരിയ ഓഫ് ദി ഗ്രാഫ് എക്സ് ആക്സിസ് ഇൻറ്റു വൈ ആക്സിസ്. എക്സ് ആക്സിലാണുള്ളത് ചാർജ് ആണുള്ളത്, വൈ ആക്സിലാണ് ക്യൂ വി ആണുള്ളത്. ഷേപ്പ് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. ദെൻ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു പറയൂ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഈസ് വി ആൻഡ് ഹൈറ്റ് ഈസ് ക്യൂ. ദാറ്റ് ഹാഫ് ഇൻറ്റു ക്യൂ വി. ഹാഫ് ഇൻറ്റു ക്യൂ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. So half into Q by C. That is equal to half into Q square by C. Half into Q square by C. That is energy. നമ്മൾ നേരത്തെ പഠിച്ചാണ് energy. So area of the shaded portion is energy stored in capacitor. Okay. Next one, question number 10. You are given two capacitor having capacitance C1 and C2. Derive an expression for the equivalent capacitance, one in series and parallel combination. Suppose two capacitors are connected in series. C1 and C2 are connected in series. രണ്ട് കപ്പാസിറ്റർ ഞാൻ കണക്ട് ചെയ്തു സീരീസ് ആയിട്ട്. C1 and C2 അതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. വി പൊട്ടൻഷ്യൽ ഒരു ബാറ്ററിയിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ എന്തിനാണ് സീരീസ് കോമ്പിനേഷൻ? ഒരു കപ്പാസിറ്റർ നമ്മൾ എന്തിനാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? പറയൂ. യെസ്, അതിലൊരു കോൺസ്റ്റന്റ് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പാരലായിട്ട് കണക്ട് ചെയ്യും. ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കപ്പാസിറ്റർ ഒരേ ചാർജ് ഫ്ലോ ചെയ്യണം. ഒരേ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇവിടെ വി വോൾട്ടേജുള്ള ഒരു ബാറ്ററി നമ്മൾ ഈ കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെയിം ചാർജ് ഫ്ലോ ചെയ്യും. കാരണം ഇവിടെ ജംഗ്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ക്യൂ ചാർജ് ഇതിലേ ഫ്ലോ ചെയ്ത് ക്യൂ ചാർജ് ഇവിടെ എത്തി, വീണ്ടും തിരിച്ച് ഇവിടെ എത്തും. ഓക്കെ. ദെൻ സെയിം ചാർജ് ഫ്ലോയിങ് ത്രൂ ഈച്ച് കപ്പാസിറ്റൻസ്. അപ്പോൾ ചാർജ് സെയിം ആകുമ്പോൾ ആര് ഡിഫറെൻ്റ് ആവും? ഓക്കെ, വോൾട്ടേജ് ഡിഫറെൻ്റ് ആവും. ശരിയാണല്ലോ. അപ്പോൾ ഇയാൾ വോൾട്ടേജ് ഞാൻ V1 എന്ന് പറയുന്നു, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ പറയുന്നു V2 എന്നാണ്. അപ്പോൾ C1ൻ്റെ വോൾട്ടേജ് V1 ആണ്, C2ൻ്റെ വോൾട്ടേജ് V2 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആണ്, ചാർജ് സെയിം ആൻഡ് വി ഡിഫറെൻറ്റ്, പൊട്ടൻഷ്യൽ അവിടെ ഡിഫറെൻറ്റ്. അപ്പോൾ ഷുവറായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വി എന്നുള്ളൊരു വോൾട്ടേജ് സപ്ലൈ ചെയ്തപ്പോൾ ഈ കപ്പാസിറ്റർ V1 വോൾട്ടേജ് എടുക്കുന്നു, ഈ കപ്പാസിറ്റർ V2 വോൾട്ടേജ് എടുക്കുന്നു. സോ വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. കാരണം ഇവിടെ ഡിഫറെൻ്റ് ആയത് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജാണ് നമ്മൾ കണ്ടെത്തുന്നത്. സെയിം ചാർജ് സെയിം ആണ്.
Then what is V in case of capacitance? നമ്മൾ പറഞ്ഞിരുന്നു C is equal to Q by V, then V is equal to Q by C. C is equal to Q by V, then V is equal to Q by C. Therefore, V, Q by C is equal to Q by C1 plus Q by C2. Same charge ആണ് അപ്പോൾ ഇവിടെ Q. V, total V, Q by C. V1, Q by C1 and V2, Q by C2. അപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ Q ഉണ്ട്, Q കട്ട് ചെയ്ത് പോകുന്നു. Therefore, 1 by C is equal to 1 by C is equal to 1 by C1 plus 1 by C2. So, in series combination, 1 by C is equal to 1 by C plus 1 by C1 plus 1 by C2. Okay, next നമ്മൾ കണ്ടതിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. രണ്ട് കപ്പാസിറ്റർ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, C1 ആൻഡ് C2. പാരലായിട്ടൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്തിനാണ് പാരലൽ കോമ്പിനേഷൻ? സെയിം വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ C1 കപ്പാസിറ്റൻസിൽ വോൾട്ടേജ് V ആയിരിക്കും, C2 കപ്പാസിറ്റർ വോൾട്ടേജ് എന്തായിരിക്കും, V ആയിരിക്കും. അപ്പോൾ ആര് ഡിഫറൻ്റ് ആവും, ചാർജ് ഡിഫറൻ്റ് ആവും. ഇതിലൂടെ ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നു, Q ആ ജംഗ്ഷൻ എത്തുമ്പോൾ ചാർജ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇയാൾ Q1 ചാർജ് വലിച്ചെടുക്കുന്നു, ഇയാൾ Q2 ചാർജ് വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് സെയിം, ചാർജ് ഡിഫറെൻറ്റ്. അപ്പോൾ ഷുവറായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്, ചാർജാണ്. അപ്പോൾ Q എന്നുള്ള ചാർജ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു, Q is equal to Q1 plus Q2. So in parallel combination, net charge is equal to Q1 plus Q2. Then what is Q? In case of capacitance, Q is equal to CV. നമ്മൾ പറഞ്ഞിരുന്നു C is equal to Q by V, then Q is equal to CV. Therefore, CV is equal to C1V plus C2V. കാരണം ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, അപ്പോൾ ഇവിടെ V, ഇവിടെ V, ഇവിടെ V. CV is equal to C1V plus C2V. V common ആണ്, കട്ട് ചെയ്ത് പോകുന്നു. Then C is equal to C1 plus C2. So in parallel combination, effective capacitance is equal to C1 plus C2. Okay. ഇനി അടുത്ത ചാപ്റ്റർ 3, കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 11, obtain the expression for the effective resistance in the combination of resistors R1 and R2 in series. അപ്പോൾ കപ്പാസിറ്റർ അതേ സ്റ്റൈൽ തന്നെയാണ് ഇവിടെയും ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഫസ്റ്റ് വൺ R1, സെക്കൻഡ് വൺ R2. obtain the expression for the effective resistance in the combination of resistors R1 and R2 in series. So, two resistors R1 and R2 are connected in series through a battery. റെസിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയാണല്ലോ. അപ്പോൾ ഈ റെസിസ്റ്റൻസിലൂടെ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഞാനൊരു V വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ I കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ സീരീസ് ആവണമെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, സെയിം കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് കോമ്പിനേഷൻ. കപ്പാസിറ്ററിലോ സെയിം ചാർജ് ഫ്ലോ ചെയ്യുന്നു, ഇവിടെ സെയിം കറണ്ട് ഫ്ലോ ചെയ്യണം. സോ ഇൻ സീരീസ് കോമ്പിനേഷൻ സെയിം കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ്. അപ്പോൾ ആര് ഡിഫറെൻ്റ് ആവും, ഓക്കെ, ഇവിടെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആവും. ഇതിലെ വോൾട്ടേജ് ഞാൻ V1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇതിലെ വോൾട്ടേജ് ഞാൻ V2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ടോട്ടൽ സപ്ലൈഡ് വോൾട്ടേജ് V is equal to V1 plus V2. Then what is V? V is equal to IR. By Ohm's law, V is equal to IR. നിങ്ങൾക്ക് അറിയുന്നതാണ്, V is equal to IR. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, IR is equal to IR1 plus IR2. അപ്പോൾ I കോമൺ ആണ്, I കട്ട് ചെയ്ത് പോകുന്നു. Then R is equal to R1 plus R2. So in series combination, effective resistance R is equal to R1 plus R2. Question number 12. Obtain the expression for the effective resistance in the combination of two resistors R1 and R2 in parallel. Sketch the combination also. Two resistors R1 and R2 are connected in parallel. Through a battery B. അപ്പോൾ V എന്നുള്ളൊരു ബാറ്ററി നമ്മൾ ഇതിൽ സപ്ലൈ ചെയ്യുന്നു, R1 R2. ഇത് എന്ത് കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷനാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്, ഓക്കെ, സെയിം വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്, ശരിയാണല്ലോ. അപ്പോൾ R1 എന്നുള്ള റെസിസ്റ്റൻസിൽ വോൾട്ടേജ് V ആയിരിക്കും, R2 എന്നുള്ള റെസിസ്റ്റൻസിൽ വോൾട്ടേജ് V ആയിരിക്കും. കോമ്പിനേഷൻ പാരലാണ്, ഇപ്പോൾ രണ്ടിലും സെയിം വോൾട്ടേജ് ആയിരിക്കും.
അപ്പോൾ ഷുവറായിട്ട് ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഇതിലൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇവിടെ ഒരു ജംഗ്ഷൻ എത്തുന്നു, ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നു I1, ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നു I2. So in parallel combination, total current I is equal to I1 plus I2. ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ടാണ് ഡിഫറെൻ്റ് ആയത് കണ്ടെത്തേണ്ടത്, കറണ്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ I is equal to I1 plus I2. Therefore I is equal to V by R1 plus V by R2. So total current I is equal to V by R, that is equal to V by R1 plus V by R2. Okay ആണല്ലോ, V by R is equal to V by R1 plus V by R2. Therefore 1 by R is equal to 1 by R1 plus 1 by R2. So in parallel combination, 1 by R is equal to 1 by R1 plus 1 by R2. Next one, question number 13. What is mean by internal resistance of a cell? അപ്പോൾ നമ്മളിവിടെ ഒരു ബാറ്ററി കൺസിഡർ ചെയ്യുന്നു, ഒരു സെൽ. സെല്ലിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു R. അപ്പോൾ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു EMF E ആണ്. ഷുവറായിട്ട് ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബാറ്ററിയിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഷുവറായിട്ടും അതിനകത്ത് മെറ്റീരിയൽസ് ഉണ്ട്. സോ ദാറ്റ് മെറ്റീരിയൽ ഓഫേഴ്സ് സം റെസിസ്റ്റൻസ്. So a cell offers some resistance. That is called internal resistance. Okay. അപ്പോൾ ഷുവറായിട്ടും ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബാറ്ററിക്കകത്തൊരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ റെസിസ്റ്റൻസിന് ബാറ്ററി എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറയും എന്തുകൊണ്ടാണ്, അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ റിമൈനിങ് ഡ്രോപ്പ് ഞാനിവിടെ V ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സെല്ലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്, V ആയിരിക്കും, ഒരിക്കലും V ആയിരിക്കില്ല. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, what is mean by internal resistance of a cell? So cell offers some resistance, that is called internal resistance. B, what happens to the terminal voltage of the cell when it send a current through the external circuit? അപ്പോൾ സെല്ല് ഒരു കറണ്ട് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് is V, that V less than the EMF. V is less than EMF. ബിയുടെ ആൻസർ ഇതാണ്. ഒരു കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യപ്പെടുമ്പോൾ the external voltage is less than E. Question number C. Write down the relation from the determination of internal resistance of a cell and potential difference. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സെല്ല് കൺസിഡർ ചെയ്യുന്നു. സെല്ലിൻ്റെ EMF E ആണ്. ഓക്കെ. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെയാണ് സിമ്പൽ ചെയ്യുക. ഇതാണ് നമ്മൾ സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസ് ആണ് R, അത് സിമ്പൽ ചെയ്യുക നമ്മളിങ്ങനെയാണ്. ഓക്കെ. ആ സെല്ല് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആണ്. So E be the EMF, R be the internal resistance, and capital R be the external resistance. ഷുവറായിട്ട് ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടും. I. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു I. Okay. Then the supplied volt EMF E is equal to I into total resistance. കറക്റ്റ് ആണല്ലോ. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് R plus R ആണ്. Then E is equal to I into R plus R. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. R എന്താണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്, EMF, then I be the current flowing through it, then E is equal to I into R plus R. So E is equal to IR plus IR. That is E is equal to, what is IR? I into R, that is V plus IR. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു മെത്തേഡിലൂടെ പറയാം. E is equal to I into R plus R, then E is equal to IR plus IR. ഞാൻ എല്ലാ ടേമിനെയും IR കൊണ്ട് ഡിവൈഡ് ചെയ്യും. Then E by IR is equal to
IR plus IR plus IR by IR. ഓക്കെ, ഇവിടെ I കട്ട് ചെയ്തു തന്നു, R കട്ട് ചെയ്തു തന്നു, ഇവിടെ I കട്ട് ചെയ്തു തന്നു. What is I into R? That is V. That is E by V is equal to 1 plus R by R. E by V is equal to 1 plus R by R. That is E by V minus 1 is equal to R by R. Therefore, small r is equal to R into E by V minus 1. So, internal resistance R is equal to capital R external resistance into E by V minus 1. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സപ്ലൈഡ് വോൾട്ടേജ് EMF, സപ്ലൈഡ് EMF E, internal resistance R, external resistance R, current flowing through it. Then total EMF E is equal to total current into total resistance. That is E is equal to I into R plus R. That is E is equal to IR plus IR. ഞാൻ എല്ലാ ടേമിനെ IR കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Then E by IR is equal to IR plus IR plus IR by IR. That is, what is I into R? I into R. By Ohm's law, I into R is equal to V. That is E by V is equal to 1 plus R by R. Therefore, E by V minus 1 is equal to R by R. Then R is equal to R into E by V minus 1. So, internal resistance is equal to R into E by V minus 1. നമ്മൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റൈറ്റ് ഡൗൺ ദ റിലേഷൻ ഫ്രം ദി ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R into E by V minus 1. Okay. Question number 14. Draw a circuit diagram of Wheatstone bridge. Explain its principle. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Wheatstone bridge. Then what is a Wheatstone bridge? A Wheatstone bridge ന്റെ application എന്താണ്? Wheatstone bridge is a device to measure unknown resistance among 3 known resistances. 3 റെസിസ്റ്റൻസ് നമ്മൾക്ക് അറിയെങ്കിൽ നാലാമത്തെ റെസിസ്റ്റൻസിൻ്റെ അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു മെഷർ unknown resistance among 3 known resistances. Then what is the principle of Wheatstone bridge? When the bridge is balanced, P by Q is equal to R by S. അപ്പോൾ എന്താണ് P? P ഒരു നോൺ റെസിസ്റ്റൻസ് ആണ്, Q മറ്റൊരു നോൺ റെസിസ്റ്റൻസ് ആണ്, R മറ്റൊരു നോൺ റെസിസ്റ്റൻസ് ആണ്, S എനിക്കറിയില്ല, അൺനോൺ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാനിവിടെ P എന്നുള്ള റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആവാം, നോൺ റെസിസ്റ്റൻസ് ആണ്, Q മറ്റൊരു റെസിസ്റ്റൻസ് ബോക്സ് ആവാം, R മറ്റൊരു റെസിസ്റ്റൻസ് ബോക്സ് ആവാം, S ഒരു അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ഇത് 4 ആമിൽ ഞാൻ കണക്ട് ചെയ്തു, P Q R S. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്, P by Q is equal to R by S. Bridge is balanced, P by Q is equal to R by S. അപ്പോൾ എന്താണ് ബ്രിഡ്ജ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ പിയും ക്യൂവും ആറും എസും പിയും ക്യൂവും ആറും അഡ്ജസ്റ്റബിൾ ആക്കിയിട്ട് ഇതിലൂടെ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ, ഈ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നമ്മൾ സീറോ ആക്കി മാറ്റും. അപ്പോൾ ഡിഫ്ലക്ഷൻ നൾ ഡിഫ്ലക്ഷൻ ആക്കി മാറ്റും. നൾ ഡിഫ്ലക്ഷൻ ആക്കി മാറ്റുന്ന സമയത്ത് ഈ പോയിന്റിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ബ്രിഡ്ജ് എന്തായി? ബാലൻസ്ഡ് ആയി. അപ്പോൾ ആ കണ്ടീഷൻ അറ്റ് ദാറ്റ് ടൈം ദെൻ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്, P by Q is equal to R by S. Bridge is balanced, P by Q is equal to R by S. Okay. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ B എന്നുള്ള പോയിന്റിലും D എന്നുള്ള പോയിന്റിലും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഈ പോയിന്റിലെ ലെഫ്റ്റ് സൈഡിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. ഇവിടെ നോക്കൂ, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. I എന്നുള്ളൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഇവിടെ എത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് I1 എന്നുള്ള കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് I2 എന്നുള്ള കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ I1 എന്നുള്ള കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഈ വഴി പോകുന്നു. അപ്പോൾ ഗാൽവനോമീറ്റർ IS എന്നുള്ളൊരു കറണ്ട് ഇതിലൂടെ ഒരു IS എന്നുള്ളൊരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നു. ഇതിലൂടെ ഗാൽവനോമീറ്റർ ഒരു ഡിവൈസാണ്, അതിന് മെറ്റീരിയൽസ് ഉണ്ട്. ഷുവറായിട്ട് അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു, IS എന്നുള്ളൊരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നു. അപ്പോൾ I1 കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ IS കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ റിമൈനിങ് കറണ്ട് ദാറ്റ് ഈസ്
I1 മൈനസ് IS ആണ് ക്യൂയിലൂടെ ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ I2 എന്നുള്ള കറണ്ട് എ എന്നുള്ള ജംഗ്ഷൻ I2 എന്നുള്ള കറണ്ട് ഇതിലൂടെ ഡ്രോ ചെയ്ത് ആറിലൂടെ ഡ്രോ ചെയ്ത് ഇവിടെ എത്തും, ഈ ജംഗ്ഷനിലെത്തും. അതുപോലെ ഗാൽവനോമീറ്ററിലൂടെ ഒരു കറണ്ട് IS എന്നുള്ള കറണ്ട് ഇതിലൂടെ വന്ന് ഈ പോയിന്റിലെത്തും. അപ്പോൾ ഇവിടെ കറണ്ട് മീറ്റ് ചെയ്യുന്നു, ഇവിടെയും കറണ്ട് എൻ്റർ ചെയ്യുന്നു, ഇവിടെയും കറണ്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഷുവറായിട്ട് ആ കറണ്ട് ഇതിലൂടെ ലീവ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ കറണ്ട് എന്തായിരിക്കും? ഇതിലൂടെ I2 വരുന്നു, ഇതിലൂടെ IS വരുന്നു, ദെൻ ടോട്ടൽ കറണ്ട് ഈസ് I2 പ്ലസ് IS. അപ്പം ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീസ്റ്റോൺ ബ്രിഡ്ജിൽ 4 ആമുണ്ട്, 4 ആം, P, Q, R ആൻഡ് S. ഇതിൽ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഷുവറായിട്ട് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. I കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ ജംഗ്ഷനിലെത്തുന്നു, ഇവിടുന്ന് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഹിയർ കറണ്ട് ഈസ് I1, ഇതിലൂടെ കറണ്ട് I2. ഞാൻ ഇതിൽ I1 എന്നുള്ള കറണ്ട് അസ്യൂം ചെയ്യുന്നു, ഇവിടെ കറണ്ട് I2 ആണ്. ആ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തുന്നു. ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിലൂടെ IS കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഞാൻ ഇമാജിൻ ചെയ്തു. IS കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഷുവറായിട്ടും റിമൈനിങ് കറണ്ട് I2 ആണ് ഇതിലൂടെ, I1 ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് വരുന്നത്. ഇവിടെ IS ഇതിലെത്തുന്നു. റിമൈനിങ് കറണ്ട് I1 മൈനസ് IS ഇവിടെ എത്തുന്നു. അടുത്തത് ഈ പോയിൻ്റാണ്, S എന്നുള്ള പോയിൻ്റാണ്. ഇതിലൂടെ IS എന്നുള്ള കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്ത് വരുന്നു. I2 എന്നുള്ള കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് വരുന്നു. ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ കറണ്ട് I2 പ്ലസ് IS ഇതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ പിയിലൂടെ കറണ്ട് മനസ്സിലായി I1, ക്യൂവിലെ കറണ്ട് മനസ്സിലായി I1 മൈനസ് IS, ആറിലെ കറണ്ട് മനസ്സിലാവുന്നു I2, എസിലെ കറണ്ട് മനസ്സിലാവുന്നു I2 പ്ലസ് IS. അപ്പോൾ ആദ്യം ഒരു ഫിഗർ ഡ്രോ ചെയ്യാം. വീസ്റ്റോൺ ബ്രിഡ്ജ് 4 ആം, P ആൻഡ് Q RS. ഇപ്പോൾ 4 കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നു. അതായത് ഇതിലൂടെ Pയും Qയും Rയും അഡ്ജസ്റ്റ് ചെയ്ത് ബ്രിഡ്ജ് ബാലൻസ് ആവുക. ദാറ്റ് മീൻസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്ററിലെ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ B, ഇവിടെയും പൊട്ടൻഷ്യൽ D ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കണം. ദെൻ VB PD ആയിരിക്കണം. അപ്പോൾ B എന്നുള്ള പോയിന്റ് അല്ലേ, B എന്നുള്ള പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പൊട്ടൻഷ്യൽ മനസ്സിലായി I1 ഇൻറ്റു P ആണ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? വോൾട്ടേജ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ ലെഫ്റ്റ് സൈഡ് ഓഫ് B I1 P ആണ്. I1 P. അതുപോലെ ഡിയുടെ ലെഫ്റ്റിൽ ആരാണ്? I2 R ആണ്. സോ I1 P ഈസ് ഈക്വൽ ടു I2 R. എന്തുകൊണ്ടാണ്? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അപ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കണം. അപ്പോൾ ബിയുടെ ലെഫ്റ്റിലെ വോൾട്ടേജ് I1 P, ഡിയുടെ ലെഫ്റ്റിലെ വോൾട്ടേജ് I2 R. Therefore I1 by I2 ഈസ് ഈക്വൽ ടു P by R. ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഞാൻ ബിയുടെ റൈറ്റ് സൈഡിലെ വോൾട്ടേജ് എടുക്കുന്നു. റൈറ്റ് സൈഡിലെ വോൾട്ടേജ് എന്താണ്? I1 മൈനസ് IS ഇൻറ്റു Q ആണ്. I1 മൈനസ് IS ഇൻറ്റു Q. അതുപോലെ ഡിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ്? I2 പ്ലസ് IS ഇൻറ്റു S ആണ്. കറക്റ്റ് ആണല്ലോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ I1 മൈനസ് IS ഇൻറ്റു Q, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ I2 പ്ലസ് IS ഇൻറ്റു Q ആണ്. ഞാൻ പറഞ്ഞു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഗാൽവനോമീറ്റർ. ഇപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് IS ആണ്. that IS is equal to 0 ആയിരിക്കും. So IS is 0, then I1 Q is equal to I2 S. Therefore I1 by I2 is equal to Q by S. Equation number 2. അപ്പോൾ 1ഉം I1 by I2 ആണ്, 2ഉം I1 by I2 ആണ്. So P by R is equal to Q by S, or P by Q is equal to R by S. P by Q ഓർഡറിൽ എടുക്കുക. P by Q is equal to R by S, or P by R is equal to Q by S. എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് P by Q that is equal to R by S, or P by R or that is equal to Q by S. This is the principle of working principle of Wheatstone bridge. ഇതാണ് Wheatstone bridge principle. Okay. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Draw the circuit diagram of meter bridge. Explain its principle. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് എന്താണ്? മീറ്റർ ബ്രിഡ്ജ് ഇതാണ്. മീറ്റർ ബ്രിഡ്ജ് ഇസ് എ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ അൺനോൺ റെസിസ്റ്റൻസ്. ഏതെങ്കിലും ഒരു ബോഡീൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മീറ്റർ ബ്രിഡ്ജ്. ദെൻ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ്? ദ പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് Wheatstone bridge. Wheatstone bridgeൻ്റെ പ്രിൻസിപ്പിളാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ.
The working principle of meter bridge is the working principle of Wheatstone bridge. എന്താണ് Wheatstone bridge പ്രിൻസിപ്പിൾ? 4 ohm. ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ P ആയിട്ട് എടുക്കുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ Q ആയിട്ട് എടുക്കുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ R ആയിട്ട് എടുക്കുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ S ആയിട്ട് എടുക്കുന്നു. Then P by Q is equal to R by S. സെയിം ഓർഡറിൽ എടുക്കണം. P by Q is equal to R by S or P by R is equal to Q by S. ഓക്കെ, ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മീറ്റർ ബ്രിഡ്ജ്? മീറ്റർ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് 1 meter long മാംഗനീൻ ഓർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. 1 meter ലെങ്ത്തുള്ള മാംഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വയർ നമ്മൾ യൂസ് ചെയ്യും. ആ കോൺസ്റ്റന്റ് വയറിൻ്റെ ഒരു എൻഡിൽ എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്സ് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പിലാണ് നമ്മളൊരു വയർ കണക്ട് ചെയ്യും. ഈ എൻഡിലും ഒരു എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്സ് ഉണ്ട്. ഓക്കെ, 1 meter ലെങ്ത്താണ് കോപ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മിഡിൽ മറ്റൊരു കോപ്പർ സ്ട്രിപ്സ് കണക്ട് ചെയ്യും, റെക്ടാങ്കുലർ ഷേപ്പ് കോപ്പർ സ്ട്രിപ്സ്. ഇതാണ് Wheatstone ബ്രിഡ്ജിൻ്റെ ഷേപ്പ്. അതാണ് നമ്മളിവിടെ ഡ്രോ ചെയ്ത് 1 meter ലോങ് മാംഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ. ഒരെണ്ട് എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്സ്, മറ്റൊരെണ്ട് എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്പ്, മിഡിൽ മറ്റൊരു റെക്ടാങ്കുലർ കോപ്പർ സ്ട്രിപ്സ്. ഇനി ഇവിടെ ഒരു നെറ്റ് ഉണ്ടാവും, സ്ക്രൂ ഉണ്ടാവും. ഇതിൽ നമ്മളൊരു നോൺ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. എനിക്കൊരു റെസിസ്റ്റൻസ് അറിയാം, ആ റെസിസ്റ്റൻസിലുള്ള ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഞാനിവിടെ കണക്ട് ചെയ്യും. മറ്റേ ഗ്യാപ്പിൽ ഇവിടെ ഈ ഗ്യാപ്പിൽ ഞാൻ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് ബോക്സിൻ്റെ റെസിസ്റ്റൻസ് എനിക്കറിയാം. പിന്നെ ഞാൻ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ഏതാണോ എനിക്ക് കണ്ടെത്തേണ്ടത്, ആ റെസിസ്റ്റൻസ് ഞാൻ അടുത്ത ഗ്യാപ്പിൽ കണക്ട് ചെയ്യും. ഇതൊരു അൺനോൺ റെസിസ്റ്റൻസ് ആണ്, എസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ മിഡിൽ ഒരു കോപ്പർ സ്ട്രിപ്സ് ഉണ്ട്, അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. ഗാൽവനോമീറ്ററുള്ള ഒരു ജോക്കി ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായി? 2 L shaped copper strips, rectangular copper strips. അപ്പോൾ ഒരു ഫസ്റ്റ് ഗ്യാപ്പ് നോൺ റെസിസ്റ്റൻസ്, സെക്കൻഡ് ഗ്യാപ്പ് അൺനോൺ റെസിസ്റ്റൻസ്, എ ജോക്കി വിത്ത് ഗാൽവനോമീറ്റർ. ദെൻ ദിസ് ജോക്കി മൂവ്ഡ് ഓവർ ദി വയർ. ഈ വയറിലൂടെ നമ്മൾ ജോക്കി മൂവ് ചെയ്യും. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഏതോ ഒരു പോയിന്റ്, ഞാൻ പറയുന്നത് ഈ പോയിന്റിൽ വെച്ച് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആയി. ദാറ്റ് മീൻസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുമോ Wheatstone ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ജോക്കി മൂവ് ചെയ്യുന്നു. അറ്റ് ദിസ് പോയിന്റ് ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ, ദാറ്റ് മീൻസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പം ഞാൻ ഇവിടെ ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുന്നു. ഈ ലെങ്ത് എനിക്ക് എൽ കിട്ടുന്നു, എൽ സെൻറ്റിമീറ്റർ. ഷുവറായിട്ടും ഇത് എൽ സെൻറ്റിമീറ്റർ ആണ്. ഷുവറായിട്ടും ഇത് 100 മൈനസ് എൽ സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ദ ലെങ്ത് ഓഫ് ദി Wheatstone ബ്രിഡ്ജ് ഈസ് 1 meter, ദാറ്റ് മീൻസ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇയാൾ എൽ സെൻറ്റിമീറ്റർ ആണ്, ഷുവറായിട്ടും ഇത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വയറിൻ്റെ resistance per unit length is L. ഇവിടെ resistance per unit length is 100 minus L. അപ്പോൾ ഇതൊരു Wheatstone ബ്രിഡ്ജിൻ്റെ ഷേപ്പായി. നോക്കൂ, 4 arms. ഒരാമിൽ R ഉണ്ട്, ഒരാമിൽ S ഉണ്ട്, ഒരാമിൽ L ഉണ്ട്, ഒരാമിൽ 100 minus L ഉണ്ട്. ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നു. ഒരു Wheatstone ബ്രിഡ്ജിനെ പോലെ കൺസിഡർ ചെയ്യുന്നു. ഈ ആമിൽ R, ഇവിടെ S, ഇവിടെ L, ഇവിടെ 100 minus L. ഓക്കെ, bridge is balanced. So R by L is equal to S by 100 minus L. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. or R by S is equal to L by 100 minus L. ഓക്കെ, സോ R by S is equal to, ഈ ഓർഡറിലാണ് ഞാൻ എടുക്കുന്നത്. ഈ ഓർഡറിലാണ് R by S is equal to L by 100 minus L. Therefore S by R is equal to 100 minus L by L. Therefore S is equal to R into 100 minus L by L. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അൺനോൺ റെസിസ്റ്റൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. S is equal to R into 100 minus L by L. R എനിക്കറിയാം, ബാലൻസ് ലെങ്ത് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടെത്തി. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ Wheatstone ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 meter ലെങ്ത് മാംഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ. ഫസ്റ്റ് ഗ്യാപ്പിൽ ഞാൻ റെസിസ്റ്റൻസ് ബോക്സ് വെക്കുന്നു, നോൺ റെസിസ്റ്റൻസ് ബോക്സ്. സെക്കൻഡ് ഗ്യാപ്പിൽ ഏതാണ് മെഷർ ചെയ്യേണ്ടത് ഞാനത് വെക്കുന്നു. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, ജോക്കി. The jockey is moved over the wire. At this point, galvanometer shows no deflection. That means bridge is balanced. അപ്പം ഞാൻ Wheatstone ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യും. P by Q is equal to R by S. P ആമിൽ ആരാണുള്ളത്? R ആണുള്ളത്. ഈ ആമിൽ S ആണുള്ളത്. ഇവിടെ L ആണുള്ളത്. ഇവിടെ 100 minus L ആണുള്ളത്. So R by S is equal to L by
100 minus L. Therefore, S is equal to R into 100 minus L by L. Another important question. You are asked to compare the EMF of two cells using potentiometer. Draw the circuit diagram for this and explain how will you determine the ratio of EMF. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാം. അപ്പോൾ എന്തിനാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു മെഷർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഓർ കമ്പയർ ടു EMFs ഓഫ് ദി സെൽ. ശരിയാണല്ലോ. Then what is the working principle of the potentiometer? പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് അത് ആദ്യം എന്താണ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ ബാറ്ററി ഞാൻ എടുക്കുന്നു. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മാസ്റ്റർ ബാറ്ററി. അത് വർക്ക് ചെയ്യാനുള്ള ബാറ്ററി. അവിടെ ഒരു അമ്മീറ്റർ ഞാൻ കണക്ട് ചെയ്യുന്നു, കറണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നു. പിന്നെ ഒരു കീ ആൻഡ് a constant or manganese wire or 1 meter or 4 meter or 10 meter എങ്ങനെ വേണമെങ്കിൽ എടുക്കും. ഞാനൊരു 1 meter ലെങ്ത്തുള്ള മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വയർ എടുക്കും. ഓക്കെ, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. എന്നുള്ള പോയിന്റിൽ ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ ഒരു ജോക്കി കണക്ട് ചെയ്യുന്നു, ജോക്കി ജെ. ഒരു വയറിലൂടെ ജോക്കി കണക്ട് ചെയ്യുന്നു, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു, മാസ്റ്റർ ബാറ്ററി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ റിയോസ്റ്റാറ്റ് ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട്, ഈ ജോക്കി മൂവ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലൂടെ കോൺസ്റ്റന്റ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യപ്പെടാൻ പാടുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇവിടെ അമ്മീറ്റർ വെക്കുന്നത്. എപ്പോഴും കറണ്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് കറണ്ടിൽ തന്നെ വരും. അപ്പോൾ ഈ ജോക്കി മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സർക്യൂട്ടിലൂടെ കോൺസ്റ്റന്റ് കറണ്ടാണ് ഫ്ലോ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ജോക്കി മൂവ് ചെയ്ത് ഞാൻ ഇവിടെ എത്തിച്ചപ്പോൾ അതിൻ്റെ ബാലൻസ് ലെങ്ത് ഞാൻ മെഷർ ചെയ്തു, എൽ ലെങ്ത്. അപ്പോൾ ഈ പോയിന്റും ഈ ടെർമിനൽ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ലെങ്ത്താണ് എൽ. അപ്പോൾ ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വോൾട്ട് മീറ്ററിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ, കാരണം ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. വോൾട്ട് മീറ്റർ എന്തിനാണ്? വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ രണ്ട് പോയിന്റിൽ, ഏത് പോയിന്റിലൊക്കെ എ ബി ഈ സി എന്നുള്ള പോയിന്റ്, എ സി എന്നുള്ള പോയിന്റിൽ ഞാൻ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോൾട്ട് മീറ്ററിൽ ഈ പോയിന്റിലുണ്ട് ബിറ്റ്വീൻ എ ആൻഡ് സിയുടെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യും. ശരിയാണല്ലോ. അപ്പോൾ ഈ വയറിൻ്റെ വോൾട്ടേജ് ഞാൻ പറയുന്നു ബൈ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഐ ആർ. വാട്ട് ഈസ് ആർ? ആർ ഈസ് റോ എൽ ബൈ എ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റോ എൽ ബൈ എ. ഇതാണ് ബാലൻസ് ലെങ്ത് എൽ ആണ്. ഓക്കെ, കറണ്ട് കോൺസ്റ്റന്റ് കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതൊരു യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. ജോക്കി എവിടെ മൂവ് ചെയ്താൽ ഏരിയ സെയിം ആണ്, കാരണം യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. ഏരിയ കോൺസ്റ്റന്റ്, റോ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് കറണ്ടാണ് ഇതിൽ ഫ്ലോ ചെയ്യിക്കുക. സോ ഐ കോൺസ്റ്റന്റ്, റോ കോൺസ്റ്റന്റ്, എ കോൺസ്റ്റന്റ്. ലെങ്ത് മാറും, കാരണം ജോക്കി മൂവ് ചെയ്യുമ്പോൾ ലെങ്ത് മാറും, ബാലൻസ് ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വി പ്രപ്പോർഷണൽ ടു എൽ. ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. സോ വി voltage proportional to voltage between A and C is directly proportional to balancing length. This is the principle of potentiometer. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു? ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു, ഈ പോയിന്റിൽ ഞാൻ ജോക്കി ടച്ച് ചെയ്തു. അപ്പോൾ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഐ ആർ ആയിട്ട് പറയുന്നു. സോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. സോ ഐ ഇൻറ്റു റോയൽ ബൈ എ. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് കറണ്ടാണ് ഞാൻ ഇതിലൂടെ ഫ്ലോ ചെയ്യിക്കുന്നത്. ഐ റിമെയിൻസ് കോൺസ്റ്റന്റ്, റോ കോൺസ്റ്റന്റ്, യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്, എയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ വി പ്രപ്പോർഷണൽ ടു എൽ. ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 16. യു ആർ ആസ്ക്ഡ് ടു കമ്പയർ ദി EMF ഓഫ് ടു സെൽസ് യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഫോർ ദിസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ യു വിൽ ഡിറ്റർമിൻ ദി റേഷ്യോ ഓഫ് EMF. ഇപ്പോൾ എനിക്ക് രണ്ട് ബാറ്ററി ഉണ്ട്. എക്സാമ്പിൾ നോവിനോ ഉണ്ട്, നിപ്പോ ഉണ്ട്, രണ്ട് ബാറ്ററി. ഇപ്പോൾ രണ്ട് ബാറ്ററിയുടെ EMF എനിക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മളെ മാസ്റ്റർ ബാറ്ററി ഇതാണ്. അയാൾ EMF ഞാൻ E1 ആയിട്ട് ആയിട്ട് പറയുന്നു. ഇവിടെ അമ്മീറ്റർ ഉണ്ട്. ആ ഡയഗ്രാം എപ്പോൾ ഓർമ്മയുണ്ടാവണം. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഇവിടെ ഒരു മാസ്റ്റർ കീ ഉണ്ടാവും, ഇവിടെ ഒരു 1 മീറ്റർ ലെങ്ത്തുള്ള മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ ഉണ്ട്. ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഫിഗറാണ് കൊടുത്തത്. ഈ ഫിഗർ എപ്പോഴും ഓർമ്മയുണ്ടാവും.
ഇനി ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. മനസ്സിലായല്ലോ? മാസ്റ്റർ ബാറ്ററി, അമ്മീറ്റർ, റിയോസ്റ്റാറ്റ്, കീ ആൻഡ് എ വയർ, മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ. ഇനി എനിക്ക് 2 ബാറ്ററികൾ, ആരാണ് വോൾട്ടേജ് കൂടുതൽ കണ്ടത് ജസ്റ്റ് കമ്പയർ ചെയ്യണം. കൂടുതൽ വോൾട്ടേജ് ആർക്കാണ്? അപ്പം ഞാൻ ആ ബാറ്ററിയെ, ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാറ്ററി, നിപ്പോ. സെക്കൻഡ് ബാറ്ററി നോവിനോ അല്ലെ റേവറഡി എന്തെങ്കിലും ആവട്ടെ ബാറ്ററി. ഈ ബാറ്ററിയുടെ EMF E1 ആണ്, ഇയാളെ EMF E2 ആണ്. ഞാനിവിടെ ഒരു മൾട്ടിവേ സ്വിച്ച് വെക്കും. ഇവിടെ മൾട്ടിവേ സ്വിച്ച് മനസ്സിലായി, ഒരു സമയത്ത് ഒരു സ്വിച്ച് മാത്രമേ ഓണാവും. ഇയാളെ നമ്പർ 1 ആണ്, ഇയാളെ നമ്പർ 2. ഈ സ്വിച്ച് 1, സ്വിച്ച് 2 ആൻഡ് സ്വിച്ച് 3. അവിടുന്ന് ഞാനൊരു ഗാലോമീറ്റർ കണക്ട് ചെയ്യുന്നു, ഒരു ജോക്കി വഴി കണക്ട് ചെയ്യുന്നു, ജോക്കി ചെ. ഇപ്പോൾ മൾട്ടിവേ സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു സമയത്ത് ഒരു സ്വിച്ച് മാത്രമേ കണക്ട് ചെയ്യൂ. ഞാൻ ആദ്യം 3 എന്നുള്ള സ്വിച്ച് 1 ആയിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഷുവറായി 1 ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ 3-1 ഓൺ ആവുന്നു, 3-2 ഓഫ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ പൊട്ടൻഷ്യോമീറ്ററിലൂടെ ഏത് ബാറ്ററിയിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? E1 ബാറ്ററിയിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. P1 ബാറ്ററിയുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഞാൻ ജോക്ക് ഇതിലൂടെ മൂവ് ചെയ്യുന്നു. ഏതോ ഒരു പോയിന്റിൽ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ, നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ആ ബാലൻസ് ലെങ്ത് ഞാൻ മെഷർ ചെയ്യുന്നു, L1. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് V പ്രൊപ്പോർഷണൽ ടു L. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈ ബാറ്ററി വോൾട്ടേജ് തന്നെയായിരിക്കും. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്, ബാറ്ററി വോൾട്ടേജ് തന്നെയായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ബാറ്ററി ഏതാണ്? E1. ഇപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് മനസ്സിലായി, E1. Therefore E1 proportional to L1. ഓക്കെ, വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത്. ഇപ്പോൾ E1ലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ വോൾട്ടേജ് E1 ആണ്. ഇതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുവറായിട്ടും E1 ആണ്. ദാറ്റ് E1 പ്രൊപ്പോർഷണൽ ടു L1. സോ E1 പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 3-ഉം 2-ഉം ഓൺ ചെയ്യുന്നു. ഇവിടെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ 1 ഷുവറായിട്ട് ഓഫായി. അപ്പോൾ 3-2 ആണ് ഓൺ ആയത്. മൾട്ടിവേ സ്വിച്ചാണ്. ഒരു സമയത്ത് ഒന്നിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഇപ്പോൾ കറണ്ട് പോകുന്നത് ഇതിലൂടെയാണ്, E2ലൂടെയാണ്. ഞാൻ വീണ്ടും ജോക്കി മൂവ് ചെയ്യും. E2ലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ജോക്ക് മൂവ് ചെയ്ത് ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഗാലോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആവുന്നു. ആ ബാലൻസ് ലെങ്ത് ഞാൻ മെഷർ ചെയ്യുന്നു, L2. ഓക്കെ, ഇപ്പോൾ ജോക്കി മൂവ് ചെയ്തപ്പോൾ ഈ പോയിന്റ് വെച്ച് ഗാലോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു. ദെൻ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ E2 proportional to L2. E2 proportional to L2. Okay, therefore E1 by E2 is equal to L1 by L2. നമ്മൾ കമ്പയർ ചെയ്യും. ബാലൻസ് ലെങ്ത് ആർക്കാണ് കൂടുതൽ, അയാൾക്കാണ് കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും. E1 proportional to E1 by E2 is equal to L1 by L2. Next one, question number 17. Determine the internal resistance of a cell using പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത പോയിന്റ്, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ നമ്മളെ മാസ്റ്റർ ബാറ്ററി വരക്കുന്നു. അത് ഞാൻ E1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു റിയോസ്റ്റാറ്റ് കൊടുക്കുന്നു, ഒരു കീ കൊടുക്കുന്നു, കോൺസ്റ്റന്റ് വയർ ഇവിടെ കൊടുക്കുന്നു. ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമ്മൾ നേരത്തെ ഒരു ഡെറിവേഷൻ പഠിച്ചിരുന്നു. Internal resistance of a cell R is equal to E by V minus 1 into R. E by V minus 1 into R. Okay. R is equal to E by V minus 1 into R. ഇത് ഓർമ്മയുണ്ടാവണം. ഞാൻ സൈഡിൽ ഇവിടെ എഴുതാം. Internal resistance R is equal to E by V minus 1 into R. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മൾ മാസ്റ്റർ ബാറ്ററി. ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ടാവും. മാസ്റ്റർ ബാറ്ററി, റിയോസ്റ്റാറ്റ്, കീ, 1 മീറ്റർ ഓർ 4 മീറ്റർ ഓർ 10 മീറ്റർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. ഇനി ഞാൻ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഏത് സെല്ലിൻ്റെ ആണോ മെഷർ ചെയ്യേണ്ടത് ആ സെല്ല് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അറിയേണ്ടത്. നിങ്ങൾ എനിക്കൊരു സെല്ല് തരുന്നു, ഞാൻ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. ആ സെല്ല് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യും.
അതിന് പാരലായിട്ട് ഞാൻ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ കണക്ട് ചെയ്യും. ഇതിൻ്റെ ടെർമിനൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഞാൻ കണക്ട് ചെയ്യും. ഇതിൻ്റെ EMF ഞാൻ E ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഞാൻ എക്സ്ട്രാ ഒരു കീ കൂടെ ഫിറ്റ് ചെയ്യുന്നു. കീ K1. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ജോക്കി. ഓക്കെ, ഫസ്റ്റ് ഞാൻ കീ K1 ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്താൽ ഇതിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യൂ. ഈ സെല്ലിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഒരു ബാലൻസ് ലെങ്ത് കിട്ടുന്നു L1, ദെൻ E പ്രൊപ്പോർഷണൽ ടു L1. ഓക്കെ, ഇനി ഞാൻ ഈ കീ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ എന്തോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയി മാറും. വീണ്ടും ജോക്കി മൂവ് ചെയ്യുന്നു. എനിക്ക് മറ്റൊരു ബാലൻസിങ് ലെങ്ത് കിട്ടുന്നു L2. ദെൻ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ V പ്രൊപ്പോർഷണൽ ടു L2. Therefore, E by V is equal to L1 by L2. ഇവിടെ കിട്ടുന്ന E by V is equal to L1 by L2. Therefore, interior resistance of the cell R is equal to E by V minus 1 into R. ഇവിടെ E by V നമ്മൾ മെഷർ ചെയ്തു L1 by L2. Therefore, interior resistance R is equal to L1 by L2 minus 1 into R. ബാലൻസിങ് ലെങ്ത്തിലൂടെ നമ്മൾ ഇന്റീരിയർ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 18. സ്റ്റേറ്റ് ആംബിയേഴ്സ് സർക്യൂട്ട് തിയറം. ഇതിലേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറണ്ട് ഓർ മൂവിംഗ് ചാർജസ് എന്നുള്ള ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ആംബിയേഴ്സ് സർക്യൂട്ട് ലോ. അപ്പോൾ എന്താ മനസ്സിലായിട്ടുണ്ടാവും? ആംബിയേഴ്സ് സർക്യൂട്ട് ലോ, ലൈൻ ഇൻ്റഗ്രൽ വെക്ടർ B dot dl is equal to mu 0 I. ലൈൻ ഇൻ്റഗ്രൽ വെക്ടർ B dot dl is equal to mu 0 I. ഇതാണ് ആംബിയേഴ്സ് സർക്യൂട്ട് ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ യൂസിങ് ആംബിയേഴ്സ് സർക്യൂട്ട് തിയറി. Obtain expression for the magnetic field produced by infinitely long straight conductor using Ampere's circuital theorem. ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുന്നു I. ഒരു സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇമാജിൻ ചെയ്യുന്നു. ആ ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ആ ഇമാജിൻ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എലിമെൻ്ററി ലെങ്ത് ആണ് DL ആയിട്ട് പറയും. ഇവിടുത്തെ DL എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുന്നത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുന്ന ഇമാജിനറി ലെങ്ത്തിനാണ് നമ്മൾ DL ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ DL അതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങോട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ I ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ആയിരിക്കും. സോ B and DL are in same direction. For line integral vector B dot dl is equal to mu 0 I. That is line integral B dl cos 0 is equal to mu 0 I. That is line integral B dl is equal to mu 0 I. Then B into line integral dl is equal to mu 0 I. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആരെയാണ്? DL-നെയാണ്. അപ്പോൾ DL എന്ന് പറയുന്നത് ഒരു എലിമെൻ്ററി ലെങ്ത് ആണ്. ആ ലെങ്ത് DL ഇൻഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിളിൻ്റെ ലെങ്ത് കിട്ടും. സർക്കിൾ ലെങ്ത് എത്രയാണ്? 2πr ആണ്. സോ B into 2πr is equal to mu 0 I. Therefore, B is equal to mu 0 I by 2πr. So, magnetic field is equal to mu 0 I by 2πr. Okay. Next one. Cyclotron is a device which accelerates a charged particle for carrying out nuclear reaction. Derive an expression for cyclotron frequency. അപ്പോൾ സൈക്ലോട്രോണിൽ നിങ്ങളറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ, സൈക്ലോട്രോണകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ അവിടെ നിന്ന് ആക്സിലേറ്റ് ചെയ്യപ്പെടും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് perpendicular to the direction of the magnetic field, then path is സർക്കുലർ പാത്ത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പാത്ത് സർക്കുലർ പാത്താണ്. സോ ഇറ്റ് പ്രൊഡ്യൂസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതാണ് സൈക്ലോട്രോൺ പ്രിൻസിപ്പിൾ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്,
path is circular. So, the charged particle projected perpendicular to the direction of the magnetic field, force is equal to BQV sine 90. That is, F is equal to BQV. That provides centripetal force, that is equal to mv square by r, or mr omega square. So, centripetal force F is equal to BQV, that is equal to mr omega square. കാരണം എനിക്ക് സൈക്ലോട്രോൺ ഫ്രീക്വൻസി കണ്ടെത്തുന്നത് ഞാൻ അതുകൊണ്ട് ഒമേഗൻ്റെ ടേമിലാണ് ഞാൻ എഴുതുന്നത്. സോ ബി ക്യു വി സിക്കൽ ടു എം ആർ ഒമേഗ സ്ക്വയർ. സോ എഫ് ഇസിക്കൽ ബി ക്യു വി സിക്കൽ എം ആർ ഒമേഗ സ്ക്വയർ. Therefore ബി ക്യു വി that is b into q into r omega is equal to mr omega square. r cut ചെയ്യുന്നു. Then BQ into omega is equal to m omega square. Omega square equal to the omega. Therefore, BQ by m is equal to omega. Then BQ by m is equal to 2 pi nu. For nu is equal to BQ by 2 pi m. This frequency is called cyclotron frequency. Next point, derive an expression for kinetic energy of the particle of radius of cyclotron. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ബി ക്യു വി സൈൻ 90 ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഓർ എം ആർ ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ബി ക്യു വി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഒരു വി സ്ക്വയർ കട്ട് ചെയ്യുന്നു വി. Then BQR is equal to MV. Then V is equal to BQR by M. V is equal to BQR by M. Okay, BQR by M. For kinetic energy is equal to half MV square. That is, kinetic energy is equal to half M into BQR by M or square. For kinetic energy is equal to half M into b square q square r square by m square. M square cut ചെയ്യുന്നു. Then kinetic energy is equal to half b square q square r square by m. This is the kinetic energy of the cyclotron. Next one, write the principle of moving coil galvanometer. ഇതാണ് moving coil galvanometer. A coil placed in uniform magnetic field produce a torque. That torque is equal to NIAB sin theta. Okay. A coil placed in uniform magnetic field produce a torque. Torque is equal to NIAB sin theta. This is the principle of moving coil galvanometer. Arrive an expression for current sensitivity of moving coil galvanometer. ഇപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു rectangular frame or rectangular coil placed in uniform magnetic field produce a torque, then that maximum torque is equal to NIAB. Maximum torque NIAB. I current and number of turns, A area and BB magnetic field. അതൊരു ടോർക്ക് ഉണ്ടാകും. ആ ടോർക്ക് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ടോർക്ക് ഈ വയറിലേക്ക് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാകും. ദാറ്റ് റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു സി തീറ്റ. സി ഇസ് ദ കപ്പിൾ പാർട്ട് twist. Then NIAB is equal to C theta. So torque NIAB is equal to C theta. Then what is current sensitivity? Current sensitivity is equal to theta by I. That is equal to NIAB by C into I. I cut ചെയ്യുന്നു. Then NAB by C. Question number 22. How will you convert a galvanometer into an ammeter? ഒരു galvanometer നമുക്ക് ammeter ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? This is a galvanometer of resistance G. Then a resistance, a shunt resistance means a small resistance connected in parallel with the galvanometer. ഒരു galvanometer നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു resistance, small resistance
എസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഈ ഗാൽവനോമീറ്റർ ഒരു അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ എ ഷണ്ട് റെസിസ്റ്റൻസ്, എ സ്മോൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഗാൽവനോമീറ്റർ, ദെൻ ദിസ് ഗാൽവനോമീറ്റർ കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? അമ്മീറ്ററിൽ മെഷർ ചെയ്യേണ്ട ഒരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു, ഐ എന്നുള്ളൊരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഗാൽവനോമീറ്റർ ഐ ജി എന്നുള്ള കറണ്ട് വലിച്ചെടുക്കുന്നു. അപ്പോൾ റിമൈനിങ് കറണ്ട് ഇവിടെ എത്രയാണ്? ഐ മൈനസ് ഐ ജി. ഓക്കെ, ഇത് രണ്ട് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഐ ജി ഇൻറ്റു ജി. So I minus Ig into S is equal to Ig into G. Therefore S is equal to Ig into G by I minus Ig. So shunt resistance is equal to Ig into G by I minus Ig. Okay. Next one, how will you convert a galvanometer into voltmeter? ഒരു ഗാൽവനോമീറ്റർ നമ്മളൊരു വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യും. എന്താണ് ഒരു ഗാൽവനോമീറ്റർ ഒരു സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അതൊരു വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിലൂടെ ഒരു ഐ ജി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സീരീസ് ആകുമ്പോൾ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക, ഐ ജി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് സെയിം ആണ്, അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ വോൾട്ടേജ് അക്രോസ് ദി വോൾട്ട്മീറ്റർ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. വി ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി പ്ലസ് ആർ. സോ വി ബൈ ഐ ജി ഈസ് ഈക്വൽ ടു ജി പ്ലസ് ആർ. Then R is equal to V by Ig minus G. Okay. Next one. Magnetic question. When a magnetic needle is suspended by a string, it comes to rest in the north-south direction. This shows that Earth behaves as a magnet. What is meant by magnetic element of the Earth? Define dip at a place. Obtain the relation B is equal to He square plus Ze square, where He and Ze are the components of the Earth magnetic field B along horizontal and vertical directions. What happens if a magnetic needle is suspended at the magnetic poles? What is meant by magnetic declination? Magnetism ഒരു question ആണ്. What is meant by magnetic element of Earth? Magnetic element of Earth, declination, dip, and horizontal component of the Earth are magnetic field components. Declination, dip, horizontal component of the Earth's magnetic field are the magnetic element of Earth. Next one, what is dip? The magnetic dip is defined as the angle made which horizontal by the Earth's magnetic field lines. Next one, obtain the relation B is equal to He square plus Ze square, where He and Ze are the horizontal component of the Earth's magnetic field. So horizontal component H is equal to B cos theta and vertical component Ze is equal to B sin theta. So He square plus Ze square is equal to B cos theta square plus B sin theta square. That is He square plus Ze square is equal to B square cos square theta plus B square sin square theta. So He square plus Ze square is equal to B square into cos square theta plus sin square theta. Therefore He square plus Ze square is equal to B square. Therefore B is equal to root of He square plus Ze square. നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഡി എന്നുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഹാപ്പൻസ് ഇഫ് എ മാഗ്നറ്റിക് നീഡിൽ ഈസ് സസ്പെൻഡഡ് അറ്റ് ദി മാഗ്നറ്റിക് പോൾസ്? ദ നീഡിൽ കംസ് ടു റെസ്റ്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. What is meant by magnetic declination? The declination at a place in the angle between the geometric meridian and the magnetic meridian at that place. Okay. Question number 25. The comparative study of the properties of dia, para and ferromagnetic substance. ഇതായിരിക്കും ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഡയ, പാര ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ കോളം ഞാൻ ഇവിടെ തരുന്നു. പ്രോപ്പർട്ടി 1. ഒരു മാഗ്നറ്റ് നമ്മളൊരു
diamagnetic substance നേരെ വെക്കുന്നു. Then they are feebly repelled by magnets. They are weakly repelled by magnets. ഒരു മാഗ്നറ്റിനെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വളരെ വീക്കായിട്ടാണ് റിപ്പൽ ചെയ്യുക. വീക്ക്ലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ്സ് ആണ്. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. അത് അട്രാക്ട് ചെയ്യപ്പെടും, വളരെ വീക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. നെക്സ്റ്റ് വൺ, ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റ് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് ഫീൽഡിൽ ഞാനൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെക്കുന്നു. അക്വയർ ഒരു വീക്കായിട്ടുള്ള മാഗ്നറ്റൈസേഷൻ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്. അക്വയർ ഫീബിൾ മാഗ്നറ്റൈസേഷൻ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അക്വയർ ഫീബിൾ മാഗ്നറ്റൈസേഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അക്വയർ സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റ് ഫീൽഡിലാണെങ്കിൽ it tends to move slowly from stronger to weaker part of the field. Paramagnetic substance ആണെങ്കിൽ tends to move slowly from weaker to stronger part of the field. Ferromagnetic substance ആണെങ്കിൽ tends to move quickly from weaker to stronger part of the field. ഒരു യൂണിഫോം മാഗ്നറ്റ് ഫീൽഡിലാണെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് freely suspended diamagnetic rod aligns itself perpendicular to the field. Paramagnetic substance ആണെങ്കിൽ a freely suspended paramagnetic rod against itself parallel to the field. Ferromagnetic substance ആണെങ്കിൽ freely suspended ferromagnetic rod align itself parallel to the field. Susceptibility is small and negative. Susceptibility is small and positive. Susceptibility is very large and positive. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യും. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്. ജെഇ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യും. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യും. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്. Next one,
define magnetic flux. What is magnetic flux? Magnetic lines of force passing normal to the area is called magnetic flux. Magnetic field lines passing normal to the area is called magnetic flux. That magnetic flux is equal to vector B dot A, or flux is equal to BA cos theta. So magnetic flux phi is equal to BA cos theta. Next one, explain what are eddy currents and write any four uses of eddy current. What is eddy current? A circulating current produces itself by a metallic plate due to change in flux is called eddy current. Circulating current produces itself in a metallic plate due to change in flux is called eddy current. Write any four uses of eddy current. 1. Magnetic braking of train. 2. Electromagnetic damping. 3. Induction furnace. These are the main uses of eddy currents. Question number 30. A steady current I amperes is passed through a long solenoid of length L and number of turns N. Obtain the relation for self-inductance of the solenoid. Consider a solenoid. Let I be the current flowing through the solenoid. P solenoid I in the current flow cheyapadunu. L be the length and N be the number of turns. Okay. Then magnetic field B is equal to mu 0 Ni by L. ഒരു solenoid produce ചെയ്യുന്ന magnetic field B is equal to mu 0 Ni by L. Then flux linked with each turn of the solenoid is equal to phi dash is equal to BA. So total flux linked with the turn is equal to NBA. So phi is equal to NBA, that is phi is equal to N into B. B is mu 0 Ni by L into A. Okay. So in case of coil, phi is equal to Li, where L is called self-inductance. So this is equation number 1 and this is equation number 2. Then Li is equal to N mu 0 Ni by L into A. I continue. Then self-inductance is equal to mu 0 N square A by L. So self-inductance depends number of turns, area, length and relative permeability of the material. Okay. അപ്പോൾ എൻ്റെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെക്ഷൻ 2 എടുക്കാൻ വേണ്ടി സെഡ്യൂ സാറെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ബൈ. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നു. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്. ജെഇ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നു. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്.
JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. ഓക്കെ, ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫിസിക്സിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്, രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരാം, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ കൂടെ തുടരുക, അവസാനം വരെ കൂടെ തുടരുക. ഓരോരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയൊക്കെ ഇതിന് മുന്നേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇനി എങ്ങനെയൊക്കെ വരാം, ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും അതിനകത്തുനിന്ന് വരാവുന്ന ഡെറിവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ലെൻസ് മേക്കേഴ്സ് ഫോമുല നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ആയിട്ട് സ്ഫെറിക്കൽ സർഫസ് നോക്കുക. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുക. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഡെറിവേഷൻസ് വരാൻ ചാൻസ്. ദെൻ നമുക്ക് പ്രോബ്ലംസ്, ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം പ്രോബ്ലംസും വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആദ്യമായിട്ട് ഞാൻ ഇതിൽ വന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഡിറൈവ് റിലവൻറ്റ് ഫോർമുല ഫോർ റിഫ്ലക്ഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് റിഫ്രാക്ഷൻ ബൈ ലെൻസസ് വി മസ്റ്റ് അഡോപ്റ്റ് സൈൻ കൺവെൻഷൻ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും റേ ഓപ്റ്റിക്സിൽ അറിയാവുന്നതാണ്. എന്താണ് സൈൻ കൺവെൻഷൻ, എങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ്ഡ് ഇൻ റേ ഓപ്റ്റിക്സ്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രത്തോട് കൂടി ഇത് വരച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ലെൻസ് അല്ലെങ്കിൽ മിറർ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, നമുക്ക് തൽക്കാലം ഞാനിങ്ങനെ സർഫസ് മാത്രമേ ഇവിടെ വരയ്ക്കുന്നുള്ളൂ. ഇതിൽ പ്രകാശം ഇങ്ങനെ വരുന്നു എന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ലെൻസാണ് വരച്ചിരിക്കുന്നത്. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഡയറക്ഷൻ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ നിങ്ങോട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റിൻ്റെ ഡയറക്ഷനാണ്. നമ്മളിവിടെ ഒബ്ജക്റ്റ് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസുമാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ നോക്കുക, ഒബ്ജക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രണ്ടിലേ വെക്കുള്ളൂ, ഒരിക്കലും പിറകിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെക്കാറില്ല. ഇമേജ് എവിടെ വേണമെങ്കിലും ഫോം ചെയ്യാം. നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ട് സൈഡിലോ പിറക് സൈഡിലോ എന്ത് ഫോം ചെയ്യാം? ഇമേജ് ഫോം ചെയ്യാം. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ലെൻസ് ആൻഡ് ദി പൊസിഷൻ ആണ്. പക്ഷേ ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും വെക്കുക എവിടെയായിരിക്കും? ഇതിൻ്റെ മുൻഭാഗത്തായിരിക്കും. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക, അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എല്ലാ ദൂരങ്ങളും മെഷർ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വരുന്ന പ്രകാശത്തിന് എതിർദിശയിലായതുകൊണ്ട് മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ യുവിന് നിങ്ങൾ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കണം. യുവിന് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കണം. പക്ഷേ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചു. ഇനി ഇമേജിലേക്ക് പോവാം. സപ്പോസ് ഇമേജ് ഫോം ചെയ്തത് ഈ ഭാഗത്താണെന്ന് കരുതുക, പിറകു വശത്ത് തന്നെയാണെന്ന് കരുതുക ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. എങ്കിൽ വിയുടെ സൈൻ നമുക്ക് എന്ത് വരണം? വിയുടെ സൈൻ നമുക്കവിടെ പോസിറ്റീവ് വരണം. വിയുടെ സൈൻ പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, അതായത് സെയിം സൈഡ് ആസ് ദി ഒബ്ജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഇൻവെർട്ടഡ് ഇമേജ് ആയിരിക്കും. അതൊരു ഇൻവെർട്ടഡ് ഇമേജ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് റിയൽ ഇമേജ്. നിങ്ങൾ മനസ്സിലാക്കുക, റിയൽ ഇമേജുകളെല്ലാം തലതിരിഞ്ഞേ ഇരിക്കുകയുള്ളൂ. റിയൽ ഇമേജുകളെല്ലാം തലതിരിഞ്ഞേ ഇരിക്കുകയുള്ളൂ. ഉദാഹരണം, നമ്മുടെ കണ്ണിലെ കോൺവെക്സ് ലെൻസ് നിങ്ങൾക്കറിയാം, ഇത് റെറ്റിനയിൽ പതിപ്പിക്കുന്ന ഇമേജ് തലതിരിഞ്ഞതാണ്. നമ്മുടെ ബ്രെയിൻ ആണ് അതിന് എന്താക്കി തരുന്നത്? നിവർത്തി നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതൊരു റിയൽ ഇമേജ് ആണ്. വിർച്വൽ ഇമേജുകൾ ഫോം ചെയ്യുക പിറകു സൈഡിലാണ്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അത് നേരെ ഇരിക്കും. നിങ്ങൾ കണ്ടല്ലോ. ഇനി അപ്പം ഞാൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സൈൻ കൺവെൻഷൻ അപ്ലൈ എന്ന് പറഞ്ഞു. പിറകിലോട്ടായതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കൊടുക്കും? പോസിറ്റീവ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്കാണ് വരാൻ പോകുന്നത് നോക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റേഡിയസിനെ പറ്റി സംസാരിക്കാം. റേഡിയസിന് നമ്മൾ എങ്ങനെയാണ് സൈൻ കൊടുക്കുന്നത് നോക്കുക. നമുക്ക് 2 സർഫസ് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇത് 2 നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു കരുതുക.
ഈ കർവ്ഡ് സർഫസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ മക്കളെ. ഈ കർവ്ഡ് സർഫസിൽ നമ്മൾ ഈ കർവ്ഡ് സർഫസിനെ സ്പെറിക്കൽ സർഫസ് ആക്കി വരച്ചാൽ നിങ്ങൾ ഈ സൈഡിലേക്കാണ് വരയ്ക്കുക, ഈ സൈഡിലേക്കാണ് നിങ്ങൾ വരയ്ക്കുക. അതേസമയം ഇവൻ്റെ സർഫസ് ഫോം ചെയ്താൽ അത് നിങ്ങൾ വരയ്ക്കുക ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളതൊരു കോൺകേവ് ലെൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്തിരിക്കുന്നത്, ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കടന്നു വന്ന പ്രകാശത്തിനെതിരാണ്. സോ അതിൻ്റെ റേഡിയസ് R1 നിങ്ങൾ നെഗറ്റീവ് കൊടുത്തിരിക്കണം. ഇവനെ നിങ്ങൾ മെഷർ ചെയ്യുക, ഇവൻ്റെ റേഡിയസ് മെഷർ ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ റേഡിയസ് R2 നിങ്ങൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുത്തിരിക്കണം. അപ്പോൾ സൈൻ കൺവെൻഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഫോക്കൽ ലെങ്ത് റേഡിയസിൻ്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഫോക്കൽ ലെങ്ത് റേഡിയസിൻ്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതിലേക്ക് കടക്കാൻ പോവുകയാണ്. ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണത് വരയ്ക്കേണ്ടത്. വരയ്ക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്യുന്നത് നോർമൽ വരച്ചിട്ടാണ്. നോർമൽ എന്ന് പറയുന്നത് എന്താ മക്കളെ? നോർമൽ എന്ന് പറയുന്നത് സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നിങ്ങൾ നോർമൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഒരു വൃത്തമാണെങ്കിൽ, ഒരു സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇതിന് വരയ്ക്കുന്ന ഏത് നോർമലും വന്ന് നിൽക്കുക സെൻറ്ററിലായിരിക്കും. അത് ഓർക്കണം ആദ്യം. ഇതിന് വരയ്ക്കുന്ന ഏത് നോർമൽ നിങ്ങൾ നോക്കുക, ഇതെല്ലാം 90 ഡിഗ്രിയാണ്, ഇതെല്ലാം വന്ന് നിൽക്കുക ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം ഇനി ഇതിലേക്ക് കടക്കാൻ. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു സർഫസ് വരയ്ക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു സർഫസ് ഞാൻ വരയ്ക്കുകയാണ്. ഇവർ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ് നോക്കിക്കോ, ഒരു സ്പെറിക്കൽ മിററിനെ പറ്റിയാണ്. ഞാനത് വരച്ചു, നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഞാനൊരു കാവ്ഡ് സർഫസ് വരയ്ക്കുന്നു മക്കളെ, എല്ലാവരും കണ്ടല്ലോ. ഈ കാവ്ഡ് സർഫസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പാരലൽ റേ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പാരലൽ റേ വരച്ച് കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു പാരലൽ റേ വരച്ച് കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു എല്ലാവരും. ഒരു പാരലൽ റേ നമ്മൾ ഇവിടുന്ന് വരുന്നു, കണ്ടല്ലോ. ഈ പാരലൽ റേ നമ്മുടെ മിററിൽ തട്ടിയാൽ ഇവൻ കടന്നു പോകുന്നത് എതിലൂടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിനെ വിളിച്ച പേരെന്താ മക്കളെ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഏത് റേ കടന്നു പോയാലും ആഫ്റ്റർ റിഫ്ലക്ഷൻ അവൻ കടന്നു പോവുക, അവൻ ഫോക്കസ് ചെയ്യപ്പെടുക നമ്മുടെ ഫോക്കസിലൂടെയാണ്. ഇതാണ് നിങ്ങളുടെ ഫോക്കസ്, കണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് ഫോക്കസ്. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ വൃത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഞാൻ നോർമൽ വരയ്ക്കാൻ പോവാം. എന്തിനാണ് നോർമൽ വരയ്ക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്യാൻ നോർമൽ വരച്ചു. ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ നോർമൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ്. ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുകൊണ്ട് അവിടെ എന്ത് കൊടുത്തു ഞാൻ? മുകളിലും തീറ്റ താഴെയും തീറ്റ. ഓർക്കുക, ഈ വരച്ചിരിക്കുന്നത് എന്താണ്? നോർമലാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നോർമൽ മാർക്ക് ചെയ്താൽ അതെവിടെ വന്ന് നിൽക്കണം? സെൻറ്ററിൽ വന്ന് നിൽക്കണം. സെൻറ്റർ മുതൽ ഈ P വരെയുള്ള പോയിന്റ്, ഈ ദൂരമാണല്ലോ റേഡിയസ്. ഫോക്കസ് മുതൽ P വരെയുള്ള ദൂരമാണല്ലോ ഫോക്കൽ ലെങ്ത്. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ഈ ടോട്ടൽ ആംഗിൾ 2θ ആയിരിക്കുന്നത് കൊണ്ട് ഈ ആംഗിൾ എന്ത് വരും? 2θ വരും. ഈ കാണുന്ന ആംഗിൾ കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾ, ഇത് തീറ്റയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കാണാം. ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ആർക്ക് പോലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ആർക്കിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തോ, AC എന്ന് പേര് കൊടുത്തോ. നമ്മൾ നേരത്തെ P എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 2θ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? AP ഡിവൈഡഡ് ബൈ വാട്ട്? ഇറ്റ് ഈസ് F. സി, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. 2θ ഈസ് ഈക്വൽ ടു AP ബൈ F. ഇനി അടുത്ത് നിങ്ങൾ നോക്കിക്കോ, തീറ്റ എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു R. കണ്ടോ ആർക്ക് അവിടെ വീണ്ടും എന്ത് തന്നെയാണ്? AP ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? R വരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് 2 കൊണ്ട് ഗുണിച്ചാലോ എന്താ വരിക? മൾട്ടിപ്ലൈഡ് വിത്ത് 2 ഇറ്റ് വിൽ ഗീവ് യു 2θ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു AP ബൈ R. ഇനി നമുക്കിത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഇക്വേഷന് 2θ ആണ്, ഈ ഇക്വേഷന് 2θ. നിങ്ങൾക്ക് എന്ത് കിട്ടി? AP ബൈ F ഈസ് ഈക്വൽ ടു AP ബൈ F ഈസ് ഈക്വൽ ടു 2AP ബൈ R. എന്ത് കട്ടാവുന്നു? AP കട്ടാവുന്നു. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞല്ലോ. 1 ബൈ F is equal to 2 by R. So what is R is equal to 2F. Radius is equal to twice the focal length. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക.
Ray of light incident on a medium of refractive index mu2 from a medium of refractive index mu1. പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ആണ്, അടുത്ത മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 ആണ്. ഇത് തുടങ്ങും മുമ്പ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം തന്നെ പറയുന്നു, ഞാനൊരു നോർമൽ വരയ്ക്കുന്നു. തൽക്കാലം ഈ മീഡിയത്തിന് ഡെൻസർ മീഡിയം എന്നും ഈ മീഡിയത്തിനെ റെയറർ മീഡിയം എന്നും വിളിക്കുന്നു. ലൈറ്റ് നിങ്ങൾ നോക്കുക, ഞാൻ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടത്തിവിടുകയാണ്. ശരിക്കും ലൈറ്റിന് ഒരു ഡീവിയേഷനും സംഭവിച്ചില്ല എങ്കിൽ അവൻ പോകേണ്ട പാത്ത് നിങ്ങൾ കണ്ടല്ലോ, നേരെ വരച്ചിരിക്കുകയാണ്, വിത്തൗട്ട് എനി ഡീവിയേഷൻ. അതിൻ്റെ ഡയറക്റ്റ് വേ അതായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോവുക, പ്രകാശം ഡെൻസർ ടു റെയററിലേക്ക് കടക്കുമ്പോൾ ആ ലൈനിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ആ വരച്ചിരിക്കുന്ന ലൈനിൽ നിന്നും നോർമൽ കണ്ടല്ലോ, നോർമലിൽ നിന്നും എവേ ആയിട്ടാണ് അവൻ തിരിഞ്ഞു പോവുക. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുക, ഇങ്ങോട്ട് ബെൻഡ് ചെയ്യപ്പെടുകയായിരിക്കും, നോർമലിൽ നിന്ന് അകന്നു മാറി പോവുകയായിരിക്കും അവന് സംഭവിക്കുക. കണ്ടല്ലോ നിങ്ങൾ. പക്ഷേ തിരിച്ച് ഡെൻസർ ടു റെയറർ ആണ്, റെയറർ ടു ഡെൻസർ ആണ് കടക്കുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇനി ഞാൻ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മക്കളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്താ പറയണേ നിങ്ങൾ നോക്കിക്കോ. ഇതാണ് എൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം കാണാൻ സാധിക്കും. ലൈറ്റ് ഇതേ ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ. കാരണം ലൈറ്റ് നോർമലിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. നോർമലി കാണുന്നതാണ്, ഇതിൻ്റെ യഥാർത്ഥ പാത്തിൽ നിന്നും അകന്നു പോയി ഇത് ഇവിടെ വരെ എത്തി. നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നിങ്ങൾ നോക്കുക, റിഫ്രാക്റ്റിംഗ് ആംഗിൾ 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ തൊട്ടാൽ, ഇനി നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ എന്തെങ്കിലും ചെയ്താൽ, ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ലൈറ്റ് മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങും. കണ്ടല്ലോ നിങ്ങൾ, ലൈറ്റ് മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങും. എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ്, കണ്ടോ, the ray of light, the refracted ray just grazing over the surface of the medium. The refracted ray just grazing over the surface of the medium. That is refracting angle is 90 degree, 90 degree. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താ വിളിക്കേണ്ടത്? ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പം നിങ്ങളോട് ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞോട്ടെ. 2 കണ്ടീഷനാണ് എനിക്കിവിടെ പറയാനുള്ളത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ മക്കളെ, ഒന്ന്, പ്രകാശം ലൈറ്റ് ഡെൻസർ ടു റെയറർ പാസ് ചെയ്യണം. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകണം. തിരിച്ചായാൽ ഒരിക്കലും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. കാരണം നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക. പ്രകാശം അങ്ങോട്ട് ബെൻഡായി പോയാൽ എങ്ങനെയാണ് തിരിച്ചു പോകാൻ സാധിക്കുക? ഒരിക്കലും ഉണ്ടാവില്ല. പ്രകാശം ഇങ്ങനെയാണ് ബെൻഡാവേണ്ടത്. സോ തീർച്ചയായിട്ടും നമ്മൾ ഡെൻസർ ടു റെയറർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ഈ 2 കണ്ടീഷനാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എന്തിനെ പറ്റി സംസാരിച്ചു? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, TIR എന്നറിയപ്പെടുന്ന പ്രതിഭാസം. വളരെ പ്രശസ്തമായ, ഫിസിക്സിൽ വളരെ പ്രശസ്തമായ ഒരു പ്രതിഭാസമാണ് TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ നേച്ചർ? നമ്മുടെ പ്രകൃതിയിൽ എന്താണ് ഇതിനുള്ള ഒരു സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ കാണുന്ന പ്രതിഭാസങ്ങൾ? ഒന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പകൽ സമയത്ത്, ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ, നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിരപ്പായ, അതായത് നമ്മൾ ഇങ്ങനെ ഹൈവേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുകയാണ്. ഹൈവേയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് അവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് പോലൊരു സർഫസ് കാണാൻ പറ്റുകയും അവിടെ എന്തോ വെള്ളം കിടക്കുന്നത് പോലൊരു ഫീലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മരുഭൂമിയിൽ ഇത് കാണാൻ സാധിക്കും. ദിസ് ഈസ് കോൾഡ് മിറാഷ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മിറാഷ്. എന്തുകൊണ്ടാണ് മിറാഷ് ഫോം ചെയ്തത് എന്ന് അറിയാമോ നിങ്ങൾക്ക്? മിറാഷ് ഫോം ചെയ്യാൻ കാരണം ആ ചൂട് പിടിച്ച് കിടക്കുന്ന വാതകം, ചൂട് പിടിച്ച് കിടക്കുന്ന ഗ്യാസ്, അവനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അവൻ എന്താണ്? ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നമ്മൾ നോക്കുന്നത് കൂൾ എയർ എന്നാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ പ്രകാശം, ഈ ലൈറ്റ് കടന്നു പോകുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നാണ്. അപ്പോൾ ഡെൻസർ ടു റെയറർ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് പോലെ ഫീൽ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. അപ്പം നേച്ചറിൽ നിങ്ങൾ കാണുന്ന മിറാഷ് എന്ന് പറയുന്ന പ്രതിഭാസം, മിറാഷ്, ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളേ മട്ടെ, എന്താണെന്നറിയാമോ? ഡയമണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡയമണ്ട് ഗ്ലിറ്റർ ചെയ്യുകയാണ്, ഡയമണ്ട് തിളങ്ങുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഡയമണ്ട് പോലെ തിളക്കമുള്ള വസ്തു ലോകത്തില്ല. കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്താന്ന്? ഡയമണ്ടിന് എത്ര വശങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര സൈഡുകളുണ്ട് ഡയമണ്ടിന്? ഇഷ്ടം പോലെ, നിരവധി. മാത്രമല്ല ഡയമണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് മക്കൾ. എന്താണെന്നറിയാമോ? നേരത്തെ നമ്മൾ സംസാരിച്ച
ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഡയമണ്ടിന് വെറും 23 ഡിഗ്രിയൊക്കെ ഉള്ളൂ. വെറും 23 ഡിഗ്രി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വളരെ ചെറിയ ക്രിട്ടിക്കൽ ആംഗിൾ ഇരിക്കുകയും അതിനോടൊപ്പം നിരവധി വശങ്ങൾ ഡയമണ്ടിന് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും? തിളക്കം ഫീൽ ചെയ്യും. ഇത് രണ്ടും എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്? നമ്മൾ കാണുന്ന പ്രകൃതിയിൽ തന്നെ കാണുന്ന. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. സയൻറ്റിഫിക് യൂസ് വേറെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ നമ്മൾ സയൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതല്ല, ഇൻ നേച്ചർ ശ്രദ്ധിക്കുക, ഇൻ നേച്ചർ. സോ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഗ്ലിറ്ററിങ് ഓഫ് ഡയമണ്ട്, ദെൻ എന്താണ് ആദ്യം പറഞ്ഞ മിറാഷ്, ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ലൈറ്റ് സിഗ്നൽസ്. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലേ മക്കളെ? ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതേ കാര്യം കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒപ്റ്റിക്കൽ ഫൈബറിന് സെൻട്രൽ ഒരു കോർ എന്ന ഒരു സാധനം കാണും. കോർ ഇറ്റ് ഈസ് കോമൺലി അത് വരിക ഒന്നുകിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ആണ്. പ്ലാസ്റ്റിക്കോ ഗ്ലാസോ കൊണ്ടാണ് ഈ കോർ ഉണ്ടാക്കുക. നമ്മൾ പേന കണ്ടിട്ടില്ലേ? പേനയുടെ റീഫില്ലും അതിൻ്റെ പുറത്ത് ഗ്ലാസും നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മൾ പേന നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നടുക്കൊരു റീഫില്ല്, പുറത്തൊരു കവറിങ്, അതുപോലെ തന്നെ ഉള്ളൂ. നടുക്കൊരു കോറ് കാണും. ഈ കോർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ കോർ എന്തായിരിക്കും? ഒരു ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഇതിൻ്റെ പുറത്ത് ക്ലാഡിങ് വരും മക്കളെ. ഈ ക്ലാഡിങ്ങും സാധാരണഗതിയിൽ പ്ലാസ്റ്റിക് തന്നെയായിരിക്കും. അപ്പോൾ ഈ ക്ലാഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ കോറിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തെടുത്തേ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ലൈറ്റ് ഇങ്ങനെ കടന്നു പോയിട്ട് മക്കളെ ഇവിടെ ഇടിച്ച് തിരിച്ചിങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ആർക്കാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് തീരുമാനിക്കാം. ആർക്കായിരിക്കണം? കോറിനായിരിക്കണം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കോറിന് 1.57 കൊടുത്തു എന്ന് കരുതുക. ക്ലാഡിങ്ങിന് കുറച്ചോളി. ക്ലാഡിങ്ങിന് നിങ്ങൾ 1.3 കൊടുത്തോ, എന്താ സംഭവിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനെ വിളിക്കുന്നവരാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇത് നിരവധി ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അടക്കം പല സംവിധാനങ്ങളിലും ഇപ്പോഴുപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. കാരണം പ്രകാശമാണ് മക്കളെ, ഇതിൻ്റെ സ്പീഡിനെ വെല്ലാൻ മറ്റാരുമില്ല. അതുകൊണ്ട് സിഗ്നലുകൾ പ്രകാശത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഇത് തന്നെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുമ്പോൾ ഇത്രയും സ്പീഡ് എന്തുകൊണ്ട് ഇൻ്റർനെറ്റിന് കൈവരുന്നു? ഇത് തന്നെയാണ് കാരണം. പ്രകാശം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓക്കെ, സോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ എല്ലാവരും? ഒബ്റ്റൈൻ ദി എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് 2 തിൻ കോൺവെക്സ് ലെൻസ് ഇൻ കോണ്ടാക്ട്. 2 തിൻ കോൺവെക്സ് ലെൻസ് കോണ്ടാക്റ്റിൽ വയ്ക്കുമ്പോൾ അവൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം മക്കളെ. ലെൻസ് പോലും ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇത് ലെൻസിൻ്റെ ഒരു ആക്സിസ് ആയിട്ട് നിങ്ങൾ കണ്ടോളൂ. ചുമ്മാ ഒരു ലെൻസ്, ഇവിടെ ലെൻസ് ഉണ്ട് കേട്ടോ. ഈ വരയിട്ടിരിക്കുന്നത് ലെൻസ് എന്ന് ചുമ്മാ വിളിച്ചോ. അത് ഇവിടെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്, ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിക്കുക മക്കളെ. ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന് ഞാൻ യു എന്ന് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഒബ്ജക്റ്റ് അല്ലേ ഉള്ളൂ, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് യു. ഇവനൊരു ഇമേജ് ഫോം ചെയ്യുന്നു. ഈ ഇമേജിന് ഞാൻ കൊടുക്കുന്ന പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ I1 എന്ന് കൊടുക്കുകയാണേ. I എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കുക. എന്തിനാ I1 എന്ന് കൊടുത്തതിനൊരു രഹസ്യമുണ്ട്, അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ ലെൻസ്, ഇത് ഞാൻ ലെൻസ് നമ്പർ 1. ഓക്കെ, അപ്പോൾ ലെൻസ് നമ്പർ 1ൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ യു എന്നും ഇമേജ് ഡിസ്റ്റൻസിന് നമുക്ക് V1 എന്നും കൊടുക്കാം. V1. സോ നമ്മുടെ ലെൻസ് ഫോമുല എഴുതാം. നമുക്കിവിടെ ലെൻസ് ഫോമുല എഴുതാം. 1/v - 1/u = 1/f. എല്ലാവർക്കും അറിയാവുന്ന ഫോമുലയല്ലേ? 1/v. അപ്പോൾ നിങ്ങൾ നോക്കുക, 1/v1 - 1/u = അവൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് F1 എന്ന് കൊടുക്കാം. 1/f1. സോ ഇക്വേഷൻ 1/v1 - 1/u = 1/f1. ഇനി എന്താ അടുത്ത ലെൻസ് കൊണ്ടുവരിക? നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ അറിയില്ലേ? 2 ലെൻസ് ഇൻ കോണ്ടാക്ട്. അടുത്ത ലെൻസ് ദേ അവൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുക? ഈ ലെൻസ് 2 കണ്ടോ നിങ്ങൾ? ഈ ലെൻസ് 2ന് ഒരു ഒബ്ജക്റ്റ് വേണമല്ലോ. അത് ഇതല്ല, അത് ആദ്യത്തെ, അതായത് ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ആണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ I1 എന്ന് പറയുന്നത് ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മക്കളെ? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഏതാ? V1. കണ്ടോ? അവനൊരു ഇമേജ് ഇവിടെ തന്നെ ഫോം ചെയ്ത് കൊടുത്തു. ഫൈനൽ ഇമേജ് V. കണ്ടോ? അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഇതാണ് ഫൈനൽ ഇമേജ്. കണ്ടോ? I ഫൈനൽ ഇമേജ് I, അവൻ്റെ ഡിസ്റ്റൻസ് V. അപ്പോൾ നമുക്ക് എന്താ രണ്ടാമത്തെ ലെൻസിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതാം. 1/v, അത് V തന്നെയാണ്, റിയൽ V തന്നെ അവിടെ കൊടുക്കുന്നു, -1/u. കണ്ടോ? രണ്ടാമത്തെ ലെൻസിന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V1 ആണ്.
പഴയ ലെൻസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ ലെൻസിന് എന്തായത് ഒബ്ജക്റ്റ് ആയത്. സോ 1/v1 = മക്കളെ അവൻ്റെ ഫോക്കൽ ലെങ്ത് എന്താ 1/f2. ഇനി ഒന്നും നോക്കണ്ട, പിടിച്ചങ്ങോട്ട് ആഡ് ചെയ്തോളൂ. എന്ത് കട്ടായി പോകുന്നു കണ്ടോ, 1/v1 കട്ട് ചെയ്ത് പോയത് കണ്ടോ. ഇനി ഒന്ന് ആഡ് ചെയ്തോളൂ മക്കളെ. 1/v - 1/u = നിങ്ങൾക്ക് എന്ത് കിട്ടി 1/f1 + 1/f2. ഇതെന്താ നിങ്ങൾ പറയാ, ഇതെന്താ 1/v - 1/u എന്താ? ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. നിങ്ങൾ ഇതിനെ മൊത്തത്തിൽ ഒറ്റ ലെൻസായിട്ടൊന്ന് സങ്കല്പിച്ചേ. ഞാൻ കണ്ടോ അതങ്ങ് ഒറ്റ ലെൻസാക്കിയതുണ്ടോ, ഒറ്റ ലെൻസാണെന്ന് സങ്കല്പിച്ചേ. എങ്കിൽ പിന്നെ അതിന് ഒരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒരു ഇമേജ് ഡിസ്റ്റൻസും അല്ലേ പറ്റൂ. എങ്കിൽ അവൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് അല്ലേ നിങ്ങൾ ഈ കണ്ടോ 1/v - 1/u, ദാറ്റ് ഈസ് 1/f ഓഫ് ദി എഫക്റ്റീവ് ലെൻസ് = 1/f1 + 1/f2. സി നമ്മൾ ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞു. സോ 1/f = 1/f1 + 1/f2. നമ്മുടെ ആൻസർ കിട്ടിയത് കണ്ടോ, 2 thin lenses in contact. The answer is 1/f = 1/f1 + 1/f2. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 thin lens in contact നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടി പറഞ്ഞു തരാം. ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് പവർ. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ, പവർ = P1 + P2. കണ്ടോ എഫക്റ്റീവ് പവർ കിട്ടിയത് കണ്ടോ, P1 + P2. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ എല്ലാവരും. കണ്ടോ അടുത്ത ചോദ്യം വന്നിരിക്കുന്നുണ്ടോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 2 × 10⁸ m/s. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എന്ത് സിമ്പിളാ, ഇത് 2 വർഷം മുമ്പ് വന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്തിനാ വിഷമിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = വളരെ സിമ്പിളാ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താ 3 × 10⁸ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 × 10⁸. ഇത് കട്ട് ചെയ്ത് കളഞ്ഞോ, വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. 3/2 ആൻസർ ആയത് കണ്ടോ, 3/2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾ അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. പ്രിസം മക്കളെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. പ്രിസമത്തിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കുക, പ്രിസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കുക. റേ ഓപ്റ്റിക്സിൽ നിന്ന് പ്രിസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഉണ്ട്. ഇതുപോലൊരു പ്രോബ്ലമാണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. ഇത് എത്രയോ തവണ ഇതേപോലൊരു പ്രോബ്ലം തന്നെ വാല്യൂ മാറി മാറി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിച്ചോ, ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇക്വലാറ്ററൽ പ്രിസം. ശ്രദ്ധിക്കുക, ഇക്വലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ആംഗിളുകളും 60 ഡിഗ്രിയാണ്. അതായത് അപ്പെക്സ് ആംഗിൾ, നമ്മൾ എടുക്കുന്ന അപ്പെക്സ് ആംഗിൾ അടക്കം 60 ഡിഗ്രിയാണ്. അപ്പെക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത് മേളിൽ വരുന്ന ആംഗിളിനെയാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇക്വേഷനിലേക്ക് അങ്ങ് പോവാൻ ഞാൻ, ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമ്മൾ ഡി എന്ന സിമ്പിൾ അല്ലേ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = ഇക്വേഷൻ ഓർത്ത് നോക്കിക്കേ. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈ കുഞ്ഞൊരു ഇക്വേഷൻ sin A + D/2 ഡിവൈഡഡ് ബൈ sin A/2. എന്ത് എളുപ്പമുള്ള ഇക്വേഷനാണ് നിങ്ങൾ നോക്കി. നമ്മൾ പഠിക്കുന്ന ബാക്കിയുള്ള ഫോമുലാസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ ഇക്വേഷൻ ഇരിക്കണേ, N = sin A + D/2 ഡിവൈഡഡ് ബൈ sin A/2. നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ നോക്കാം, എന്നിൻ്റെ വാല്യൂ എത്രയാ, √2. √2 = sin A + D/2. എയുടെ വാല്യൂ എത്രയാ, 60 ഡിഗ്രി. കണ്ടോ, പ്ലസ് D/2. ഈ ഡി അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം നമുക്കറിയാം എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും. പ്രിസത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും, നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഡിവൈഡഡ് ബൈ sin A/2. നിങ്ങൾ നോക്കുക, sin A/2 sin 60/2 sin 30. കണ്ടോ, ഈ sin 30യുടെ വാല്യൂ കൊണ്ട് ഇപ്പുറം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ, √2 × sin 30യുടെ വാല്യൂ എത്രയാ, 1/2 = അപ്പുറത്തെ സൈഡിൽ എന്താ, sin 60 + D/2. 60 എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞു ഇക്വലാറ്ററൽ പ്രിസം വന്നു. അപ്പോൾ ഈ 2 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു, 1/√2. അപ്പോൾ നമ്മുടെ ആൻസർ നിങ്ങൾ നോക്കിയേ, 1/√2 = sin 60 + D/2. ആഹാ, ആൻസർ ആയല്ലോ. ഇനി എന്താ പഠിക്കാൻ, സൈൻ ഇൻവേഴ്സ് എടുക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എത്ര ഡിഗ്രി മക്കളെ, 45 ഡിഗ്രി. 45 ഡിഗ്രി = 60 + D/2. 2 കൊണ്ട് അപ്പുറം ചെന്നൊന്ന് ഗുണിച്ചേ, 90 = 60 + D/D. 60 + D. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാ, ഡിയുടെ വാല്യൂ 30 ഡിഗ്രി. സോ യു ഹാവ് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓക്കെ ആണല്ലോ എല്ലാവരും? ഇതാണ് നമ്മുടെ പ്രിസത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = sin A + D/2 ഡിവൈഡഡ് ബൈ sin A/2. മറക്കരുത്, ഇക്വലാറ്ററൽ പ്രിസം ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇക്വലാറ്ററൽ പ്രിസം തന്നെയാണ് എല്ലാ തവണയും ചോദിക്കുക. അല്ലെങ്കിൽ പ്രിസത്തിൻ്റെ അപ്പെക്സ് ആംഗിൾ, അതായത് മേളിലത്തെ കോണളവ്, അപ്പെക്സ് ആംഗിൾ അവർ പ്രോബ്ലത്തിൽ തരണം. നമുക്ക് സാധാരണഗതിയിൽ എല്ലായിടത്തും ഇതുവരെ ചോദിച്ചിട്ടുള്ളതെല്ലാം എന്ത് തന്നെയാണ്, ഇക്വലാറ്ററൽ പ്രിസം വെച്ച് തന്നെയാണ് പ്രോബ്ലം വരിക. സോ നമുക്ക് പറയുമ്പോൾ തന്നെ എയുടെ വാല്യൂ 60 ഡിഗ്രി അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് വേവ് ഓപ്റ്റിക്സ്.
റേ ഓപ്റ്റിക്സ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എന്താ? വേ ഓപ്റ്റിക്സ്. വേ ഓപ്റ്റിക്സിന് എന്താ പ്രത്യേകത? റേ ഓപ്റ്റിക്സുമായിട്ട് എന്താ പ്രത്യേകത? എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട് മക്കളെ. റേ ഓപ്റ്റിക്സ് വെച്ചിട്ട്, അതായത് പ്രകാശത്തിൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരമാണല്ലോ റേ ഓപ്റ്റിക്സ്. ആ ഒരു ഫിനോമിനാണ്. അങ്ങനെ നമ്മൾ പ്രകാശത്തിനെ സങ്കല്പിച്ചാൽ നമുക്ക് ഈ പറയുന്ന റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ഡിസ്പേർഷനോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കുക, ഡിഫ്രാക്ഷൻ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദി കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഈസ് കോൾഡ് ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ റേ ഓപ്റ്റിക്സ് വെച്ച് സാധിക്കില്ല. അതുപോലെ പോളറൈസേഷൻ സാധ്യമല്ല. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടുപേര് സംസാരിക്കുമ്പോൾ സൗണ്ടുകൾ മിക്സപ്പ് ആവും. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർഫറൻസ്. പ്രകാശം മിക്സപ്പ് ആവുന്നതിനെ വിളിക്കുന്നവരാണ് ഇന്റർഫറൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ റേ ഓപ്റ്റിക്സിൽ സാധിക്കില്ല. ബട്ട് വി ക്യാൻ ഡു ഇൻ വേ ഓപ്റ്റിക്സ്. അതിനൊരു തിയറി വേണ്ടേ? അതിന് ഉപോത്ബലകമായൊരു തിയറി വേണ്ടേ? അത് ഏതാണെന്നറിയാമോ? ഹൈഗൻസ് വേവ് തിയറി. ഇതാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾ ഒരു വേവ് ഫ്രണ്ട് എന്നൊന്നും പറയാമോ? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകാശം എത്തിച്ചേരുന്ന ഒരു പോയിന്റിനെ വിളിക്കുന്ന, ആ ഒരു സർഫസിനെ വിളിക്കുന്നവരാണ് വേവ് ഫ്രണ്ട്. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോക്കിയേ, ലൈറ്റ് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തോളൂ നിങ്ങൾ. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എല്ലാ സൈഡിലും പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകളെല്ലാം ചേർത്ത് വരച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ഫിയർ കിട്ടിയോ? എങ്കിൽ ഒരു പോയിന്റ് സോഴ്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്ത് ഷേപ്പാ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ആദ്യത്തെ ഉത്തരം ഇവിടെ തന്നെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? കണ്ടോ? ഒരു പോയിന്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത് എന്താ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. എന്തുകൊണ്ടാ? പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡിലേക്കും പ്രകാശം പോവുകയാണ് മക്കളെ. കണ്ടോ? എങ്കിൽ നമ്മൾ അതിനെ വെച്ചിട്ട് വരയ്ക്കുന്ന ലൈൻ വെച്ചിട്ട് നമ്മളൊരു സർഫസ് സങ്കല്പിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന എന്താ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ പോയിന്റ് സോഴ്സിൽ നിന്നും കിട്ടുന്ന എന്ത് വേവ് ഫ്രണ്ടാ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഇനി അടുത്ത എന്താ? ഡിസ്റ്റന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഡിസ്റ്റന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന സോഴ്സ് എന്ന് പറയാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേ ഓപ്റ്റിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് എപ്പോഴും ഇങ്ങനെ വരയ്ക്കാറുള്ളൂ. എങ്ങനെയാ? പാരലൽ റേസ്. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പ്രകാശമാണെങ്കിൽ പാരലൽ റേസാണ് വരയ്ക്കുക. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, വേവ് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും റേ വരയ്ക്കണം. നമ്മൾ റേ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്ത് വരയ്ക്കാം. ആ റേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇതാണ് വേവ് ഫ്രണ്ട്. സോ നിങ്ങൾ നോക്കിക്കേ, റേസ് പാരലൽ ആയപ്പോൾ, നമ്മുടെ റേസ് പാരലൽ ആയപ്പോൾ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. പ്ലെയിൻ വേവ് ഫ്രണ്ട്. കണ്ടോ? അപ്പോൾ പോയിന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വേവ് ഫ്രണ്ട് സ്പെറിക്കൽ ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റന്റ് സോഴ്സ്, അതായത് സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി, എന്ത് വേവ് ഫ്രണ്ടാ? സ്ട്രൈറ്റ് ആണ്. ദാറ്റ് ഈസ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നിട്ട് കോൺവെക്സ് ലെൻസിൽ വീണാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, വേവ് ഫ്രണ്ട് വരയ്ക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇത് കണ്ടോ? ഇതെന്ത് റേസാണ്? ഇത് കൺവെർജിങ് ആണ്. കണ്ടോ? ഒരു പോയിന്റിലേക്ക് വന്ന് കൂടിച്ചേരാണ്, കൺവെർജിങ് ആണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താ അറിയാമോ? ഈ പോയിന്റ് വെച്ചിട്ട് ഒരു കോമ്പസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക, ഓരോ ലൈനിലും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ ആർക്കിൽ നിന്ന് ഓരോ ടാൻജൻറ്റ് കട്ട് ചെയ്തിടുക. കണ്ടോ? എന്നിട്ട് ആ ടാൻജൻറ്റിനെല്ലാം ചേർത്ത് നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. കണ്ടോ? ഇപ്പം നിങ്ങളുടെ വേവ് ഫ്രണ്ട് കണ്ടോ? ഇങ്ങനെ കിട്ടി. കണ്ടോ? ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കൊരു സംശയം എന്താണെന്നറിയാമോ? ഇത് കോൺവെക്സ് എന്ന് വിളിക്കണോ കോൺകേവ് എന്ന് വിളിക്കണോ ഈ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പിനെ? കാരണം നിങ്ങൾ ഇടതുനിന്ന് നോക്കിയാൽ കോൺവെക്സ്, ഇവിടുന്ന് നോക്കിയാൽ കോൺകേവ്. എന്തോ ചെയ്യും നമ്മൾ? അവിടെ പെട്ടുപോകും. ഒന്നും പേടിക്കണ്ട. നിങ്ങൾ എവിടെ നിന്ന് നോക്കണമെന്നറിയാമോ? പ്രകാശം സഞ്ചരിക്കുന്ന ഡയറക്ഷന് എതിരെ നിന്ന് നോക്കണം. അപ്പം നിങ്ങളിത് ഇങ്ങനെ നോക്കാണ്ടോ? ഇവിടുന്ന് നോക്കുക. ഇപ്പം നിങ്ങൾ കാണുന്ന എന്ത് ഷേപ്പാണ് മക്കളെ? കണ്ടോ? കോൺകേവ് ഷേപ്പാണ്. കുഴിഞ്ഞിരിക്കുകയല്ലേ. സോ എന്ത് വേവ് ഫ്രണ്ടാ? കോൺകേവ് വേവ് ഫ്രണ്ടാണ്. അപ്പോൾ കണ്ടോ, ലൈറ്റ് വന്ന് ഒരിടത്തോട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ കോൺകേവ് വേവ് ഫ്രണ്ട്. ഇനി നമുക്ക് ഡൈവർജിങ് കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് ഡൈവർജിങ്. കണ്ടോ? ഡൈവർജിങ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. അപ്പം നിങ്ങൾ ഇവിടെ നിന്നൊന്ന് നോക്കിക്കേ. കണ്ടോ? ലൈറ്റ് ഇങ്ങോട്ടാണ്, ലൈറ്റിനെതിരെ വേണം ഒബ്സർവ് ചെയ്യാൻ. അപ്പം നിങ്ങൾ നോക്കിക്കേ, എന്താ കാണുക? നിങ്ങൾ കോൺവെക്സ് സൈഡ് അല്ലേ കാണുക. അപ്പോൾ എന്ത് വേവ് ഫ്രണ്ടാണ് മക്കളെ? ദാറ്റ് ഈസ് ദി കോൺവെക്സ് വേവ് ഫ്രണ്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. വേവ് ഫ്രണ്ട് വരച്ചത് എങ്ങനെയാണ്? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഇത് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കണമൊക്കെ? പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. നിങ്ങൾക്കറിയാം, ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രയാസം? നമ്മൾ ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീഴട്ടെ. ഇതേ നോക്കിക്കോളൂ, നമ്മുടെ കോൺവെക്സ് ലെൻസ്. പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീണാൽ കോൺവെക്സ് ലെൻസ് എന്താ കാണിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അങ്ങോട്ട് ആക്കി തരും അല്ലേ? ഇതാണല്ലോ ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ ജോലി. കോൺകേവ് ആണെങ്കിലോ ഇങ്ങനെ അങ്ങോട്ട് പോയേനെ. അവിടുന്ന്
വേർപിരിഞ്ഞങ്ങ് പോയേനെ. കണ്ടോ, കോൺകേവ് ആയിരുന്നു. കണ്ടോ, ഈ വഴിക്ക് അങ്ങ് പോയേനെ അവൻ. നമ്മൾ നകന്ന് അവൻ്റെ വഴിക്ക് പോയേനെ. ഇതെന്താ? ഇത് കോൺവെക്സാ. നിങ്ങൾ നോക്കിക്കേ, വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താ? ഇവിടെ നിന്ന് വേണം ഒബ്സർവ് ചെയ്യാൻ, ഇവിടെ നിന്ന് വേണം ഒബ്സർവ് ചെയ്യാൻ, ലൈറ്റിനെതിരെ വേണം ഒബ്സർവ് ചെയ്യാൻ. എന്ത് ഷേപ്പാ? കോൺകേവ് ഷേപ്പ്. കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. എപ്പോഴും നമ്മൾ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് പറയുമ്പോൾ പ്രകാശത്തിൻ്റെ ഡയറക്ഷന് എതിരെ നിന്ന് വേണം ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺകേവ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടല്ലോ നിങ്ങൾ. പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. സ്കെച്ച് ദി റിഫ്രാക്റ്റഡ് റേ. വരയ്ക്കണം കേട്ടോ, വരച്ചിട്ടേ മാർക്കുള്ളൂ. വരയ്ക്കണം, ചുമ്മാ പറഞ്ഞ പോലെ. വരച്ചല്ലോ, ദേ വരച്ചിട്ടിരിക്കണം, ഞാൻ വരച്ചല്ലോ. അപ്പോൾ എന്താ ആൻസർ? കോൺകേവ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് വേവ് ഫ്രണ്ടിനെ പറ്റിയാണ്. വേവ് ഫ്രണ്ട് ഒരുപാട് തവണ, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വേവ് ഫ്രണ്ട്. എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു ടോപ്പിക്കാണ് വേവ് ഫ്രണ്ട്. അടുത്ത നിങ്ങൾ നോക്കിക്കേ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് അസ് ടു ഫൈൻഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ്, നിങ്ങൾ കണ്ടോ, ഷേപ്പ് ഓഫ് ദി വേവ് ഫ്രണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ ട്യൂബ് ലൈറ്റ്. മക്കളെ, ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതിൽ നിന്ന് ഓരോ പോയിന്റ് എടുത്ത് നിങ്ങളിങ്ങനെ വരച്ച് നോക്കിക്കേ, നിങ്ങൾ കിട്ടുന്ന എന്താ? ഒന്നും വേണ്ട, നിസ്സാരമായി ചോദിച്ചോട്ടെ, നിങ്ങളെ പേനയുടെ റീഫില്ലുണ്ടല്ലോ, അതിന് ചുറ്റും നിങ്ങൾ കാണുന്ന വേവ് ഫ്രണ്ട് ആണത്. കണ്ടോ, ആ പേനയുടെ കവറ് കണ്ടല്ലോ, എന്ത് ഷേപ്പാ? എന്താ പറയാൻ? സിലിണ്ട്രിക്കൽ. കണ്ടോ, ലീനിയർ സോഴ്സ് ആണ്. ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. അപ്പം നമ്മൾ അവനെ അകത്താക്കി വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താ? ഇങ്ങനെ നമ്മൾ വരച്ചെടുത്താൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പോയിന്റുകളും നോട്ട് ചെയ്തിട്ട് ഈ പോയിന്റുകളെ ചേർത്തൊരു ലൈൻ ഇങ്ങനെ ഒരു സർഫസ് സങ്കല്പിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. പോയിന്റ് സോഴ്സ് ആയിരുന്നപ്പോൾ സ്പെറിക്കൽ ആയിരുന്നല്ലോ. അപ്പോൾ ലീനിയർ ആണെങ്കിൽ എന്താ? സിലിണ്ട്രിക്കൽ. സിലിണ്ട്രിക്കൽ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ്. എന്തെന്ന് കിട്ടുക? ഒരു ട്യൂബ് ലൈറ്റ് എന്ന് കിട്ടുക. ട്യൂബ് ലൈറ്റ് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ലീനിയർ സോഴ്സ്, അത് തന്നെയാണ് ട്യൂബ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ഷേപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഫ്രം എ ഡൈവർജിങ് ലൈറ്റ് സോഴ്സ്. ഓൾറെഡി ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. നിങ്ങൾ നോക്കിക്കേ, വീണ്ടും ഒരു വർഷം ചോദിച്ചോ ചോദ്യം. കണ്ടോ, ഡൈവർജിങ് ലൈറ്റ്. ഡൈവർജിങ് ഇങ്ങനെയല്ലേ മക്കളെ വരയ്ക്കുക? കണ്ടോ, ഡൈവർജിങ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, അകന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കോമ്പസ് എടുത്തിട്ട് ഇതിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് അങ്ങനെ കട്ട് ചെയ്ത് വിടുക. കണ്ടോ, ചുമ്മാ ആർക്ക് അങ്ങനെ കട്ട് ചെയ്ത് വിടുക. കണ്ടോ, എന്നിട്ട് അവിടെ എല്ലാം ടാൻജൻറ്റ് വരച്ചിട്ടേ അവരെ തമ്മിലൊരു ലൈൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനൊരു വളഞ്ഞ സർഫസ് കിട്ടിയിരിക്കണ്ടോ, ഇങ്ങനെ വളഞ്ഞിരിക്കുക. ഇനിയാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ഓർക്കോ, നമ്മൾ എവിടെ നിന്ന് നോക്കണം? കോൺവെക്സ് ആണ്, കോൺകേവ് ആണ്. മക്കളെ, ലൈറ്റിൻ്റെ സഞ്ചാരഗതി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യും. ലൈറ്റ് ഇങ്ങനെ പോവുക, ഞാൻ വരച്ചിരിക്കുന്നുണ്ടോ, ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഇതാണ് നിങ്ങളുടെ ഒബ്സർവർ. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന ഷേപ്പ് എന്താ? ഇറ്റ് ഈസ് കോൺവെക്സ്. കണ്ടോ, എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എന്ത് എളുപ്പം നമുക്ക് ഫേസ് ചെയ്ത് പോകാൻ പറ്റും. അടുത്ത ചോദ്യത്തിൽ ഇത് നമ്മുടെ ടൈം സേവിങ് കൂടിയാണ്. നമുക്ക് ടൈം പെട്ടെന്ന് സേവ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റും. പരീക്ഷയ്ക്ക് ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്കിത് എഴുതി പോകാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദേ വീണ്ടും ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് വീണ്ടും ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. എന്താണ്? യെസ്, ദേ ആർ പാരലൽ ബീം. പാരലൽ ബീമാണ് ഇൻഫിനിറ്റിൽ നിന്ന് വരിക. എന്ത് വേവ് ഫ്രണ്ടാ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇനി ഞാനൊരു അഡീഷണൽ പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഇവനെ എടുത്തൊരു പ്രിസത്തിലേക്ക് അങ്ങോട്ട് വിട്ടു. കണ്ടോ, എടുത്ത് നേരെ പ്രിസത്തിലോട്ട് കൊടുത്തു. പ്രിസം കാണിക്കുന്ന പണി എന്താ? ഈ പ്രിസം നിങ്ങൾ ഇവൻ എന്തോ ചെയ്യും? പ്രിസം പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വിടും അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഡിസ്പെഷനിൽ പഠിക്കുന്നതല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും കിട്ടിയത് എന്താണെന്ന് നോക്കിയേ. കണ്ടോ, പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെയാണ്. കണ്ടോ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് ഓൺ എ പ്രിസം. വാട്ട് ഈസ് ദി റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്? റിഫ്രാക്ട് ചെയ്ത് കിട്ടിയ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ഇൻസിഡൻറ്റ് റേസിൻ്റെ വേവ് ഫ്രണ്ട് എന്താ? ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ട് എന്താ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. റിഫ്രാക്റ്റഡ് റേയുടെ വേവ് ഫ്രണ്ട് എന്താ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ മനസ്സിലായി. കണ്ടോ, പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നിട്ട് ഒരു പ്രിസത്തിൽ വീണാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെയായിരിക്കും. ഓക്കെ, യെസ്, ബ്രൂസ്റ്റേഴ്സ് ലോ, പോളറൈസേഷൻ. ബ്രൂസ്റ്റേഴ്സ് ലോ. പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ട്രാവലിങ്ങിൽ അവനുണ്ടാവുന്ന വൈബ്രേഷൻ പല ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലും ലൈറ്റ് ഇപ്പോൾ നിങ്ങളുടെ നേരെ വരിക. കണ്ടോ, ഇതാണ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് കരുതിക്കോളൂ. ലൈറ്റിൻ്റെ വൈബ്രേഷൻ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഏത് ഡയറക്ഷനിലും ലൈറ്റിന് വൈബ്രേറ്റ് ചെയ്യാം. ഈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഇത് അൺപോളറൈസ്ഡാണ്. ഒറ്റ വൈബ്രേഷനേ ഉള്ളുവെങ്കിൽ അത് പോളറൈസ്ഡാണ്. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണെന്നറിയാമോ? ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത് ഈ ചില പദാർത്ഥങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ലൈറ്റ് വന്ന് ഇതിനകത്ത് വീഴുമ്പോൾ ഈ വന്ന് വീഴുന്ന ലൈറ്റ് മക്കളെ അൺപോളറൈസ്ഡ് ആണ്. ഈ ലൈറ്റ് എന്താണ്? അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുക. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു അൺപോളറൈസ്ഡ്, ഞാൻ ഇവിടെ എഴുതിയേക്കാം, ഇത് അൺപോളറൈസ്ഡ് ആണ്. ഇപ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുമ്പോൾ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് രണ്ടായിട്ട് പോകും. ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു പാർട്ട് റിഫ്രാക്റ്റ് ചെയ്യും. കണ്ടോ, ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു പാർട്ട് എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യും. കണ്ടോ,
ഇനി ഞാൻ പറയട്ടെ, ഇതിൽ റിഫ്ലക്റ്റഡ് പാർട്ട് എന്തായിരിക്കും? പോളറൈസ്ഡ് ആയിരിക്കും. കണ്ടോ, ഇവൻ എന്തായിരിക്കും? ഇവൻ അൺപോളറൈസ്ഡ് ആയിരിക്കും. ഇതാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ വഴി പോളറൈസേഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്. റിഫ്ലക്ഷനിലൂടെ നേടിയെടുക്കുന്ന പോളറൈസേഷനാണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് സർഫസിൽ വീഴുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇത് വാട്ടർ ആണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഗ്ലാസ് ആണെന്ന് കരുതിക്കോ, എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ട്. ഗ്ലാസ്സിനൊരു ആംഗിൾ ഉണ്ട്, വാട്ടറിനൊരു ആംഗിൾ ഉണ്ട്. അങ്ങനെ ഓരോരോ ആംഗിളിൽ വന്ന് വീഴുമ്പോൾ റിഫ്ലക്റ്റഡ് റേ എന്തായി മാറും? പോളറൈസ്ഡ് ആയി മാറുമെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടോ, അതായത് എവിടെ വെച്ചാണോ ഇത് സംഭവിച്ചത്, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ ഓർ ബ്രൂസ്റ്റർ ആംഗിൾ. എന്താ വിളിക്കുക? പോളറൈസിങ് ആംഗിൾ ഓർ ബ്രൂസ്റ്റർ ആംഗിൾ. ഇനി ഞാൻ ബ്രൂസ്റ്റേഴ്സിലോ പറഞ്ഞു തരട്ടെ. എന്ത് സിമ്പിളാണെന്നറിയാമോ? ബ്രൂസ്റ്റേഴ്സിലോ ഇത്രയേ ഉള്ളൂ. ടാൻ പി ഈസ് ഈക്വൽ ടു മ്യൂ. മ്യൂ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. മനസ്സിലായോ? ടാൻ പി ഈസ് ഈക്വൽ ടു മ്യൂ. മ്യൂ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഇപ്പം ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, ഇനി വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങൾ ചോദിച്ചോട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3, ബ്രൂസ്റ്റർ ആംഗിൾ ചോദിച്ചു. എന്താ പേടിക്കാൻ? പി ഈസ് ഈക്വൽ ടു എന്തെടുത്താൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ എടുത്താൽ മതി. ആൻസർ ആയല്ലോ, കാരണം ടാൻ പി ഈസ് ഈക്വൽ ടു മ്യൂ. ഓക്കെ ആണല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ. പി ഈസ് ദി പോളറൈസിങ് ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദി റിഫ്ലക്റ്റഡ് റേ ഗെറ്റ്സ് പോളറൈസ്ഡ്. റിഫ്ലക്റ്റഡ് റേ പോളറൈസ് ചെയ്യപ്പെടുന്ന ഇൻസിഡന്റ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റർ ആംഗിൾ ഓർ പോളറൈസിങ് ആംഗിൾ. ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആംഗിളിന്റെ ടാൻ എടുക്കുക, ടാൻജന്റ് എടുക്കുക. നിങ്ങൾക്ക് പേടിക്കേണ്ട, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും, ടാൻ ബി ഈക്വൽ ടു മ്യൂ കിട്ടും. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ദെൻ നമ്മൾ പോകുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡുവൽ നേച്ചറാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ്. അതൊന്ന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എഴുതിക്കോളാമോ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണ്ടേ? എഴുതാം, എഴുതി കൊടുക്കാം. എന്താണെന്ന് നോക്കിക്കോ. വന്നു പതിക്കുന്ന പ്രകാശം. അതിനു മുമ്പ് ഞാൻ ആദ്യം നിങ്ങളടുത്ത് ചോദിച്ചോട്ടെ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ? എന്താണ് ഫോട്ടോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ, പ്രകാശം വന്ന് ചില സബ്സ്റ്റൻസിൽ വീഴുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ അവർ ഇടിച്ച് വെളിയിൽ കളയുകയാണ്, ഫോട്ടോണുകൾ. പ്രകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോട്ടോൺസ് ആണ്. ഈ പ്രകാശം വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസിനെ ഇടിച്ച് വെളിയിൽ കളയുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ മെറ്റൽ എടുത്താലും ആ ഓരോ മെറ്റലിനും സ്പെസിഫിക് ആയിട്ടൊരു മിനിമം എനർജി വന്ന് വീണാൽ മാത്രമേ എമിഷൻ നടക്കത്തുള്ളൂ. ഏതൊരു എനർജി വന്ന് വീണാലും എല്ലാ സബ്സ്റ്റൻസും എമിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ എനർജി 2.6 EV ആണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? EV ജൂൾ, എനർജിയുടെ യൂണിറ്റാണ്. ജൂളിൽ പറയല, EVയിൽ പറഞ്ഞിരിക്കുന്ന യൂണിറ്റാണ് 2.6. അപ്പോൾ വരുന്ന പ്രകാശത്തിന് ഇത്രയുമെങ്കിലും ഊർജ്ജമുണ്ടെങ്കിലേ അവിടുന്ന് എമിഷൻ സാധ്യമാവുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ഇലക്ട്രോൺസ്. കണ്ടോ, മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ, റൈറ്റ് ഡൗൺ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്ത് എളുപ്പമാണെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം മക്കളെ. വന്ന് വീഴുന്ന പ്രകാശത്തിൻ്റെ എനർജിയാണ് എച്ച് ന്യൂ. എച്ച് ന്യൂ, ന്യൂ അറിയാമല്ലോ. എച്ച് ന്യൂ എന്ന് വിളിക്കുന്നത് എച്ച് ഇൻറ്റു ഫ്രീക്വൻസി എന്തായാലും എനർജിയാണ്, വരുന്ന പ്രകാശത്തിൻ്റെ എനർജിയാണ്. ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വർക്ക് നടന്നല്ലേ? വർക്ക് നടന്നു, കണ്ടോ, വർക്ക് നടന്നു, വർക്ക് ചെയ്തു. പ്ലസ് എന്തിനാ വർക്ക് ചെയ്തേ? ഇലക്ട്രോൺസിനെ ഇടിച്ച് വെളിയിൽ കളയണ്ടേ? അതിനുള്ള വർക്ക് അവിടെ കൊടുത്തിരിക്കണം. കണ്ടോ, വന്നു പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഊർജ്ജം എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ എന്തിനാ? ഇലക്ട്രോൺസിനെ ഇടിച്ച് വെളിയിൽ കളയാനുള്ള വർക്ക് അവിടെ കൊടുത്തേ. പ്ലസ് അപ്പം ഞാൻ ചോദിക്കട്ടെ, വരുന്ന പ്രകാശത്തിന് കുറച്ച് അധികം എനർജി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ ഇടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് ആ ബാക്കിയുള്ള ഊർജ്ജം ഈ ചാടിപ്പോയ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അവരിൽ എന്തായിട്ട് പ്രത്യക്ഷപ്പെടും? കൈനറ്റിക് എനർജിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ബിക്കോസ് എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു, അതായത് ഇൻസിഡന്റ് ലൈറ്റിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനറിയാമോ? എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ 50 പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് mv² മാക്സ്. എന്നിട്ട് നമുക്ക് ഈ 50ക്ക് പകരം ഇങ്ങനെ കൊടുക്കാം, എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 കണ്ടോ പ്ലസ് കൈനറ്റിക് എനർജി മാക്സ്. എച്ച് ന്യൂ 0 എന്താണെന്നറിയാമോ? അത് തന്നെയാണ് വർക്ക് ഫംഗ്ഷൻ. അവിടെ നിങ്ങൾ കണ്ടോ ന്യൂ 0. ഇവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദി സിമ്പിൾ. സിമ്പിളുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ന്യൂ എന്താ? ന്യൂ എന്ന് വിളിക്കുന്നത് വന്ന് വീഴുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയാണ്. മോനെ ന്യൂ 0 എന്താണെന്നറിയാമോ? ന്യൂ 0 എന്ന് വിളിക്കുന്നത് മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു എമിറ്റ് ഇലക്ട്രോൺസ് ആണ്. മിനിമം വേണ്ടുന്ന ഫ്രീക്വൻസി. അതിനൊരു പേര് വിളിച്ച് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, ത്രഷോൾഡ് ഫ്രീക്വൻസി. അതിനെ വിളിച്ച പേരാണ്
ത്രഷോൾഡ് ഫ്രീക്വൻസി. എന്താ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നറിയാമോ? ഏതൊരു ഫ്രീക്വൻസിയിലുള്ള പ്രകാശം വന്ന് വീണാലും അവിടെ എമിഷൻ നടക്കൂല. ഒരു മിനിമം ഫ്രീക്വൻസിക്ക് താഴെയാണെങ്കിൽ എമിഷൻ ഉണ്ടാവില്ല. ആ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനെ വിളിക്കുന്നവരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. സോ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ റെഡിയാണ്. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ റെഡിയാണ്. h nu = h nu 0 + k max. അടുത്തതൊരു ചോദ്യം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. യെസ്, ഇതിലെന്താണ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കണതെന്നാണ് ചോദ്യം. ഫോളോയിങ് ഗ്രാഫ് ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. വിച്ച് ക്യാരക്ടറൈസ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രകാശത്തിൻ്റെ 2 ടേമുകൾ പരിഗണിക്കാം. ഒന്ന് ഇൻറ്റൻസിറ്റിയും ഒന്ന് ഫ്രീക്വൻസിയും. എന്തൊക്കെയാ? ഇൻറ്റൻസിറ്റിയും നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ ടേം ഫ്രീക്വൻസിയും. നിങ്ങൾ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ അവിടെ കൂടുന്നത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ കൂടുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. പക്ഷേ പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ, നിങ്ങൾ ആലോചിക്കുക, വരുന്ന പ്രകാശത്തിന് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഇവൻ വന്നിടിക്കും. അതായത് ഫോട്ടോൺസ്, പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോണുകളാണ്. ഈ ഫോട്ടോണുകൾക്ക് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ താരതമ്യേന അവർക്ക് എനർജി കൂടുതലായിരിക്കും. ഇവൻ വന്ന് നമ്മുടെ സബ്സ്റ്റൻസിൽ വന്നിടിക്കുമ്പോൾ ഈ എടുത്ത് ചാടിപ്പോകുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, അവന്മാർക്ക് കൈനറ്റിക് എനർജി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടിയാൽ കൂടുന്ന ടൈം എന്താ? കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. മനസ്സിലാക്കുക, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത് മക്കളെ. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുക. പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ ഫോട്ടോ കറണ്ടിന് ഒന്നും സംഭവിക്കില്ല, ഫോട്ടോ കറണ്ട് മാറില്ല. പക്ഷേ എന്ത് കൂടും? എമിറ്റ് ചെയ്യപ്പെടുന്ന കൈനറ്റിക് എനർജി കൂടും. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്താൻ നിങ്ങളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമല്ലോ. എനർജി സ്പീഡിന് പോകുന്ന, ഭയങ്കര സ്പീഡിന് പോവുക ഇലക്ട്രോൺസ്, ഇവനെ നമുക്ക് പിടിച്ചു നിർത്തണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അങ്ങോട്ടൊരു വർക്ക് ചെയ്യണം. ആ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഇത് കണ്ടോ, EV0. ഇത് എവിടുന്നാണ് വന്നതെന്നറിയാം? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. യെസ്, അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്താ? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. കണ്ടോ, പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്യൂവിന് അവിടെ എന്ത് കൊടുത്തത് മക്കളെ? E എന്ന് കൊടുത്തത്. പൊട്ടൻഷ്യലിന് കണ്ടോ V0 എന്ന് പറഞ്ഞാൽ ഈ ഇടിച്ചു പോകുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്നവരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ V0 ആണ് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അഥവാ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ഈ ഗ്രാഫിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. എല്ലാവരും എൻ്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടോളൂ. വരുന്ന പ്രകാശത്തിന്, വന്നു പതിക്കുന്ന പ്രകാശത്തിന് ഫ്രീക്വൻസി കൂടി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി അങ്ങോട്ട് കൂടി, ഇൻക്രീസ് ചെയ്തു. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ചാടിപ്പോകുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പിടിച്ചു നിർത്താൻ പാടുപെടും. അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുകയെന്നറിയാമോ? പൊട്ടൻഷ്യൽ, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, ശക്തമായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതായത് ഉയർന്ന കൈനറ്റിക് എനർജി പോകുന്ന ഇലക്ട്രോണിനെ നിങ്ങൾ ചുമ്മാ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഉയർന്ന കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോണിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ഉയർന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കണമെന്നേ. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കി, ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയേ. എല്ലാ ഗ്രാഫും ഇവിടെ വന്ന് നിൽക്കുക കണ്ടോ. എന്ന് പറഞ്ഞാൽ ഈ 3 ലൈറ്റിനും മക്കളെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്, കണ്ടോ. അപ്പോൾ പിന്നെ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടായിരിക്കണമല്ലോ. ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരുന്നുവെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയല്ല വരേണ്ടത്. ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരുന്നുവെങ്കിൽ ഓരോ ഫ്രീക്വൻസിക്കും ഓരോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വന്ന് നിന്നേനെ, കണ്ടോ. ഓരോ ഫ്രീക്വൻസിക്കും ഓരോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വന്നേനെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 3 ഗ്രാഫിനും ഒറ്റ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിൻ്റെ അർത്ഥം എന്താ? ഈ 3 ലൈറ്റിനും എന്ത് സെയിം ആയതുകൊണ്ടാണ്? ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ചോദ്യം, ഇനി ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ തന്നെ നിങ്ങളുടെ ഉത്തരവ് അങ്ങോട്ട് പറഞ്ഞോ. വിച്ച് ക്യാരക്ടറൈസ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എഴുതിക്കോ. ഫ്രീക്വൻസി. എന്തുകൊണ്ടാണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിയിട്ടില്ല. ഓക്കെ ആണല്ലോ. ഡിഫൈൻ ദി ടേംസ് വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇതും കൂടെ കണ്ടിട്ടാണ് നേരത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് വർക്ക് ഫംഗ്ഷൻ? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ഇലക്ട്രോൺ. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകളെ ഇടിച്ച് വെളിയിൽ കളയാൻ ആവശ്യമായ മിനിമം എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വർക്ക് ഫംഗ്ഷൻ. ഒന്നും നോക്കണ്ട, ഏറ്റവും മിനിമം എനർജി. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ സോഫ്റ്റ് മെറ്റൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ് മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ്, സീഷ്യം, പൊട്ടാസ്യം, സോഡിയം, ഇങ്ങനെയുള്ള സോഫ്റ്റ് മെറ്റലുകൾക്ക് വർക്ക് ഫംഗ്ഷൻ വളരെ കുറവാണ്. അതേസമയം ഏറ്റവും ഉയർന്ന ഒരു വർക്ക് ഫംഗ്ഷനുള്ള ഒരുത്തനുണ്ട്. ആരാന്നറിയാമോ? പ്ലാറ്റിനം. 5.65 EV ആണ് അവൻ്റെ വർക്ക് ഫംഗ്ഷൻ. വളരെ കൂടുതലാണ്, 5.65 EV. അവനൊന്നും ഒരിക്കലും എമിറ്റ് ചെയ്യൂല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇവനൊന്നും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാണിക്കൂല. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ശക്തമായി കാണിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നറിയാമോ?
നമ്മുടെ ആൽക്കലി മെറ്റൽസ് ആണ്. സീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഒക്കെ. അതിൽ തന്നെ ഈ സീഷ്യം ഒക്കെ ഉണ്ടല്ലോ, ഈ ലിഥിയം, സീഷ്യം പോലുള്ള ആൾക്കാരുണ്ടല്ലോ മക്കളെ, അവർക്ക് വർക്ക് ഫംഗ്ഷൻ കുറവായതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ ചോദിക്കുന്നതാണ്, ഓരോ മാർക്ക് കളയരുത്. വർക്ക് ഫംഗ്ഷൻ കുറവായതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ വെറും സൺലൈറ്റ് ഉണ്ടല്ലോ, സൂര്യപ്രകാശം വന്ന് വീണാൽ പോലും യവന്മാർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാണിക്കുന്നേ. ആരൊക്കെയാ? ഈ ലിഥിയം, സീഷ്യം പോലുള്ള സോഫ്റ്റ് മെറ്റലുകൾ നമ്മുടെ സൂര്യപ്രകാശത്തിൽ പോലും എന്ത് കാണിക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഗീവ്സ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അണ്ടർ നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ആരൊക്കെയാ? ലിഥിയം, പൊട്ടാസ്യം, ഇവരൊക്കെയാണ്. ലിഥിയവും സീഷ്യമാണ് കോമൺലി കാണിക്കുക. ഇതിന് മേലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടിയ വളരെ ഊർജ്ജം കൂടിയ ലൈറ്റ്, ഇപ്പം പറഞ്ഞാൽ ലേസറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അലൂമിനിയം ഒക്കെ എടുക്കുകയാണ്. അലൂമിനിയം പോലുള്ള വസ്തുക്കളൊന്നും ഇത്തരം വിസിബിൾ ലൈറ്റിലൊന്നും ഫോട്ടോ ഇലക്ട്രിക് എമിഷനൊന്നും കാണിക്കില്ല. അവർക്കൊക്കെ എന്ത് കൂടുതലാണ്? വർക്ക് ഫംഗ്ഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, ഡിറൈവ് ദി ഫോർമുല ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ആദ്യം തന്നെ ഒരു ചോദ്യം കണ്ടോ, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്താണ് മക്കളെ? ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹി ഡീൽസ് വിത്ത് മാറ്റർ വേവ്സ്. അതായത് ഒരു വസ്തുവിന് ഒരു മാസ് ഉണ്ടോ, ഒരു മാസ് ഉണ്ടെങ്കിൽ, ഒരു മൊമെന്റം ഉണ്ടെങ്കിൽ അതൊരു വേവ് ആണ്. അതിന് എന്തായിട്ട് കാണാം? നിങ്ങൾക്ക് ഒരു വേവ് ആയിട്ട് കാണാമെന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് മാറ്റർ വേവ്. അതിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ, റൈറ്റ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്നറിയാമോ? ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? E = mc². കണ്ടോ എന്ത് എളുപ്പം നോക്കി. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഐൻസ്റ്റീൻ പറഞ്ഞ എന്താ? E = mc². നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, എനർജി ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? hc/λ എന്ന് എഴുതാം നമുക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു സി കട്ട് ചെയ്ത് കളഞ്ഞോ? അപ്പം ലാംഡയുടെ ഇക്വേഷൻ പറഞ്ഞേ h/mc. എന്താ h/mc? മാസിൻ്റെ വെലോസിറ്റി എന്താ? മൊമെൻറ്റം. ആൻസർ ആയില്ലോ, എന്തിനാ പേടിക്കുന്നത്? ആയി. കണ്ടോ, ലാംഡ = h/p. ദാറ്റ് ഈസ് കോൾഡ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ലാംഡ = h/p = ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. പി എന്താ? മൊമെൻറ്റം. എച്ച് എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അത് വെച്ചൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ള കേട്ടോ, ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളതാണ്. ഞാനൊരു കുറുക്ക് വഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് കേട്ടിരുന്നോളൂ, കാണിച്ചു തരാം. നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്ന കുറുക്ക് വഴി തന്നെയാണ് കേട്ടോ. അല്ല, സാധാരണ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ ചെയ്യുമ്പോൾ +2 മാർക്ക് കിട്ടില്ല എന്ന് പറയാം. അങ്ങനല്ല, ഇതിന് മാർക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. കാൽക്കുലേറ്റ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ബൈ 100 വോൾട്ട്. ഇവരെന്തൊക്കെയോ വാല്യൂ തന്നിട്ടുണ്ടല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് പോവാണ്. എന്താണെന്ന് നോക്കിക്കോളൂ. 100 വോൾട്ട് കൊണ്ട് ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ നോക്കി, ½ mv². കൈനറ്റിക് എനർജിയാണ്. ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. കണ്ടോ, അത് തന്നെയാണല്ലോ അതിന് ലഭിക്കുന്ന വർക്ക്. അതാണല്ലോ ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ടോ, EV. കണ്ടോ എന്തെളുപ്പോ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു EV. E എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജ്. V എന്താ? നിങ്ങൾ അവനെ ആക്സിലറേറ്റ് ചെയ്യാൻ കൊടുത്ത പൊട്ടൻഷ്യലാണ് V. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേണ്ട എന്താ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ ഒരു ചെറിയ പണി ഒപ്പിക്കാം. ഇതേ നോക്കിക്കേ, mv² = 2eV. മക്കളെ നമുക്കേ ഒരു കാര്യം ചെയ്യാം. എന്താ അറിയാമോ? ഇത് ചെറിയ V, ഇത് വെലോസിറ്റിയുടെ വിയും ഇത് പൊട്ടൻഷ്യലിൻ്റെ V ആണ് കേട്ടോ. നമുക്കിവിടെ ഒരു m കൊണ്ടൊന്നും ഗുണിച്ചാലോ? അപ്പോൾ ഇവിടെ ഒരു m കൂടി ഇട്ട് കൊടുത്താൽ പോരെ. കണ്ടോ, യെസ്. അപ്പോൾ mv-യുടെ വാല്യൂ എന്താ? mv = √2eV. V പൊട്ടൻഷ്യലാണേ, m. കണ്ടോ, ഈ mv അല്ലേ മക്കളെ മൊമെൻറ്റം. കണ്ടോ, അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? √2eVm. ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വേണം. ലാംഡ = h/p. p എന്താ? √2eVm. ആൻസറായി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് നിങ്ങൾ ഈ H എന്ന സാധനം കണ്ടോ, അതൊരു കോൺസ്റ്റൻറ്റാണ്. ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, കോൺസ്റ്റൻറ്റാണ്. ഒന്നും നോക്കണ്ട. 2 കോൺസ്റ്റൻ്റ് ആണല്ലോ ഓൾറെഡി. m എന്താ? മാസ് ഓഫ് ഇലക്ട്രോൺ, കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റുകളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്താലേ ഇതിൻ്റെ ഉത്തരം എത്രയെന്ന് അറിയാമോ? 12.25 / √v ആങ്സ്ട്രോം യൂണിറ്റ് എന്നാണ് കേട്ടോ വരിക. കാരണം നമ്മൾ അവിടെ പവർ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആൻസർ എങ്ങനെ ചുരുങ്ങി നോക്കിയാൽ നിങ്ങൾ. അപ്പം നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഈ വാല്യൂ കൊണ്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എപ്പോഴും മാറുന്ന ഒന്നൊന്നല്ലോ. ഇലക്ട്രോണിൻ്റെ ചാർജും മാസും ഒന്നും H മാറൂല. അതുകൊണ്ട് അത് ഫിക്സ് ആയിട്ട് കിടന്നോട്ടെ. അങ്ങനെ ഇട്ടാൽ എനിക്ക് കിട്ടിയ ഉത്തരം കണ്ടോ, 12.25 / √v ആങ്സ്ട്രോം. ഈ പ്രോബ്ലത്തിൽ വിയുടെ വാല്യൂ എത്രയാണ് മക്കളെ? 100. അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരെ, ആൻസർ ആയില്ലേ? 12.25 / √100 എന്ന് വെച്ചാൽ 10 അല്ലേ? പക്ഷേ യൂണിറ്റ് ശ്രദ്ധിക്കുക, ആങ്സ്ട്രോം. സോ നിങ്ങളുടെ ആൻസർ 12.25 / 10. സോ യുവർ ആൻസർ ഈസ് 1.225 ആങ്സ്ട്രോം. 1.225. കണ്ടോ, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഇതിലേക്ക് നിങ്ങൾ വിയുടെ വാല്യൂ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ കിടക്കുന്ന ഇക്വേഷനകത്ത് ഇതെല്ലാം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ,
അപ്പോൾ നമ്മൾ ലാംഡയുടെ ഇക്വേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ 6 EV ആണ്. മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്ര? 6 EV ആണ്. 2 ഫോട്ടോൺ, 2 ഫോട്ടോൺ ഉണ്ട്. 4 EV വീതമുള്ള 2 ഫോട്ടോൺ. അപ്പോൾ നമ്മൾ വിചാരിക്കും 4 EVയും 4 EVയും കൂടെ ചേർന്ന മൊത്തം 8 EV ഇല്ലെന്ന്. നടക്കൂല മക്കളെ. എന്താ അറിയാമോ, ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ ഇടിച്ച് വെളിയിൽ കളയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. 2 ഫോട്ടോൺ ഒരുമിച്ച് വന്നിട്ടേ ഒരു ഇലക്ട്രോണിനെ പുറത്ത് ഇടിച്ചിട്ട് അവനെ എടുത്ത് വെളിയിൽ കളയാനൊന്നും കഴിയൂല. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഫോട്ടോണിന് എത്ര എനർജിയേ ഉള്ളൂ? വെറും 4 EV ഉള്ള 4 EV ഊർജ്ജം മാത്രമുള്ള ഒരു ഫോട്ടോൺ വന്നിട്ട് ഈ 6 EV വർക്ക് ഫംഗ്ഷൻ ഉള്ളത് എന്തോ കാണിക്കാനാ? ഒന്നും നടക്കൂല. എമിഷൻ നടക്കൂല. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം എന്താ? വിൽ ദി എമിഷൻ പോസിബിൾ? നമ്മുടെ ഉത്തരം നോ. എമിഷനൊന്നും അവിടെ നടക്കൂലെന്ന് എഴുതി വെക്കണം. എന്തുകൊണ്ടാ? ബിക്കോസ് 1 ഫോട്ടോൺ ക്യാൻ എമിറ്റ് ഓൺലി 1 ഇലക്ട്രോൺ. ഒരു ഫോട്ടോണിൽ എന്ത് ചെയ്യാൻ പറ്റൂ? അല്ലാതെ നിങ്ങൾ കയറി ഇങ്ങനെ പറഞ്ഞു കളയല്ലേ. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കളഞ്ഞു. അതാണ് ഞാനിത് വീണ്ടും പറയണേ. 4 4 8 ഇല്ലേ? അപ്പോൾ 8 EV ഉള്ള ഫോട്ടോൺ നടക്കൂല മക്കളെ. ഒരു ഫോട്ടോണിൻ്റെ ഊർജ്ജം കണക്കാക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എമിറ്റ് ചെയ്യണമെങ്കിൽ 6 EV എങ്കിലും വേണം. ഞാൻ പറഞ്ഞല്ലോ, മിനിമം എനർജി റിക്വയർഡ് ആണെന്ത്? മിനിമം വേണ്ടുന്ന എനർജിയാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ നോക്കി, ഒരു ഫോട്ടോണിൻ്റെ ഊർജ്ജം വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണ്. ഇപ്പം 2 അല്ല 3 അല്ല, ഇപ്പോൾ 10 ഫോട്ടോണിങ് വന്നു. ക്വസ്റ്റിനെ അങ്ങനെ പറയാം. 10 ഫോട്ടോൺ ഒരുമിച്ച് വന്നിട്ട് ഒരേ ഇലക്ട്രോണിനെ എടുത്ത് കളയാൻ പറ്റൂല. 10 ഫോട്ടോൺ വരുമ്പോൾ ഒരു ഫോട്ടോണിന് 4 EV. 10 എണ്ണം ഇല്ലേ? 40 EV ഇല്ലേ? 6 EVയേക്കാൾ കൂടുതലല്ലേ? നടക്കൂല. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോൺ. അപ്പോൾ വൈ എന്നതിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോണിൻ്റെ എനർജി എത്രയേ ഉള്ളൂ? ഇറ്റ് ഈസ് ലെസ് ദാൻ ദി വർക്ക് ഫംഗ്ഷൻ, സോ നോ എമിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഡി ബ്രോഗ്ലി വേവ് ലെങ്തിനെ പറ്റിയാണ് ചോദ്യം. ലാംഡ ഇ ആൻഡ് ലാംഡ പി. കണ്ടോ, ലാംഡ ഇ എന്താ? ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്തും ലാംഡ പി എന്താ? പ്രോട്ടോണിൻ്റെ വേവ് ലെങ്തും. സെയിം പൊട്ടൻഷ്യൽ വഴിയാണ് ആക്സലറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കൂടുതൽ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചോദിക്കുന്ന സ്ഥിരമായിട്ട്. ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നല്ലോ. എന്തായിരുന്നു ആ ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു h/√2m/e/v എന്ന് ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലാംഡയും മാസും തമ്മിലുള്ള ബന്ധം എന്താ? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ദി മാസ്. കണ്ടോ, അതേ ഇക്വേഷൻ്റെ വേറെ ആപ്ലിക്കേഷൻ നിങ്ങൾ വന്നത് കണ്ടോ? ലാംഡ പ്രൊപ്പോർഷണൽ ടു എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. അപ്പോൾ മാസ് കൂടിയാലേ വേവ് ലെങ്ത് അങ്ങോട്ട് കുറയും. കാരണം മാസ് കിടക്കുന്ന ഡിനോമിനേറ്ററിലാണ്. മാസ് കൂടിയ പാർട്ടിക്കിളിന് വേവ് ലെങ്ത് കുറവായിരിക്കുമെന്നേ. മാസ് കൂടിയ പാർട്ടിക്കിളിന് വേവ് ലെങ്ത് കുറവായിരിക്കും. നിങ്ങൾക്കറിയോ, ഇലക്ട്രോണിനാണോ പ്രോട്ടോണിനാണോ മാസ് കൂടുതൽ വെച്ചാൽ എന്തോ ചോദിക്കാനാ? പ്രോട്ടോണിനാ മാസ് കൂടുതൽ. 1840 ഇരട്ടി മാസ് ഉണ്ട് ആർക്ക്? പ്രോട്ടോണിന്. ഇലക്ട്രോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെവി സാധനമാണ് ആര്? പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോണിന് വേവ് ലെങ്ത് ഇച്ചിരി അങ്ങോട്ട് കുറയും. കാര്യം മനസ്സിലായോ? കാരണം മാസ് കൂടുതൽ ആർക്കാ? പ്രോട്ടോണിനാ. അവന് വേവ് ലെങ്ത് കുറയും. അപ്പോൾ ലാംഡ ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ ലാംഡ പ്രോട്ടോൺ. കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/മാസ്. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ. എന്തോ നോക്കാനാ? നമ്മൾ പറഞ്ഞല്ലോ ലാംഡ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? h/p. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? മൊമെൻറ്റം. p ഈസ് ഈക്വൽ ടു എന്ത് വരും? p ഈസ് ഈക്വൽ ടു h/λ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ ഒന്നും ഒഴിവാക്കി പോവല്ലേ. എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐൻസ്റ്റീൻസ് ഇക്വേഷനും എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നന്നായിട്ട് വർക്ക് ചെയ്ത് പോകേണ്ട ടോപ്പിക്കാണത്. വാട്ട് ഹാപ്പൻസ് ടു ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസ്ഡ്? നിങ്ങൾ തന്നെ പറഞ്ഞോ, എന്താ ഉത്തരം? മനസ്സിൽ നിങ്ങൾ പറഞ്ഞോളൂ, വിളിച്ചു പറഞ്ഞോളൂ ഉറക്കെ. എന്താ? ഞാൻ പറഞ്ഞല്ലോ ഉത്തരം. എന്താ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂട്ടണമെങ്കിൽ മക്കളെ ഇൻറ്റൻസിറ്റിയാണ് കൂട്ടണ്ടേ. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൂട്ടണ്ടേ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂട്ടിയാലേ ഫോട്ടോ കറണ്ട് കൂടത്തുള്ളൂ. നിങ്ങളിപ്പോൾ കൂട്ടാൻ പോകുന്നത് എന്താ? ഫ്രീക്വൻസി കൂടിയാൽ കൂടുന്നത് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയാണ്. മനസ്സിലായല്ലോ? ഞാനത് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. എത്രയോ തവണ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടിയാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി മാത്രമാണ് കൂടുക, ഫോട്ടോ കറണ്ട് കൂടൂല. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? വാട്ട് ഹാപ്പൻ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വെൻ? കണ്ടോ, ഫ്രീക്വൻസിയാണ് കൂട്ടിയത്. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടിയതുകൊണ്ട് ഞാൻ പറയാം ഉത്തരം ഇതാണ്. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കൂടും. പക്ഷേ ഫോട്ടോ കറണ്ട് കൂടുമെന്ന് ആരും വിചാരിക്കേണ്ട, കൂടൂല. കാരണം ഫോട്ടോ കറണ്ട് കൂടണമെങ്കിൽ പ്രകാശത്തിന്, കണ്ടോ, വാട്ട് ഹാപ്പൻ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. കണ്ടോ, ഫോട്ടോ കറണ്ട് കൂടണമെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടത് പ്രകാശത്തിൻ്റെ എന്താ? തീവ്രത, ഇൻറ്റൻസിറ്റിയാണ്, ഫ്രീക്വൻസി അല്ല. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഫ്രീക്വൻസി കൂട്ടിയെന്നല്ലേ ചോദ്യം. അപ്പോൾ ഉത്തരം എന്താ? നോ ചേഞ്ച് ഇൻ ഫോട്ടോ കറണ്ട്. പക്ഷേ വേറൊരു സാധനം മാറും. അതെന്താ? എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി മാറും. ഓക്കെ. ഒബ്റ്റൈൻ ദി എക്സ്പ്രഷൻ ഫോർ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ പ്രസൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് ദി ഡീകേ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ്.
അപ്പോൾ നമുക്കിവിടെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു നിയമം പറഞ്ഞു തരാം. റേഡിയോ ആക്ടിവിറ്റിയുടെ നിയമം എന്താണെന്നറിയാമോ? dN/dt, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. നമ്മൾ എഴുതാറില്ലേ dx/dt എന്നൊക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതാറില്ലേ? അതുപോലെ റേഡിയോ ആക്ടിവിറ്റിയിൽ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ബൈ ടൈം, അതാണ് dN/dt ഈസ് പ്രൊപ്പോർഷണൽ ടു. എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നറിയാമോ? n എന്ന് വിളിക്കുന്നത് അപ്പം, അതായത് അറ്റ് പ്രസന്റ് അവിടെ നിലനിൽക്കുന്ന ബാക്കിയുള്ള ആറ്റത്തിൻ്റെ എണ്ണമാണ് n. ഇനിഷ്യൽ ആറ്റത്തിൻ്റെ എണ്ണം n0 ആണ് കേട്ടോ. നമ്മൾ ടൈം 0 എടുത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ നമ്പർ ഓഫ് ആറ്റംസ് n0 ആണ്. പക്ഷേ n0 അങ്ങനെ നിൽക്കില്ല, കാരണം ഇത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, ഡീക്കേ ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ പറഞ്ഞുണ്ടോ, ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇത് നിയമമാണ്, ലോ ആണ്. റുദർഫോർഡ് സോഡി തിയറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഓർ ലോ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഞാനിവിടെ ഒരു കുഞ്ഞ് നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കും. എന്തിനാണെന്നറിയാമോ? റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ബാക്കി വരുന്ന പദാർത്ഥങ്ങളുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കുറവ് കാണിക്കാനാണ് മക്കളെ മൈനസ് കൊടുത്തത്. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്തിട്ട് കൊടുക്കാം? ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ അത് ആരാണെന്ന്? ലാംഡ എന്ന് വിളിക്കുന്ന ഡി കെ കോൺസ്റ്റൻ്റാണ്. ഇനി നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്താ വെച്ചപ്പോൾ dN/n - λ/dt. കണ്ടോ, എന്തിനാ എങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ? ഇൻ്റഗ്രേഷന് തയ്യാറായി നിൽക്കുക നമ്മുടെ ഇക്വേഷൻ. ഇൻ്റഗ്രേഷന് വേണ്ടി റെഡിയാക്കി ഇട്ടിരിക്കുക സാധനത്തിനെ. കണ്ടോ, ചുമ്മാ പിടിച്ചങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, ലെഫ്റ്റ് റൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. 1/n log n, log ടു ദ ബേസ് c ആണ് കേട്ടോ, - λt + c. കണ്ടോ, c എന്താ? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ സാധാരണ മാത്സിൽ ചെയ്യുന്ന ടെക്നിക്ക് എന്താ? ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഇനിഷ്യൽ കണ്ടീഷൻ എന്താ? ടൈമിന് 0 കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടൈമിന് 0 കൊടുത്തേ മക്കളെ, log n0 - λt. അത് 0 ആയി പോയി. കണ്ടോ, λt എന്താ? ടൈം 0 എന്നല്ലേ ഞാൻ പറഞ്ഞേ? ടൈം 0 ആവുമ്പോൾ ഈ n-ന് എന്ത് കൊടുക്കണം? ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ, ടൈം 0 ആണെങ്കിൽ പദാർത്ഥങ്ങളുടെ എണ്ണം എത്ര? n0. ആറ്റത്തിൻ്റെ എണ്ണം എത്ര? n0, ഇനിഷ്യൽ നമ്പർ ഓഫ് ആറ്റംസ്. സോ log n0 = c. കണ്ടോ, ഉത്തരം കിട്ടി. ആ c കൊണ്ടുവന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വന്നു നോക്കിയേ? log n - log n0 - λt. ആൻസർ ആയല്ലോ, log n/log n0, log n - log n0, log a - log b, log a/b, log a/b, ലോഗരിതം ടു ദ ബേസ് e ആണ് കേട്ടോ. ഞാൻ ln എന്ന് എഴുതുന്നത് അതുകൊണ്ടാണ്. n/n0 - λt. ഇനി ലോഗരിതം കളയാൻ ആൻറ്റി ലോഗരിതം എടുക്കുക. ആൻറ്റി ലോഗരിതം എടുക്കുമ്പോൾ നമ്മുടെ ആൻസറായി n/n0 - λtയുടെ ആൻറ്റി ലോഗരിതം e⁻ - λt. അവർ ചോദിച്ച ഉത്തരവായല്ലോ, അതേ കണ്ടോ. ഒബ്ടൈൻ ആൻ എക്സ്പ്രഷൻ ഫോർ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡി കെ കോൺസ്റ്റൻറ്റ്. ഞാൻ ചെയ്തല്ലോ. കണ്ടോ, നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻ്റ് ആണ് മക്കളെ n. കണ്ടോ, അപ്പോൾ n നിങ്ങൾക്ക് എന്ത് വന്നു നോക്കിയേ? n0 e⁻ λt. ഇതാണ് നിങ്ങളുടെ ആൻസർ. n എന്ന് വിളിക്കുന്നത് എന്താ? ഇപ്പോൾ ബാക്കിയുള്ള ആറ്റത്തിൻ്റെ എണ്ണമാണ്. n0 എന്താ? ഇനിഷ്യൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ചെറിയ 2 സ്റ്റെപ്പ് എഴുതിയാൽ നമുക്ക് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഈ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഇൻ്റഗ്രേഷൻ, ലോ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റുദർഫോർഡ് സോഡി തിയറി, റുദർഫോർഡ് ആൻഡ് സോഡി തിയറി എന്നുകൂടി അതറിയപ്പെടും. ആ ഇക്വേഷനെ തന്നെ റീഅറേഞ്ച് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. വേറെ ഒന്നും ചെയ്യാനില്ല, റീഅറേഞ്ച് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് c ഇട്ട് കൊടുത്തു, അതിൽ ഇനിഷ്യൽ ലിമിറ്റ് ഇട്ട് കൊടുത്തപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. തിരിച്ച് വീണ്ടും അതേ c കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, log a/b ഫോർമുല ഇട്ട് കൊടുത്തു, ആൻസർ കിട്ടി. ഓക്കെ, വാട്ട് ഈസ് മീനിങ് ഓഫ് മാസ് ഡിഫക്റ്റ്? മോനെ, മാസ് ഡിഫക്റ്റിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടല്ലോ, ന്യൂട്രോൺസും ഉണ്ടായിരിക്കും, പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. നമ്മളൊരു ന്യൂക്ലിയസിനെ ഇളക്കി മാറ്റുക, പിച്ചി മാറ്റിയെടുക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസിനകത്ത് നിന്ന് കുറച്ച് പ്രോട്ടോണിനെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു, കുറച്ച് പ്രോട്ടോൺസിനെ മാറ്റി വെച്ചു, ന്യൂട്രോൺസിനെ മാറ്റി വെച്ചു. ഇതിൻ്റെ എല്ലാം മാസ് സെപ്പറേറ്റ് ചെയ്തൊന്ന് മെഷർ ചെയ്യുക, പ്രത്യേകം മെഷർ ചെയ്യുക. അപ്പോൾ ഞാൻ പ്രത്യേകം മെഷർ ചെയ്തപ്പോൾ എനിക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ എടുത്താൽ മതി, ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണും ഇൻറ്റു. കണ്ടോ, ഒരു പ്രോട്ടോണിൻ്റെ മാസാണ് mb എങ്കിൽ ടോട്ടൽ പ്രോട്ടോണുകളുടെ മാസ് എത്രയാണ്? ഇസഡ് ഇൻറ്റു mb പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? a - ഇസഡ് ഇൻറ്റു ഒരു ന്യൂട്രോണിൻ്റെ മാസാണ് mn. കണ്ടോ, ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താ? ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും സെപ്പറേറ്റഡ് മാസാണ്. ഇവന്മാരെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെക്കുന്നതാണല്ലോ ന്യൂക്ലിയസ്. അങ്ങനെ നമ്മളുണ്ട് ഇവന്മാരെ കൊണ്ടുവന്നിട്ട് ഈ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ എല്ലാം കൂടെ ചവിട്ടി കൂട്ടി ന്യൂക്ലിയസിനകത്താക്കി പൊതിഞ്ഞ് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ന്യൂക്ലിയസിൻ്റെ മാസ് മെഷർ ചെയ്തപ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ? ന്യൂക്ലിയസിൻ്റെ മാസ് ഇതിനേക്കാൾ കുറവാണ്. നമുക്ക് ശരിക്കും അങ്ങനെയല്ലേ വരേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് വരേണ്ടത് എന്താ? ഈ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന മാസും ഇവരെ ഒരുമിച്ചൊരു ചാക്കിൽ കെട്ടി വെച്ചാലുള്ള മാസും സെയിം ആവണ്ടേ? വരുന്നില്ലാന്നേ. എന്താ പറ്റിയെന്നറിയാമോ? അവിടെ ഒരു മാസ് ഡിഫറൻസ് കാണും. എന്ത് പറ്റിയതാണെന്ന് മനസ്സിലായോ? ആ മാസ് എന്താണെന്നറിയാമോ? ആ മാസാണ് മക്കളെ ഈ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂക്ലിയസിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാൻ ഒരു ഊർജ്ജം വേണമല്ലോ.
ദാറ്റ് ഈസ് കോൾഡ് ബൈൻഡിങ് എനർജി. ആ ബൈൻഡിങ് എനർജി ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ മാസ് എന്തായി മാറി? ബൈൻഡിങ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടു. ആ ഡിഫറൻസ് വന്ന മാസിനെ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എവിടെ പോയി? ആ മാസ് ഡിഫക്റ്റ് ആണ് ഊർജ്ജമായി മാറിയതും ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂക്ലിയസിനകത്ത് ഇവന്മാരെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. എന്ത് എളുപ്പമെന്നറിയാമോ? ഇതൊരു പ്രോബ്ലം വന്നതാ, H12 + H12. അപ്പം നിങ്ങൾ നോക്കുക, H12ൻ്റെ മാസ് എടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോളൂ, 2 H12 ഉണ്ട്. അപ്പോൾ 2.014102 പ്ലസ് അഗെയിൻ 2.014102. നിങ്ങൾക്ക് ഇതിൻ്റെ ആഡ് ചെയ്ത ആൻസർ കിട്ടും. കണ്ടോ, ഇത്രയും വന്നു. ഇനി ഇതിൻ്റെ ഒബ്റ്റൈൻ ചെയ്ത റിസൾട്ട് എന്താ? H24. അതിൻ്റെ മാസ് എത്രയല്ലേ? അപ്പം നിങ്ങൾ നോക്കുക, ഇതിൽ നിന്നും ഇതിലേക്കൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. കണ്ടോ, അതായത് നിങ്ങൾ കെമിക്കൽ ഫോമിൽ എഴുതും പോലെ റിയാക്റ്റൻസും പ്രൊഡക്ട്സും തമ്മിൽ മാസിൽ വ്യത്യാസം കാണിക്കുക. ആ വ്യത്യാസം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ മാസിൽ നിന്നും റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏത് കുറയ്ക്കണം? പ്രൊഡക്റ്റിൻ്റെ മാസിൽ നിന്ന് റിയാക്റ്റൻസിൻ്റെ മാസും കൂടെ നമ്മളിവിടെ എടുത്തിട്ടല്ലോ. പ്രൊഡക്റ്റിൻ്റെ മാസം എന്താ? H24 അല്ലേ? അപ്പോൾ എത്ര വരും മോനെ? 4.0026. നിങ്ങൾ നോക്കിയോ, അവിടെ ഒരു ചെറിയ ഡിഫറൻസ് വന്നില്ലേ? മാസ് സംതിങ് 0.02 സംതിങ്ങേ വരുന്നുള്ളൂ. ആ ചെറിയ മാസ് എന്തായി മാറി? ഊർജ്ജമായി മാറി. ആ ഊർജ്ജം എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് കിട്ടിയ ആ ചെറിയ മാസിനെ ഞാനിവിടെ Δm എന്ന് കൊടുക്കുന്നു. ഇൻറ്റു, കണ്ടോ, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എത്ര ഊർജ്ജമാണ്? 931 MeV ആണ്. ഒരു AMU എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് വന്ന മാസിനെ നിങ്ങൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 931 MeV കൊണ്ട് ഗുണിച്ചാൽ നിങ്ങളുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? 931 MeV കൊണ്ട് ഗുണിച്ചാൽ നിങ്ങളുടെ ആൻസറായി. ഓക്കെ, എനർജി ബാൻഡ് ഇൻ സോളിഡ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് വാലൻസ് ബാൻഡ്? വാട്ട് ഈസ് കണ്ടക്ഷൻ ബാൻഡ്? വാട്ട് ഈസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? എല്ലാത്തിനും കൂടെ ഒറ്റ ഉത്തരവ് പറയാൻ പോകുന്നത്. ഇതെല്ലാം വന്ന ചോദ്യങ്ങളാണ്, പല തവണയായിട്ട് വന്ന ചോദ്യങ്ങളാണ്. എനർജി ബാൻഡ് ഇൻ സോളിഡ് എന്താണ്? എന്താണ് വാലൻസ് ബാൻഡ്? എന്താണ് കണ്ടക്ഷൻ ബാൻഡ്? എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? നോക്കിക്കോളൂ മക്കളെ, നമ്മുടെ ഒരു ആറ്റത്തിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. വാലൻസ് ഇലക്ട്രോണുകൾക്ക് കൈവശം വെക്കുന്ന, അവർ പൊസസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. അതായത് ഔട്ടർ ഇലക്ട്രോൺസുകൾക്കുള്ള എനർജിയുടെ ആ ഒരു ബാൻഡിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. ഈ വാലൻസ് ബാൻഡിൽ നിന്നും ഫ്രീ ആവുന്ന ഇലക്ട്രോണുകൾ, അതായത് ഫ്രീ ഇലക്ട്രോണുകൾ, ന്യൂക്ലിയസിൻ്റെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അവരാണ് വൈദ്യുതി ഒഴുകാൻ കാരണമാവുന്നത്. അവരെ നമ്മൾ വിളിക്കുന്നത് കണ്ടക്ഷൻ ഇലക്ട്രോണുകളാണ്. അവരുടെ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടോ, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. കണ്ടോ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. നമുക്കൊരു വസ്തു വൈദ്യുതിയുടെ ചാലകം, വൈദ്യുതി കടത്തിവിടുന്ന ആളാണെങ്കിൽ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കണം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അപ്പം നമുക്ക് നോക്കാം അത് സാധിക്കുമ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, വാലൻസ് ബാൻഡ് ഞാൻ പറഞ്ഞു, എനർജി ബാൻഡ് ഇൻ സോളിഡ് പറഞ്ഞു, വാലൻസ് ബാൻഡ് എന്താന്ന് പറഞ്ഞു, കണ്ടക്ഷൻ ബാൻഡ് എന്താന്ന് പറഞ്ഞു, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്നും പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത്തരം ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ടോ, 2 അഡീഷണൽ പോയിന്റ് കൂടി പറയുന്നു. കണ്ടോ, ഈ വസ്തുവിനെ നിങ്ങൾ നോക്കിക്കേ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടെ ഓവർലാപ്പ് ചെയ്തിരിക്കുക. എന്താ പറ്റുക? വാലൻസ് ബാൻഡിലുള്ള ആർക്കും നേരെ എങ്ങോട്ട് ചെന്ന് കയറാം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചെന്ന് പ്രവേശിക്കാൻ സാധിക്കും. എന്ന് പറയാം എനർജി ഗ്യാപ്പ് 0, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 0. ഇവരെ നമ്മൾ വിളിക്കും, ഒന്നും നോക്കണ്ട, അവന്മാരെ കണ്ണും പൂട്ടി വിളിച്ചോ, കണ്ടക്ടേഴ്സ്. വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണ് അവന്മാരെ, നിങ്ങൾ വിളിച്ചോ കണ്ടക്ടേഴ്സ്. ഇനി അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ചിലർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡയമണ്ടിൻ്റെ എനർജി ഗ്യാപ്പ് മക്കളെ 6 EV എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ആർക്കും ചാടി കണ്ടക്ഷൻ ബാൻഡിൽ പോകാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഒരു സാഹചര്യത്തിലും വൈദ്യുതിയെ കടത്തി വിടൂല. അപ്പം നിങ്ങൾ ആലോചിച്ചോക്കെ, ഇൻസുലേറ്ററുകൾ എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ഇൻസുലേറ്റേഴ്സിന് എനർജി ഗ്യാപ്പ് എത്ര വരെ വരും? 6 EV വരും. കണ്ടോ, അതേസമയം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ്. അതായത് എനർജി ഗ്യാപ്പ് 0 അല്ല, എന്നാൽ ഇത്രത്തോളം കൂടുതലുമല്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിലിക്കണിൻ്റെ എനർജി ഗ്യാപ്പ് എത്രയെന്ന് അറിയാമോ? വെറും 1.21 EV ഉള്ളൂ. ചെറുതാ, ഉണ്ട്, എന്നാലും കുറവാണ്. ഇതാണ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും എന്താ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡോപ്പിംഗ് എന്ന പ്രോസസ്സ് അറിയാമല്ലോ. ഡോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സെമി കണ്ടക്ടറിനെ കണ്ടക്ടറുകളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇമ്പ്യൂരിറ്റി ഇങ്ങനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് എൻ ടൈപ്പ് ഡോപ്പിംഗ്. എൻ ടൈപ്പ് ഡോപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. എൻ ടൈപ്പ് ഡോപ്പിംഗ് എന്താണെന്ന് ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം.
മോനെ ഇത് ഇമ്പ്യൂരിറ്റി ആറ്റമാണ്. ഇത് എന്താണ്? ഇമ്പ്യൂരിറ്റി ആറ്റമാണ്. എൻ ടൈപ്പ് ഡോപ്പിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമ്പ്യൂരിറ്റി 15ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. 15ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ എൻ ടൈപ്പ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണം. എൻ ടൈപ്പിൽ നിങ്ങൾ ചെയ്യുക, നമ്മുടെ സിലിക്കണും ജെർമേനിയും എടുക്കുക. സിലിക്കണും ജെർമേനിയും നിങ്ങൾക്കറിയാം 14ാമത്തെ ഗ്രൂപ്പുകാരാണല്ലോ, അവരാണ് സെമി കണ്ടക്ടേഴ്സ്. അവർക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇവരുടെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എവിടെ നിന്നാണെന്നറിയാമോ? 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഇമ്പ്യൂരിറ്റിയെ കൊണ്ടുപോകാം. 15ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരാ? 15ാമത്തെ ഗ്രൂപ്പ് ആരാ? ആഴ്സനിക്ക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഇവരെ കൊണ്ടുപോകാം. അപ്പോൾ ആഴ്സനിക്കും ആൻറ്റിമണിയും ബിസ്മത്തും പോലുള്ള കൊണ്ടുവരുമ്പോൾ അവർക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? അവർ 15ാമത്തെ ഗ്രൂപ്പ് അല്ലേ? പെൻഡാവാലൻ്റ് ആണ്. പെൻഡാവാലൻറ്റ്. നമ്മുടെ സിലിക്കണും ജെർമേനിയും ഒക്കെ എന്താ? ടെട്രാവാലൻറ്റ്. മറ്റോമാരോ 15ാമത്തെ ഗ്രൂപ്പുകാരോ പെൻഡാവാലൻറ്റ്. 5 വാലൻസ് ഇലക്ട്രോൺ. നിങ്ങളൊന്ന് കൂട്ടി നോക്കി, ഇവർ തമ്മിൽ ഷെയറിങ്, ഇലക്ട്രോണോ ഷെയർ ചെയ്യും. മക്കളെ 5ഉം 4ഉം എത്രയാ? 9. 5ഉം 4ഉം 9. എത്ര പേർക്ക് ഇരിക്കാനേ കസേര കിട്ടൂ? 8 ഇലക്ട്രോൺസിന് ഇരിക്കാനുള്ള കസേരയെ കിട്ടും. എന്തുകൊണ്ടാണ്? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ അധികം വന്ന ഒരു ഇലക്ട്രോൺ എന്തോ ചെയ്യും? അവനിരിക്കാൻ കസേര ഇല്ലാത്തത് കൊണ്ട് അവൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. അവൻ വൈദ്യുതിയുടെ ചാലകമായി മാറും. അവൻ വൈദ്യുതിയെ കടത്തിവിടുന്നു. അവനാണ് വൈദ്യുതിയെ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രീ ആയത് ഇലക്ട്രോൺ ആണല്ലോ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 14ാമത്തെ ഗ്രൂപ്പ് പ്ലസ് 15ാമത്തെ ഗ്രൂപ്പ്, 4 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് 5 വാലൻസ് ഇലക്ട്രോൺ, 5ഉം 4ഉം 9. ഒരെണ്ണം ഫ്രീ ആയി. ഇലക്ട്രോൺ ഫ്രീ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ടൈപ്പ് ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കാനേ? നെഗറ്റീവ് ടൈപ്പ് ഡോപ്പിംഗ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞതിന് പകരം നിങ്ങൾ 13ാമത്തെ ഗ്രൂപ്പിലെ ഇമ്പ്യൂരിറ്റി എടുക്കുക. 13ാമത്തെ ഗ്രൂപ്പ് ഇമ്പ്യൂരിറ്റി. ഇപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടിങ് ആറ്റമായ 14th ഗ്രൂപ്പിലുള്ള സിലിക്കണും ജെർമേനിയവും അവർക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ്? 4 ഇലക്ട്രോൺ ആണ്. ഇവരെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് മക്കളെ 13th ഗ്രൂപ്പ് ഇമ്പ്യൂരിറ്റിയാണ്. 13th ഗ്രൂപ്പ് ആകുമ്പോൾ ആരൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവർക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ്? 3 ഉള്ളൂ. ഓ, ഇവിടെ പ്രശ്നമാണല്ലോ. 4, 3, 7 ആവുന്നുള്ളൂ. ഒരെണ്ണം ഇല്ല, മിസ്സിങ്ങാ. ദാറ്റ് ഈസ് കോൾഡ് എ ഹോൾ. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ഹോൾ എന്നാ വിളിക്കുക. ഹോൾ ഈസ് കൺസിഡർ ആസ് എ പോസിറ്റീവ് ചാർജ്. ഹോളിനെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? ഒരു പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിച്ചത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിച്ചത്. കാരണം ഡോപ്പിങ്ങിന്റെ ഫലമായിട്ട് അവിടെ ഫ്രീ ആയത് പോസിറ്റീവ് ചാർജ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് പി ടൈപ്പ് ഡോപ്പിംഗ്. ഓക്കെ. ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. എന്താണ് ഫോർവേഡ് ബയാസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഡയോഡ് എടുക്കുക. ഡയോഡ് എടുത്തിട്ട് ഡയോഡിന്റെ 2 ടെർമിനലാണ്, പി സൈഡും എൻ സൈഡും. പി സൈഡിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, എൻ സൈഡിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഈ നെഗറ്റീവ് അതായത് ഈ നമ്മുടെ എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് അപ്പുറം പോകേണ്ടി വരും. കാരണം ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയാണ്. സോ അതിലൂടെ എന്തൊഴുകാൻ തുടങ്ങും? കറണ്ട് ഒഴുകാൻ തുടങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ഒരുപോലെ പഠിച്ചു വെച്ചോണ്ടോ. നെഗറ്റീവിൽ നെഗറ്റീവ്, പോസിറ്റീവിൽ പോസിറ്റീവ്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് അങ്ങനെ കുറഞ്ഞു വരും. ഫോർവേഡ് ബയാസ് ചെയ്ത ഡയോഡിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് അങ്ങനെ കുറഞ്ഞു വരും. റിവേഴ്സ് ബയാസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ച് കണക്ട് ചെയ്തോ മക്കളെ. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് അറിയുമോ? റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പി ടെർമിനലിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കണ്ടോ, തിരിച്ച് പിയിൽ നെഗറ്റീവ്, എന്നിൽ പോസിറ്റീവ്. കണ്ടോ ഇപ്പോൾ എന്താ പറ്റുകയെന്ന് അറിയാമോ? എന്നിലുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, നെഗറ്റീവ് എൻ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ ഇലക്ട്രോണുകളാണ്. അവനെ ഈ ബാറ്ററി പിടിച്ച് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദേ വിൽ മൂവ് അവേ ഫ്രം ദി ജംഗ്ഷൻ. അകന്നു പോവുകയും കറണ്ട് ഒഴുക്കുണ്ടാവില്ല. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? റിവേഴ്സ് ബയാസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പറഞ്ഞു. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ പിയിൽ പി, എന്നിൽ എൻ, അങ്ങനെ പഠിച്ചു. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ പിയിൽ എൻ, എന്നിൽ പി. ഫോർവേഡ് ബയാസിൽ കറണ്ട് ഒഴുകും, റിവേഴ്സ് ബയാസിൽ കറണ്ട് ഒഴുകില്ല. ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും, റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് റിവേഴ്സ് ബയാസിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ? മക്കളെ അല്പം മുമ്പ് ഞാൻ പറഞ്ഞു ഒരു ഡയോഡിൻ്റെ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിലും എൻ സൈഡിലും ഇവിടെ പ്ലസ് കൊടുക്കാനും ഇവിടെ മൈനസ് കൊടുക്കാനും ഞാൻ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇനി പറയുന്നു നിങ്ങൾ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. എന്താണെന്നറിയാമോ? നമ്മൾ ബേസിക്കലി ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പ്ലസും മൈനസും അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണ്ട. പി സൈഡിൽ ഹയർ പൊട്ടൻഷ്യലും എൻ സൈഡിൽ ലോവർ പൊട്ടൻഷ്യലും വന്നാൽ ഫോർവേഡ് ബയാസ്. ശ്രദ്ധിക്കുക, ഒന്നും കൂടെ വരയ്ക്കാം. പി സൈഡിൽ ഡയോഡിന് പി സൈഡുമുണ്ട് എൻ സൈഡുമുണ്ട്. ഡയോഡിൻ്റെ പി സൈഡിൽ ഒരു ഉയർന്ന പൊട്ടൻഷ്യലും എൻ സൈഡിൽ താഴ്ന്ന പൊട്ടൻഷ്യലും വന്നാൽ അത് ഫോർവേഡ് ബയാസ്. തിരിച്ചു വന്നാൽ കണ്ടോ, ഡയോഡിൻ്റെ പി സൈഡിൽ ലോ പൊട്ടൻഷ്യലും ഡയോഡിൻ്റെ എൻ സൈഡിൽ ഹൈ പൊട്ടൻഷ്യലും വന്നാൽ, തിരിച്ചു വന്നാൽ അത് റിവേഴ്സ് ബയാസ്. ഇവിടെ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് റിവേഴ്സ് ബയാസിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ? നമുക്ക് നോക്കാമല്ലോ.
റിവേഴ്സ് ബയാസിങ് ഏതാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. റിവേഴ്സ് ബയാസ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ഡയഗ്രാം നോക്കിയാൽ മോനെ, ഇവിടെ 0, ഇത് കണ്ടോ, ഇതാണ് പി സൈഡ്, ഇതാണ് എൻ സൈഡ്. കണ്ടോ, പിയിൽ ഉയർന്ന പൊട്ടൻഷ്യൽ, എന്നിൽ 0 എന്ന് പറയുന്ന +2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴ്ന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതെന്ത് ബയാസാ? ഫോർവേഡ്. നിങ്ങളടുത്ത് ഒരെണ്ണമേ ചോദിച്ചോളൂ, ഞാൻ 4 ചെയ്ത് കാണിക്കാൻ പോവാണ്. നിങ്ങളോട് ക്വസ്റ്റിനെ ചോദിച്ചാൽ ഒരെണ്ണമാണ്, ഞാൻ 4ന്റെ ഉത്തരം പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കണ്ടോ, പി സൈഡ് എൻ സൈഡ്. പിയിൽ നിങ്ങൾ നോക്കിയേ, +4ഉം എന്നിൽ എന്താ +1ഉം. +1 അല്ലേ കുറവ്, +4ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതും എന്ത് ബയാസ്? ഫോർവേഡ് ബയാസ്. അടുത്തതിലേക്ക് പോകുമ്പോനെ, ഇത് കണ്ടോ, പി സൈഡിൽ 0, എൻ സൈഡിൽ -1. അപ്പോൾ 0 അല്ലേ ഉയർന്നത്, നെഗറ്റീവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0 അല്ലേ ഉയർന്നത്. അതുകൊണ്ട് ഇതും എന്ത് ബയാസ്? ഫോർവേഡ് ബയാസ്. അടുത്ത നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ, ഡയോഡിൻ്റെ പിയിൽ -4 കുറവല്ലേ എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? -3ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, ഡയോഡിൻ്റെ എൻ സൈഡിൽ ലോ പൊട്ടൻഷ്യൽ, ഇവിടെ ലോ പൊട്ടൻഷ്യൽ, ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ? ഹൈ പൊട്ടൻഷ്യൽ. കണ്ടോ, യെസ്, ആളെ തിരിച്ചറിഞ്ഞു. പി സൈഡിൽ ലോ, എൻ സൈഡിൽ ഹൈ. കാരണം നിങ്ങൾ നോക്കണം, മൈനസ് ആണ് കേട്ടോ. -4ഉം -3ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതാണ് കൂടി നിൽക്കുക. സോ ഇതെന്ത് ബയാസാ? അത് റിവേഴ്സ് ബയസ്. അവരത് മാത്രമാണ് ക്വസ്റ്റിനിൽ ചോദിച്ചത്. റിവേഴ്സ് ബയസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അടുത്തത് LED കൺവേർട്സ്. LED എന്താ ചെയ്യുന്നത്? LED നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. LED എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്താക്കി തരും? പ്രകാശം തരാനാണ് നമ്മൾ LED ഉപയോഗിക്കുന്നത്. LED നമുക്ക് പ്രകാശം തരും ഇങ്ങോട്ട്. പക്ഷെ നമ്മൾ എന്ത് കൊടുക്കണം? ബാറ്ററി കൊടുക്കാതെ LED കത്തുവോ മക്കളെ? LEDക്ക് നിങ്ങൾ കറണ്ട് കൊടുക്കുക, പ്രകാശം തരും LED. കറണ്ട് കൊടുത്തോ, പ്രകാശം തരും LED. അതാണ് LED ഉപയോഗം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അതാണ് LED എന്ന് പറയുന്ന സംഭവം. ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് എക്സാമിന് വന്ന ചോദ്യം തന്നെയാണ്. ഇതിനകത്ത് നിങ്ങളൊരു റെസിസ്റ്റർ വരച്ചിരിക്കുന്നുണ്ടോ? അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഡയോഡിൻ്റെ ടെർമിനൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്ന കണ്ടോണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് ഗ്രൗണ്ടാടാ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? 0 വോൾട്ടാടാ. 0 വോൾട്ടാണ് മോനെ ഗ്രൗണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതല്ലേ പി സൈഡ്. പിയിൽ കണ്ടോ ഉയർന്ന പൊട്ടൻഷ്യൽ, പിയിൽ ഹൈ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ടെർമിനലിൽ ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്ത് ബയാസാ? ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസും പറയാനാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, പി സൈഡിൽ ഉയർന്ന പൊട്ടൻഷ്യൽ, എൻ സൈഡിൽ ലോ പൊട്ടൻഷ്യൽ. ഇതൊരു ഫോർവേഡ് ബയാസ്ഡ് ഡയോഡാ. അടുത്തത് നോക്കാം. പി സൈഡിൽ 0, എൻ സൈഡിൽ ഉയർന്ന പൊട്ടൻഷ്യൽ. തിരിഞ്ഞു പോയി കണ്ടോ, പി സൈഡിൽ ലോ പൊട്ടൻഷ്യലും എൻ സൈഡിൽ കണ്ടോ, ഇതാണ് എൻ സൈഡിൽ ഹൈ പൊട്ടൻഷ്യൽ. അത് റിവേഴ്സ് ബയാസാ. അടുത്ത നോക്കിയോ മോനെ, പി സൈഡിൽ -10, എൻ സൈഡിൽ 0 അല്ലേ, മൈനസിനേക്കാളും വലുത്. അപ്പോൾ ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. ഈ സൈഡ് എന്താ? ലോ പൊട്ടൻഷ്യൽ. യെസ്, അതെന്ത് ബയാസാ? നോക്കിയേ, ലോ പൊട്ടൻഷ്യൽ ഓൺ പി സൈഡ്, ഹൈ പൊട്ടൻഷ്യൽ ഓൺ എൻ സൈഡ്. അതും റിവേഴ്സ് ബയാസ്. അടുത്ത നിങ്ങൾ നോക്കിയേ, ഇത് കണ്ടോ, -5 അല്ലേ കൂടുതൽ. നമ്മൾ -12 എന്നും -5 എന്നും തന്നിരിക്കുന്നു. നമുക്കറിയാം -5 നെഗറ്റീവ് സംഖ്യ അല്ലേ. നെഗറ്റീവ് സംഖ്യ ആകുമ്പോൾ -5 കൂടുതലും -12 കുറവും. അപ്പോൾ ഇത് ഹൈ പൊട്ടൻഷ്യൽ, ഇത് ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ ഏതാ? ഇതെന്ത് ബയാസാ? ഇത് കറക്റ്റ് ഫോർവേഡ് ബയസ്. നമ്മൾ 4 ഐഡൻറ്റിഫൈ ചെയ്തു. ഫോർവേഡ് ഏതാ, റിവേഴ്സ് ഏതാ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. പി സൈഡ് ഓഫ് ദി ഡയോഡിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വരണം. പി സൈഡിൽ ഉയർന്ന പൊട്ടൻഷ്യൽ, എൻ സൈഡിൽ താഴ്ന്ന പൊട്ടൻഷ്യൽ. ഫോർവേഡ് ബയസ്. തിരിച്ചാണെങ്കിൽ റിവേഴ്സ് ബയസ്. വാട്ട് ഈസ് എ ഫോട്ടോ ഡയോഡ്? ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് എന്താ? ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്ന മക്കളെ, ഈ ഡയോഡ് ഇങ്ങനെ വച്ചിരിക്കുന്ന ഡയോഡിൽ പ്രകാശം വന്ന് വീഴണം. പ്രകാശം വന്ന് വീഴുമ്പോൾ ഇത് കൂടെ കറണ്ട് ഒഴുകും. ഇതിൽ നമുക്ക് കറണ്ട് കിട്ടും. ഈ കറണ്ടിനെ നമുക്കൊരു അമ്മീറ്റർ വെച്ചിട്ട്, ഒരു മൈക്രോ അമ്മീറ്റർ വെച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. വർക്കിംഗ് ഇത് തന്നെയാണ്. ഒരു മൈക്രോ അമ്മീറ്റർ വെച്ച് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയ കാര്യം അതിൽ ചെയ്യണം കേട്ടോ. ഇവൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ? ഈ പ്രകാശം വന്ന് വീഴുമ്പോഴല്ലേ അമ്മീറ്ററിൽ കൂടെ കറണ്ട് ഒഴുകൂ. പ്രകാശം വീഴുമ്പോഴല്ലേ കറണ്ട് ഒഴുകൂ. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാനാണ് ഈ സംഭവം ഉപയോഗിക്കുക. അവിടെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് യൂസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫോട്ടോ ഡയോഡ് എപ്പോഴും സർക്യൂട്ടിൽ വെക്കുമ്പോൾ റിവേഴ്സ് ബയാസ് ചെയ്ത് വെക്കണം. ഇത് കണ്ടോ, എന്നും പിയും ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. കണ്ടോ, എന്തിനാണെന്നറിയാമോ റിവേഴ്സ് ബയാസ് ചെയ്യുന്നത്? ഈ ബാറ്ററി കൊടുക്കുന്നത് എന്തിനാ? ഈ ബാറ്ററിക്ക് വേറെ പർപ്പസ് ഒന്നുമല്ല. ബാറ്ററിയുടെ പർപ്പസ് ഒന്നുമല്ല മോനെ. ഇവിടുന്ന് ഫ്രീ ആവുന്ന ഇലക്ട്രോൺ ഇല്ലേ, പ്രകാശം വന്ന് വീഴുമ്പോൾ അതിനെ പുറത്തെ സർക്യൂട്ടിൽ കൂടെ പുള്ള് ചെയ്ത് കൊണ്ടുവരണം. ഗൈഡ് ചെയ്ത് കൊണ്ടുവരണ്ടേ? അമ്മീറ്ററിൽ കൂടെ കൊണ്ടുവരണ്ടേ? അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇവന്മാരെ അട്രാക്ട് ചെയ്യാൻ ആരെങ്കിലും വേണം. അതിനാണ് നിങ്ങൾ എന്ത് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്? ബാറ്ററി. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ബാറ്ററി ഫോർവേഡ് ചെയ്ത് വെച്ചുകൂടെ എന്ന് ചോദിക്കാം. വെച്ചോ, ഒരു പ്രശ്നമില്ല. എന്താ സംഭവിക്കാമെന്നറിയാമോ? ഫോർവേഡ് ചെയ്ത് വെച്ചാൽ എന്താ, ലൈറ്റ് ഇല്ലെങ്കിലും അമ്മീറ്റർ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് എപ്പോഴും കണ്ടക്ട് ചെയ്യും. പ്രകാശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു ഫോട്ടോ ഡയോഡ് എപ്പോഴും എന്ത് ചെയ്തേ വെക്കാവൂ? റിവേഴ്സ് ബയാസ് ചെയ്തേ സർക്യൂട്ടിൽ വെക്കാവൂ. റിവേഴ്സ് ബയാസ് ചെയ്തേ വെക്കാവൂ. ഫോർവേഡ് ബയാസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയാം? ഈ ഡയോഡിൽ കൂടെ എപ്പോഴും കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്തിനാ?
ലൈറ്റ് വീണോ ഇല്ലയോ എന്ന് അറിയണം. ഇതിൽ ലൈറ്റ് എത്തുമ്പോഴാണ് കറണ്ട് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അത് തന്നെയാണ്. യൂസ്ഡ് ടു മെഷർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ബർഗ്ലർ അലാം എന്ന് കേട്ടിട്ടുണ്ടാവും. കള്ളന്മാരൊക്കെ വീട്ടിലൊക്കെ പ്രവേശിച്ചാൽ അലാം അടിക്കുന്ന സംവിധാനം. അതിലൊക്കെ ഇവൻ്റെ ഉപയോഗങ്ങളുണ്ട്. ഇവനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആരെയാ? ഫോട്ടോയുടെ. അതുപോലെ ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നലുകളുണ്ടല്ലോ, നമ്മൾ വാഹനങ്ങൾ കടത്തിവിടുന്ന ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽസ്, അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. അവർ 2-3 ആപ്ലിക്കേഷൻ, ഞാൻ ഇപ്പോൾ തന്നെ 3-4 പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞല്ലോ, പ്രകാശം വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് എന്ത് എമിറ്റ് ചെയ്യപ്പെടും? ഇലക്ട്രോസ്. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതെന്താ? ഡയോഡ് എമിഷൻ ആണെന്നുള്ളൂ. ഇവിടെ എമിറ്റ് ചെയ്യുന്ന ആരാ? ഡയോഡാ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഈ ഗേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഗേറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഓഫ് ദി കോമ്പിനേഷൻ, ഇതിൻ്റെ ട്രൂത്ത് ടേബിളും വരയ്ക്കണം. വളരെ സിമ്പിളാണ് മോനെ. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? നാൻഡ് ഗേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, നാൻഡ് ഗേറ്റ് ആണ് ഈ കാണുന്നത്. നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും പരസ്പരം കണക്ട് ചെയ്താൽ അതെന്ത് ഗേറ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയാമോ? നോട്ടായിട്ട് വർക്ക് ചെയ്യും. ഓർക്കുക, ഇത് പഠിച്ചു വെച്ചോളൂ നിങ്ങൾ. നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ നോട്ടാവും. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന റെഡ് കളർ ബോക്സിൽ കാണുന്ന ആ ബോക്സ് ഉണ്ടോ? ആ ബോക്സ് ഉണ്ടോ? അത് നോട്ട് ഗേറ്റാണ്. അപ്പോൾ നിങ്ങൾ എ എന്നുള്ള വാല്യൂ അവിടെ കൊടുത്താൽ ഇവിടെ വരിക എ കോംപ്ലിമെൻറ്റാണ്. കാരണം നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, കോംപ്ലിമെൻ്ററി ഗേറ്റ് എന്ന് അവനെ വിളിക്കുക. കൊടുക്കുന്ന വാല്യൂവിനെ കോംപ്ലിമെൻ്റ് ആക്കി തരും. നിങ്ങളിവിടെ ബി കൊടുത്തു, ഇത് നോട്ട് ഗേറ്റ് ആണ്, കണ്ടോ? ഇതും ഒരു നോട്ട് ഗേറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബി കോംപ്ലിമെൻറ്റ്. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഇതൊരു നാൻഡ് ഗേറ്റ് ആണേ. നാൻഡ് ഗേറ്റിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോംപ്ലിമെൻ്റ് ആക്കി തരുന്ന ആളാണ് നാൻഡ് ഗേറ്റ്. നിങ്ങൾ രണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ, നാൻഡ് ഗേറ്റിൻ്റെ വർക്കിംഗ് ഞാൻ പറയുന്നു, 2 വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോൾ നാൻഡ് ഗേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് കോംപ്ലിമെൻ്റ് എടുത്ത് തരും. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ? എ കോംപ്ലിമെൻ്റ് ഇൻറ്റു, സോറി, നമ്മൾ ഡോട്ട് എന്ന സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കുക. എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ദി ഹോൾ കോംപ്ലിമെൻ്റ് എന്നാണ്. കണ്ടോ? എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് ഉത്തരം. ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡിമോർഗൻസ് തിയറം എന്താണെന്ന് അറിയാമോ? ബ്രേക്ക് ദ ലൈൻ, ചേഞ്ച് ദി സൈൻ. പഠിച്ചു വെച്ചോ ഇപ്പോഴേ. ബ്രേക്ക് ദ ലൈൻ, ചേഞ്ച് ദ സൈൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് ഇങ്ങോട്ട് വരാം. നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിച്ചു കണ്ടോ, എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഡിമോർഗൻസ് തിയറം പറഞ്ഞെന്ന് അറിയാമോ? ബ്രേക്ക് ദ ലൈൻ, ഈ ലൈൻ മുറിച്ച് 2 ആക്കിക്കോ. അപ്പോൾ ഒരു പകുതി എയ്ക്കും ഒരു പകുതി ബിക്കും നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ ഡോട്ട് മാറ്റി പ്ലസ് ആക്കണം. ഡോട്ട് മാറ്റി എന്താക്കണം? പ്ലസ് ആക്കണം. അതാണ് ഡിമോർഗൻസ് തിയറം. ആ റൂൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്താലോ മക്കളെ? ഇവിടെ നിങ്ങൾ നോക്കണം, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും എടുത്തിട്ട് ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്ത് വരും? എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതിയിട്ട് ഈ വലിയ വര കണ്ടോ? ഒരുമിച്ച് കിടക്കുന്ന വര കണ്ടോ? അവരുടെ 2 പേരുടെയും തലയ്ക്ക് മേളിലൂടെ ഒരു വര പോകുന്നത് കണ്ടോ? അതിനെ 2 ആയിട്ട് മുറിച്ചിട്ട് 2 പേർക്കും വീതം വെച്ച് കൊടുത്തു. എന്നിട്ട് ഡോട്ട് മാറ്റി പ്ലസ് ആക്കിക്കോ. കണ്ടോ? എ ഡബിൾ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ഗേറ്റാണ്? ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന കോമ്പിനേഷൻ എന്താണ്? ഓർ ഗേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് 3 നാൻഡ് ഗേറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ 3 നാൻഡ് ഗേറ്റിനെ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുക ഓർ ഗേറ്റ് ആണ്. എന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടേക്കുക. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക. 0 0 0 0 1 1 1 0 1 1 1 1 തന്നെ. അതാണ് ഓർ ഗേറ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. S1 ആൻഡ് S2 സ്വിച്ചസ് ആൻഡ് B ഇൻ എ ബൾബ്. B ഇസ് എ ബൾബ്. ഒരു സ്റ്റുഡൻറ്റ് പറയുന്നു ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഡു യു അഗ്രി വിത്ത് ഹിം? ജസ്റ്റിഫൈ യുവർ ആൻസർ. റൈറ്റ് ഡൗൺ ദി ട്രൂത്ത് ടേബിൾ. ഞാൻ പറയാം, അയാളുമായിട്ട് അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയാം. ഞാനൊരു ഡയഗ്രാം വരച്ചോട്ടെ. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർ ഗേറ്റ് നിങ്ങളൊന്ന് ആലോചിക്കേ. 0 1 0 1 ഗീവ്സ് 1, 0 0 ഗീവ്സ് 0, 1 0 ഗീവ്സ് 1, 1 1 എന്താ തരുന്നത്? 1 ആ തരിക. ഇതാണല്ലോ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 0 ആകുമ്പോൾ മാത്രമേ 0, ഏതെങ്കിലും ഒന്ന് 1 വന്നാൽ ഔട്ട്പുട്ട് 1 ആണ്. നിങ്ങൾ നോക്കിയാൽ 2 സ്വിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ, ഇങ്ങനെ വെച്ചിട്ട് ഒരു ബൾബ് മേളിൽ വരയ്ക്കാം, ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും ഇങ്ങനെ വരച്ചാൽ എന്താ സംഭവിക്കുക നിങ്ങൾ നോക്കുക. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. അതായത് ഇത് സ്വിച്ച് S1, ഇത് സ്വിച്ച് S2. S1 ഓണാക്കി, ബൾബ് കത്തൂല. S1 മാത്രം ഓണാക്കിയാൽ ബൾബ് കത്തൂല. എന്താ കാര്യം? S1 ഓണാക്കിയാൽ കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി, S1 ഓണാക്കിയുമ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകും, ബൾബ് കത്തും. പാരലായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. S1 ഓണാക്കിയാൽ ബൾബ് കത്തും, S2 ഓണാക്കിയാലും ബൾബ് കത്തും. രണ്ടും കൂടെ ഓണാക്കിയാലും ബൾബ് കത്തും. ബൾബ് അണഞ്ഞു കിടക്കുന്ന എപ്പോൾ മാത്രമാണ്? ബൾബ് ഓഫ് ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? ബൾബ് ഓഫായി കിടക്കുന്ന സാഹചര്യം എന്തേ ഞാൻ വരയ്ക്കാം കണ്ടോ. ഈ സാഹചര്യത്തിൽ മാത്രം ബൾബ് ഓഫായിരിക്കും കണ്ടോ.
അപ്പം നിങ്ങൾ നോക്കിയേ 0 വരുമ്പോൾ മാത്രം 0 വരുന്ന ഗേറ്റ് ഏതാ? ഓർ ഗേറ്റ്. അപ്പോൾ രണ്ട് സ്വിച്ചിനെ പാരലായിട്ട് വെച്ചാൽ അതെന്ത് ഗേറ്റാ? അത് ഓർ ഗേറ്റാ. ഓർ ഗേറ്റ് ആണ്. ക്വസ്റ്റ്യനെ അവർ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആ പയ്യൻ നമ്മളോട് പറയാം, അവൻ തർക്കിക്കുകയാണ്. ഹി ആർഗ്യൂസ്. കണ്ടോ, ചോദ്യത്തിൽ പറയാം, അവൻ നമ്മളോട് തർക്കിക്കുക. എന്താ തർക്കിക്കുന്നത്? ഇത് ആൻഡ് ഗേറ്റ് ആണ്, സമ്മതിക്കൂല. ഇതെന്ത് ഗേറ്റാ? ഓർ ഗേറ്റാ. ഓർ ഗേറ്റ് ആണ്. കണ്ടോ, രണ്ട് സ്വിച്ച് പാരൽ വെച്ചാൽ അത് എന്ത് ഗേറ്റാ? ഓർ ഗേറ്റ്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് തിരുത്തിയും കൂടെ വിട്ടേക്കാം. അവ ഇനി തർക്കിക്കാൻ വന്നാലോ നമ്മുടെ മുമ്പിൽ, അപ്പോൾ നമുക്ക് അവനെ ഒന്ന് തിരുത്തി വിടാം. എന്താണെന്നറിയാമോ? ശരിക്കുള്ള ആൻഡ് ഗേറ്റ് നമുക്ക് അവനൊന്ന് കാണിച്ചു കൊടുക്കാം. നോക്കിക്കോളൂ. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താ മക്കളെ? ഒന്ന് പറയൂ. അവനെ നമ്മൾ തിരുത്താൻ പോവുകയാണ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 0ക്ക് 0, 0 1നും 0, 1 0ക്കും 0, 1 1ൽ മാത്രമേ എന്തുള്ളൂ? 1 ഉള്ളൂ. കണ്ടോ, രണ്ടും ഓണാണെങ്കിലേ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പം ഞാൻ ആൻഡ് ഗേറ്റ് വരയ്ക്കട്ടെ, നിങ്ങൾ നോക്കിക്കേ. ഇത് കണ്ടോ, രണ്ട് സ്വിച്ച് നമ്മൾ സീരീസിൽ വെച്ചിട്ട് ബൾബ്, ബാറ്ററി. ഇനി നിങ്ങൾ പറ S1 S2. കണ്ടോ, S1 ഇട്ടാൽ ബൾബ് കത്തൂല. S2 ഇട്ടാൽ ബൾബ് കത്തൂല. കറണ്ട് എങ്ങനെ ഒഴുകുക? സീരീസിൽ വെച്ച് കൊടുത്തിരിക്കുക. രണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ ബൾബ് കത്തും. നിങ്ങൾ കണ്ടോ? അപ്പോൾ അവനോട് പറ, നമ്മളൊരു കാര്യം പറ, നിനക്ക് ആൻഡ് ഗേറ്റ് വേണ്ടേ? ഇതാണ് ആൻഡ് ഗേറ്റ്. നീ കൊണ്ടുവന്ന് തർക്കിക്കുന്നത് ഓർ ഗേറ്റിൻ്റെ ആവോനെ. അവനോട് പറയാം നമ്മൾ, അത് ഓർ ഗേറ്റിൻ്റെ ആവും കൊണ്ടുവന്ന് തർക്കിക്കുന്നേ. നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഓർ ഗേറ്റ് ആണ്. സ്വിച്ചുകൾ പാരൽ വെച്ചാൽ അത് ഓർ ഗേറ്റും, സ്വിച്ചുകൾ സീരീസിൽ വെച്ചാൽ അത് ആൻഡ് ഗേറ്റുമാണ്. ഓർക്കുക. പിന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാമല്ലോ. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നേരെ സൈഡിൽ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെയാണ്. ട്രൂത്ത് ടേബിൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന ട്രൂത്ത് ടേബിൾ എന്താണ്? ഗേറ്റ് 0 0 1 വന്നിരിക്കുക. 0 1 0 ആണ്. കണ്ടോ? യെസ്, നമുക്ക് ആളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. ആരാ? നിങ്ങൾ നോക്കി, ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻ്റ് എടുത്തിരിക്കുകയല്ലേ മക്കളെ? നിങ്ങൾ നോക്കി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. 0 + 0 ഉത്തരം 0. 0യുടെ കോംപ്ലിമെൻറ്റ് കണ്ടോ? 1. ഇതൊന്ന് ആഡ് ചെയ്തേ. 0 + 1 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടോ? 0. 1 + 0 1 കോംപ്ലിമെൻറ്റ് 0. 1 + 1 1 കോംപ്ലിമെൻറ്റ് 0 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻ്റ് എടുത്തിരിക്കുകയാണെന്ന് ഔട്ട്പുട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ സാധനമാണ് ഔട്ട്പുട്ട്. ആഡ് ചെയ്ത് കോംപ്ലിമെൻ്റ് ആക്കുന്ന ഗേറ്റ് ഏത് ഗേറ്റാ? ആഡ് ചെയ്ത് കോംപ്ലിമെൻ്റ് ആക്കുന്ന ഗേറ്റ് ഏതാ? ഇറ്റ് ഈസ് നോർ ഗേറ്റ്. ആഡ് ചെയ്ത് കോംപ്ലിമെൻ്റ് ആക്കുന്ന ഗേറ്റ് ഏതാണ്? നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് ആണ്. ഇനി ഡ്രോ ദി ലോജിക് സിമ്പൽ ഓഫ് ദി ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ സിമ്പൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. എന്തെളുപ്പം, അത് ഇങ്ങനെയാണല്ലോ നോർ ഗേറ്റിൻ്റെ സിമ്പൽ വരയ്ക്കുക. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് നാൻഡിനെ യൂണിവേഴ്സൽ എന്ന് വിളിക്കുന്നത്? വളരെ സിമ്പിളാണ്. നാൻഡും നോറും ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ലോജിക് ഗേറ്റ്സ് മുഴുവനും വരയ്ക്കാൻ സാധിക്കും കേട്ടോ. നാൻഡും നോറും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് ലോജിക് ഗേറ്റ്സിനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ അഡ്വാൻറ്റേജസ്. എക്സ്പ്ലെയിൻ. എന്തിനാ? നേരത്തെ പറഞ്ഞല്ലേ, റേ ഒപ്റ്റിക്സിൽ ഞാൻ പഠിപ്പിച്ച സമയത്ത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഗുണകരമാണെന്ന് പറഞ്ഞു. എന്താ കാര്യം മക്കളെ? ഹൈ സ്പീഡായിരിക്കും. ഉയർന്ന ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും ഇതിലൂടെ. മാത്രമല്ല ഡാറ്റ സെക്യൂരിറ്റി കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ സിനിമയിലൊക്കെ നമ്മളൊരു കുറച്ച് പേര് ഫോണിൽ സംസാരിക്കുമ്പോൾ വില്ലന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ടെലിഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ വഴിയിൽ നിന്നും ലൈൻ കുത്തി ഇത് ചെയ്തെടുക്കുക. അതായത് അതിൽ നിന്നും ഡാറ്റ ലൂപ്പ് ചെയ്തെടുത്തിട്ട് അവരത് കേൾക്കുക. വേറെ രണ്ടുപേർ സംസാരിക്കുന്നതാണ്. ഇത് വല്ല ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുമോ? അതിനകത്ത് കുത്തിയാൽ ലൈറ്റാണ് വെളിയിൽ വരിക. ഇതിനെ ആര് ഡീകോഡ് ചെയ്യും? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒപ്റ്റിക്കൽ ഫൈബറോളം ഡാറ്റ സെക്യൂരിറ്റി ഉള്ള വേറൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ലോകത്ത് നിലവിലില്ല ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും തിരിമറി നടത്തിയിട്ട് അതിനകത്തൊന്നും കിട്ടാനില്ല മക്കളെ. വരുന്ന എന്താ? ലൈറ്റാണ്. അതായത് നമ്മുടെ ഡേറ്റയിനെ ലൈറ്റാക്കി മാറ്റിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കടത്തിവിടുന്നത്. അതൊന്നും വഴിയിൽ നിന്ന് കേബിൾ കട്ട് ചെയ്തോ അതിനകത്തുനിന്ന് ലൂപ്പ് ചെയ്തോ ഡേറ്റ നമുക്ക് ഹൈജാക്ക് ചെയ്തെടുക്കാനോ അതിൽ നിന്ന് കൊണ്ടുപോകാനോ ഒന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. നമ്മൾ അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡാറ്റ സെക്യൂരിറ്റിയാണ്. ഡാറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനോളം ബെറ്റർ ആരുമില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഈ പറഞ്ഞ തന്നെയാണ്, വളരെ ഉയർന്ന സ്പീഡ്, കൂടുതൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ മൊബൈൽ ആലോചിച്ച് നോക്കി, മൊബൈൽ നെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്ലോ ആവുക? അതായത് ഒരു ബാൻഡിൽ 10,000 ആൾക്കാരാണ്, ഒരു പർട്ടിക്കുലർ ബാൻഡിൽ 10,000 മൊബൈൽ ഒരേ ബാൻഡ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ട്രാഫിക് ജാം, റോഡിലുണ്ടാവുന്ന ട്രാഫിക് ജാം പോലെ തന്നെയാണ് മക്കളെ നമ്മളെ ഡേറ്റ ജാമും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒപ്റ്റിക്കൽ ഫൈബറിൽ എത്ര സിഗ്നൽ വേണമെങ്കിലും മിക്സ് ആവാതെ നമുക്ക് കടത്തിവിടാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ പല ആംഗിളുകളിൽ പല സിഗ്നൽ കടത്തിവിടുന്നത് കൊണ്ട് തന്നെ എത്ര കൺസ്യൂമേഴ്സിനെ വേണമെങ്കിലും ഒരു ചെറിയ ബാൻഡിൽ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഏറ്റവും വലിയ ഗുണം. മോഡുലേഷൻ എന്താണെന്നറിയാലോ? മോഡുലേഷൻ എന്ന് പറയുന്നത്
നമുക്ക് എൻ്റെ ഈ സൗണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുകയല്ലേ? എങ്ങനെയാണ് ഞാനിവിടെ കിടന്ന് ഉറച്ച് വിളിച്ചു പോവുക, ഇത്രയും ദൂരെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കുമോ? പക്ഷെ ഈ ക്ലാസ്, ഞാനീ നടത്തുന്ന ക്ലാസ് വേറൊരു രാജ്യത്തിരുന്ന് കണ്ടുകൂടെ? എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാം. എന്തുകൊണ്ടാണ്? നമ്മുടെ ശബ്ദത്തിനെ, നമ്മളെ വീഡിയോനെ മോഡുലേറ്റ് ചെയ്യുകയാണ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശബ്ദത്തിന് എനർജി കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്. മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നം അതാ, ഫ്രീക്വൻസി എനർജിയൊക്കെ കുറവാണ് മക്കളെ. ഇവനെ പിടിച്ച് ഒരു ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു കരിയർ വേവിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡേറ്റ ഇതാണ്, ഇതൊരു കരിയർ വേവാണ്. ഈ കരിയർ വേവിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ കരിയർ വേവ് ഇവനെയും കൊണ്ടങ്ങ് പൊക്കോളും. കരിയർ വേവിൻ്റെ പ്രത്യേകത എന്താ? വളരെ കൂടിയ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ ആ കരിയർ വേവിന് ഒരുപാട് ദൂരം പോകാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു 500 കിലോമീറ്റർ ദൂരം പോകണം, നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റും. അതിനുള്ള ആരോഗ്യമല്ലോ നമുക്കുണ്ടോ? നമ്മൾ എന്തിൽ കയറിയിരുന്ന് പോവും? വാഹനത്തിൽ കയറിയിരുന്ന് ഓടിച്ചങ്ങോട്ട് പോകും. വാഹനത്തിൻ്റെ ഊർജ്ജം ചില്ലറയാണോ? അവൻ എത്ര ദൂരം ഓടിയാലെന്താ? അപ്പോൾ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള കരിയർ, ആ വാഹനമാണ് കരിയർ. കരിയറിലേക്ക് നമ്മളെടുത്ത് വെക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ. സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറയാം. മെസ്സേജ് സിഗ്നലിനെ പിടിച്ച് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള, ഉയർന്ന എനർജിയിലുള്ള കരിയറിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ. മോഡുലേഷൻ. ഓക്കെ. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന്. നിങ്ങൾ വീട്ടിൽ ഡിഷ് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഡിഷ് ആൻറ്റിന ഉപയോഗിച്ച് സിനിമ കാണുന്നവരും TV കാണുന്നവരും ഇല്ലേ? മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാറ് വരുമ്പോൾ ഡിഷ് ആൻറ്റിന കാണുമോ? ഒന്നും കാണൂല. നമ്മൾ മഴ പെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത് TV നോക്കിയിട്ടാണ്. എന്താ? ഡിഷ് ആൻറ്റിനയുടെ സിഗ്നൽ കട്ടോ. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ഡയഗ്രാം വരെ വരച്ച് കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഡിഷ് ആൻറ്റിന കണ്ടോ? വളരെ വിദൂരത്തിരിക്കുന്ന സാറ്റലൈറ്റിൽ ഒരു ആൻറ്റിന കാണും. ഇവൻ രണ്ടും ഒരേ ലൈനിൽ വരണം മക്കളെ. കണ്ടോ? ഒരേ ലൈനിൽ വന്നാലേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകൂ. ദിസ് ഈസ് കോൾഡ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെ മൊബൈൽ ഫോണൊന്നും ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിലല്ല, എവിടെ വെച്ചാലും കിട്ടും. പക്ഷേ ഈ ഡിഷ് ആൻറ്റിന എന്താ? ലൈൻ ഓഫ് സൈറ്റാണ്. കണ്ടോ? ഒരേ ലൈനിൽ വരണം. കണ്ടോ? ഇത് സാറ്റലൈറ്റാണ്. ഇതിൻ്റെ ഇടയിൽ ക്ലൗഡ് വന്നു പോയി, ലൈൻ ഓഫ് സൈറ്റ് നഷ്ടപ്പെട്ടു, ഒന്നും കാണാൻ പറ്റൂല. അതാ സംഭവിക്കുന്നത്. എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാവും? ഇതാണ് സംഭവം. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ ഉപയോഗിക്കുക സാറ്റലൈറ്റിലാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് LOS, ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഒരേ ലൈനിൽ വരണം, അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഈ ബ്ലോക്ക് ഡയഗ്രാം കണ്ടോ? ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. എക്സ് എന്ന് വിളിക്കുന്ന ഒന്നും നോക്കണ്ട, ട്രാൻസ്മിറ്ററാണ്. നിങ്ങൾ ആ ബ്ലോക്ക് ഡയഗ്രാം എടുത്തൊന്ന് നോക്കുക, NCERT ടെക്സ്റ്റ് ഒന്ന് തുറക്കുക, അതിനകത്ത് ബ്ലോക്ക് ഡയഗ്രാമും കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. ട്രാൻസ്മിറ്ററിൽ നിന്നാണ് സിഗ്നൽ ചാനലിലേക്ക് പോകുന്നത്, ചാനലിൽ നിന്നാണ് വൈയിലേക്ക് പോകുന്നത്. വൈയുടെ പേരാണ് റിസീവർ. ഓക്കെ. അപ്പോൾ ട്രാൻസ്മിറ്റർ, റിസീവർ, ഇതിന് നടുക്കൊരു ചാനൽ. ഇപ്പം ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് വരുന്നത് വായുവിലൂടെയാണ് അല്ലെങ്കിൽ ഒരു കേബിളിലൂടെയാണ്. അതാണ് ചാനൽ. ഞാനാണ് ട്രാൻസ്മിറ്റർ, നിങ്ങളാണ് റിസീവർ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന് ട്രാൻസ്മിറ്റർ, ഒന്ന് റിസീവർ. ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയിൽ ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ മീഡിയം. ചിലപ്പോൾ അതൊരു കേബിൾ ആയിരിക്കാം, ചിലപ്പോൾ അത് വായു, എയർ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചാനൽ എയർ തന്നെയാണ്. പക്ഷേ ട്രാൻസ്മിറ്ററും റിസീവറും, എക്സ് എന്ന് വിളിക്കുന്നത് ട്രാൻസ്മിറ്റർ, വൈ എന്ന് വിളിക്കുന്നത് റിസീവർ, ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് ചാനൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TV ആൻറ്റിന ഓഫ് ഹൈറ്റ് 100 meters tall, ഹൗ മച്ച് സർവീസ് ഏരിയ ക്യാൻ കവർ? എത്ര ദൂരം വരെ കിട്ടും? ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. ഒരു ആൻറ്റിനയുടെ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, √2RH. ഇതിൽ R എന്ന് വിളിക്കുന്നത് എർത്തിൻ്റെ റേഡിയസ് ആണ്. എർത്തിൻ്റെ റേഡിയസ് ആണ് R. H എന്ന് വിളിക്കുന്നത് ആൻറ്റിനയുടെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ R-ൻ്റെ വാല്യൂവും H-ൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏരിയ കവർ ചെയ്യാണ്, ഏരിയ = πr². കവർ ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കാൻ πr² എടുക്കുക. സോ റേഡിയസ് ആണ് റേഞ്ച് ആയിട്ട് വരിക. റേഡിയസ് ആണ് എന്തായിട്ട് വരിക? റേഞ്ച് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ആൻറ്റിനയുടെ റേഞ്ചിൻ്റെ ഇക്വേഷൻ 100 meter tall എന്ന് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് എർത്ത് അവിടെ തന്നിട്ടുണ്ട് 6400 കിലോമീറ്റർ. അപ്പോൾ 6 വെച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റിനയിൽ നിന്നും എത്ര ദൂരം വരെ സിഗ്നൽ കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ പരിധി, ചുറ്റളവ് കണക്കാക്കാൻ എന്തെടുത്താൽ മതി? ഏരിയ πr². ആ സർവീസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ ആണ്, ദാറ്റ് ഈസ് πr². ആ R വാല്യൂ നിങ്ങൾ കൊണ്ട് റേഡിയസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോവും. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഇത്ര മാത്രം വരുള്ളൂ, π × √2RH² 2RH. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ നിങ്ങൾ വളരെയധികം ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിനായിട്ട്, അതായത് ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.
ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യും. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്. ജെഇ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. ജെഇ മെയിൻസിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേസ് തികച്ചും സൗജന്യമായി നാളെ വൈകിട്ട് കൃത്യം 5:30 മാത്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റേസിലെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ കൈകാര്യം ചെയ്യും. റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും ഭാഗമാകുക. ഓൾ ദി ബെസ്റ്റ്.